സ്റ്റാർട്ട് അല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ. ആ ചാറ്റ് ഒന്ന് വയ്ക്കുമോ? ചാറ്റ് ഒന്ന് വയ്ക്കുമോ? ചാറ്റ് ഹലോ മക്കളെ, വെൽക്കം 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 ടു ദ ക്ലാസ്. എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ എൻ്റെ പൊന്നു മക്കൾക്കും, എല്ലാ JEE ആസ്പിറൻസിനും, ഓൾ ഫ്യൂച്ചർ എൻജിനീയേഴ്സ്, ഓൾ ദ ചാമ്പ്യൻസ്, എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. I hope all of you guys are staying healthy, happy, motivated, blessed, fearless. മക്കളെ, ഈ 5 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിപ്പറേഷൻ ജേർണിയിൽ. ഹെൽത്തി, ഹാപ്പി, മോട്ടിവേറ്റഡ്, ഒരു ലക്ഷ്യം വേണം, ഏറ്റവും നല്ല കോളേജിൽ എത്തുക എന്നുള്ളൊരു ലക്ഷ്യം വേണം. ബ്ലെസ്ഡ് ആൻഡ് ഫിയർലെസ്. പേടി അധികം വേണ്ട മക്കളെ, ലോകാവസാനമൊന്നും എത്താൻ പോകുന്നില്ല. ഓക്കെ, പേടി കുറച്ചാവാം, പക്ഷേ അത് നിങ്ങളെ എന്താ പറയുക, ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ മക്കളെ, ഗുഡ് ഈവനിങ് മൈ ഡിയർ ചാമ്പ്യൻസ്. എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹായ് അനസ്, വിഘ്നേഷ്, ഐസൻ, ഹായ, അഭിനവ്, അനന്തു, ആദർശ്, മുഹമ്മദ്, എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിയർലെസ് ആണ് പ്രശ്നം എല്ലാവർക്കും. എടാ, ഞാൻ നാളെ ഒരു എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണെങ്കിൽ എനിക്കും പേടി വരും, ഉറപ്പാണ്. പക്ഷെ ആ പേടി നമ്മളെ ഓവർ പവർ ചെയ്യാൻ പാടില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഗിൽട്ട് വരാൻ പാടില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പറ്റാവുന്നതിലും അപ്പുറം എന്ന് ഞാൻ പറയുന്നില്ല. അതായത് പ്രിപ്പയർ ടിൽ വാട്ട് യു ക്യാൻ, പ്രിപ്പയർ ആസ് മച്ച് ആസ് യു ക്യാൻ. ഓക്കെ, അതിനപ്പുറം നമുക്ക് എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. സോ പ്രിപ്പയർ ആസ് മച്ച് ആസ് യു ക്യാൻ. അതേപോലെ തന്നെ ഒരു തോട്ട് മനസ്സിൽ വെക്കുക, ഇതോടുകൂടി ലോകാവസാനം നടക്കാൻ പോകുന്നില്ല, ഈ എക്സാമിനേഷനും കൂടി. ഇത് ദൈവം തന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ദൈവം നിങ്ങൾക്കായി തന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മളത് പാഴാക്കി കളയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളോട് ചോദിക്കും, അല്ലേ, എന്തിനാ പാഴാക്കി കളഞ്ഞത്? അപ്പോൾ പാഴാക്കരുത്. അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്, ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ട്രൈ. ബിക്കോസ് ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. നമുക്ക് നോക്കാം എവിടെ എത്തുക എന്നുള്ളത്. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി 1, അതിലെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, റെസണൻസ്, ഹൈപ്പർ കോൺജുഗേഷൻ ആൻഡ് അരോമാറ്റിസിറ്റി. ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, റെസണൻസ്, ഹൈപ്പർ കോൺജുഗേഷൻ ആൻഡ് അരോമാറ്റിസിറ്റി. ഇതിൻ്റെ തിയറിയും ഏറ്റവും കില്ലർ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും റെഡി ആണെങ്കിൽ ഒരു ഹാർട്ടോ ഒരു ഫയറോ ഇട്ടേടാ മക്കളെ, അല്ലെങ്കിൽ ഒരു തംസപ്പോ ഇട്ടേ. ഹാർട്ട്, ഫയറോ, തംസപ്പ്. ചാറ്റ് ബോക്സ് ഒന്നും മിന്നിച്ചേടാ മക്കളെ, ചാറ്റ് ബോക്സ് ഒന്നും മിന്നിച്ചേ മക്കളെ. സാർ ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കും എൻ്റെ എനർജി ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും നോക്കുക മക്കളെ, നമ്മൾ തുടങ്ങാൻ പോകുന്നു ദ ഫസ്റ്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റ്. The first electron displacement effect, which is called as inductive effect. എല്ലാവരും നോക്കുക, തിയറിയും ശ്രദ്ധിച്ച് കേൾക്കുക. പ്രോബ്ലംസിൽ മാത്രം ഫോക്കസ് കൊടുക്കരുത്. തിയറിയിൽ സാർ കുറേ ഷോർട്ട് കട്ട്സ് ആൻഡ് ടെക്നീക്സ് പറഞ്ഞു തരും. സോ തിയറിയും ശ്രദ്ധിച്ച് കേൾക്കുക. ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ച് ബൈ ഹാർട്ട് പഠിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, മനസ്സിലാക്കി പഠിക്കുക. സോ എല്ലാവരും നോക്കുക, the permanent displacement of sigma electrons along a saturated carbon chain towards the more electronegative atom or group is called as inductive effect. ഇതിങ്ങനെ തിയറി പഠിച്ചിട്ട് കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു കാർബൺ ചെയിൻ ഉണ്ട്. ആ കാർബൺ ചെയിനിൽ ഒരു എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ ആറ്റം അറ്റാച്ച്ഡ് ആണെങ്കിൽ, ആൻഡ് ഇഫ് electronegativity of x is greater than electronegativity of carbon, electronegativity of x is greater than electronegativity of carbon ആണെങ്കിൽ എന്ത് പറ്റും? ഈ electrons will be closer to x. That means x will get a partial negative charge. അതുകൊണ്ട് this carbon will get a partial positive charge. ഈ കാർബണിൻ്റെ ഈ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കാരണം ഇവിടുത്തെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വലിയും. അപ്പോൾ എന്ത് പറ്റും? ഈ കാർബണിനും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കിട്ടും, ബട്ട് ദാറ്റ് വിൽ ബി ലെസർ. കാര്യം ഈ എക്സ് വലിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ കാർബൺ വലിക്കുന്നത്. അത് മനസ്സിലാക്കുക. ഈ എക്സ് ഇലക്ട്രോൺസിനെ വലിക്കുന്ന പോലെ ആയിരിക്കില്ല ഈ കാർബൺ വലിക്കുന്നത്. അപ്പോൾ ഈ കാർബണിൻ്റെ, അതായത് ഈ രണ്ടാമത്തെ കാർബണിൻ്റെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കുറച്ചും കൂടി ലെസർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രോൺസും ഇങ്ങോട്ട് നീങ്ങും, ഇവിടുത്തെ ഇലക്ട്രോൺസും ഇങ്ങോട്ട് നീങ്ങും. നമുക്ക് മൂന്നാമത്തെ കാർബണിൽ പിന്നെയും ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കാണും, പക്ഷേ ദാറ്റ് വിൽ ബി ഈവൻ ലെസർ.
മൂന്നാമത്തെ കാർബണിലെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വിൽ ബി ഈവൻ ലെസ്. കാര്യം എന്താണ് മക്കളെ? ഇവിടെ എക്സ് വലിക്കണ പോലെയല്ല ഈ കാർബൺ വലിക്കുന്നത്, ഈ കാർബൺ വലിക്കുന്ന പോലെയല്ല ഈ കാർബൺ വലിക്കുന്നത്, ഈ കാർബൺ വലിക്കുന്ന പോലെയല്ല അതായത് ഈ കാർബൺ വലിക്കുന്ന പോലെയല്ല ഈ കാർബൺ വലിക്കുന്നത്. മനസ്സിലായ മക്കളെ? സോ ബേസിക്കലി ഡിസ്റ്റൻസ് കൂടും തോറും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറഞ്ഞു വരും. സോ എല്ലാവരും നോക്കിക്കേ, ദ ഇഫക്റ്റ് വീക്കൻസ് സ്റ്റെഡിലി വിത്ത് ഇൻക്രീസിംഗ് ഡിസ്റ്റൻസ് ഫ്രം ദ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ആൻഡ് ഇസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് ബിയോണ്ട് തേർഡ് കാർബൺ. അതായത് മൂന്നാമത്തെ കാർബണിന് ശേഷം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആണെന്ന് തന്നെ പറയാം. മൂന്നാമത്തെ കാർബണിന് ശേഷം ഇപ്പം നോക്കിയേ, 1 ഇതാണ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ്, അവിടെ നിന്ന് 1, 2, 3 മൂന്നാമത്തെ കാർബൺ വരെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഉള്ളൂ. അത് കഴിഞ്ഞ് നെഗ്ലിജിബിൾ ആണെന്ന് പറയാം. ഓക്കെ, ഇനി എല്ലാവരും നോക്കുക, കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ആറ്റംസ് ഫോമിംഗ് എ സിഗ്മ ബോണ്ട്. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നടക്കാൻ കാര്യം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ്. ആൻഡ് ഇറ്റ് ഹാപ്പൻസ് ത്രൂ സിഗ്മ ബോണ്ട്. പൈ ബോണ്ടിൽ കൂടെ അല്ല, ഇറ്റ് ഹാപ്പൻസ് ത്രൂ സിഗ്മ ബോണ്ട്. സിഗ്മ ഇലക്ട്രോൺസിനെയാണ് പിടിച്ചു വലിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ പെർമനന്റ് ഇഫക്റ്റ്. ഈ പെർമനന്റ് ഇഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആ കോമ്പൗണ്ട് ഉള്ളിടത്തോളം കാലം, ആ കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം കാലം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും. അല്ലാണ്ട് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മിന്നിയും മാഞ്ഞും പോകുന്നതല്ല. ഒരു 5 മിനിറ്റ് നിൽക്കും, പിന്നെ മാഞ്ഞു പോവും, 5 മിനിറ്റ് നിൽക്കും, അല്ല. ആ കോമ്പൗണ്ട് ഉള്ളിടത്തോളം കാലം, ആ സബ്സ്റ്റിറ്റ്യൂവൻ്റ് അതിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ പെർമനന്റ് ഇഫക്റ്റ്. പല പ്രാവശ്യം ജയിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ജയിൽ. ഇറ്റ് ഇൻവോൾവ്സ് പാർഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിഗ്മ ഇലക്ട്രോൺസ്. പാർഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഇവിടെ ഇരിക്കുന്ന സിഗ്മ ഇലക്ട്രോൺസ് ഒന്ന് ഇങ്ങോട്ട് നീങ്ങും, എക്സിന്റെ അടുത്തേക്ക് നീങ്ങും. ഓക്കെ, ഡിസ്പ്ലേസ്ഡ് ഇലക്ട്രോൺ പെയർ ഡസ് നോട്ട് ലീവ് ഇറ്റ്സ് മോളിക്കുലർ ഓർബിറ്റൽ. ഇലക്ട്രോൺസ് ചെറുതായിട്ട് ഇങ്ങോട്ട് നീങ്ങുകയുള്ളൂ, അത് ഓർബിറ്റൽ വിട്ടൊരു കളി കളിക്കില്ല. ആ ഇലക്ട്രോൺസ്, ആ 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, നീങ്ങുന്ന ഇലക്ട്രോൺസ്, അത് വേറൊരു ഓർബിറ്റലിലേക്ക് ഷിഫ്റ്റ് ആവുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് എക്സിൻ്റെ അടുത്തേക്ക് നീങ്ങും. അതായത് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിൻ്റെ അടുത്തേക്ക് നീങ്ങും. അതായത് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഒന്നും നടക്കുന്നില്ല, വേറൊരു ഓർബിറ്റിലേക്ക് ചാടി പോകുന്നില്ല. ഇതും ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻറ്റ് തിയറി പോയിന്റ്സ് ആണ് മക്കളെ. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഇനി there are 2 types of inductive effect, plus I effect and minus I effect. plus I effectum ഉണ്ട്, minus I effectum ഉണ്ട്. plus I effect എന്നാൽ എന്താണ്? plus I effect എന്നാൽ നമുക്കൊരു കാർബൺ ചെയിൻ ഉണ്ട്, അതിലേക്ക് ഞാൻ ഒരു ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെന്ന് വിചാരിക്കുക, M. ഓക്കെ, if electronegativity of carbon is greater than electronegativity of M, electronegativity of carbon greater than electronegativity of M ആണെങ്കിൽ എന്ത് പറ്റും മക്കളെ? These electrons will be pushed towards the carbon chain. അതായത് ഈ M എന്ന് പറഞ്ഞ ഗ്രൂപ്പ് കാർബൺ ചെയിനിലേക്ക് ഇലക്ട്രോൺസിനെ തള്ളുന്ന പോലെ ഇരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്ലസന്റ് ഗ്രൂപ്പ്. അതായത് നമ്മുടെ കാർബൺ ചെയിൻ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാർബൺ ചെയിനിലേക്ക് ഈ ഗ്രൂപ്പ് ഏതാണോ എക്സ്റ്റേണൽ ഗ്രൂപ്പ് ഉള്ളത് അത് കാർബൺ ചെയിനിലേക്ക് ഇലക്ട്രോൺസ് തള്ളുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്ലസ് ഐ ഗ്രൂപ്പ്. ഓക്കെ, ഈ പ്ലസ് ഐ ഗ്രൂപ്പിനെ നമ്മൾ ഇലക്ട്രോൺ റിലീസിങ് ഓർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എന്നും പറയും. ബിക്കോസ് ഇറ്റ് ഈസ് റിലീസിങ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദ കാർബൺ ചെയിൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡൊണേറ്റിംഗ് ഇലക്ട്രോൺസ് ടു ദ കാർബൺ ചെയിൻ അണ്ടർ കൺസിഡറേഷൻ. ഏത് കാർബൺ ചെയിൻ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിലേക്ക് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് കയറ്റുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ പ്ലസ് എം ഗ്രൂപ്പ് പ്ലസ് എം അല്ല, പ്ലസ് ഐ ഗ്രൂപ്പാണ് കേട്ടോ. പ്ലസ് ഐ ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ we need to understand the strength of different plus I groups. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം മക്കളെ. വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പ്ലസ് ഐ ഗ്രൂപ്പ് വരുന്നത് CH2- ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു കാർബൺ ചെയിൻ അതിലേക്ക് നമ്മൾ ഒരു ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഗ്രൂപ്പ് CH2- ആണെങ്കിൽ ദാറ്റ് വിൽ ബി ദ സ്ട്രോങ്ങസ്റ്റ് പ്ലസ് ഐ ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് NH- ആണ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് O- ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എന്തുകൊണ്ടാണ് CH2- NH- സ്ട്രോങ്ങർ ആവുന്നത്? കാര്യം CH2- നെഗറ്റീവ് ചാർജസ് ഓൺ കാർബൺ. CH2- നെഗറ്റീവ് ചാർജസ് ഓൺ കാർബൺ. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കിയേ, കാർബൺ CH2-. അതേപോലെ തന്നെ കാർബൺ NH-. ഇവിടെ നെഗറ്റീവ് ചാർജസ് ഓൺ കാർബൺ, ഇവിടെ നെഗറ്റീവ് ചാർജസ് ഓൺ നൈട്രജൻ കാർബണിലും ഇലക്ട്രോ നെഗറ്റീവാണ്. അപ്പം നൈട്രജന് ഈ നെഗറ്റീവ് ചാർജിനെ ഒന്നങ്ങോട്ട് പിടിച്ചു നിർത്താൻ പറ്റും.
അതിനുള്ളിലേക്ക് വലിക്കാൻ പറ്റും. നൈട്രജൻ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഈ നെഗറ്റീവ് ചാർജിന് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ കാർബൺ അത്രയും ഇലക്ട്രോനെഗറ്റീവ് അല്ല. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് പുറത്തേക്ക് തള്ളി നിൽക്കും. അതായത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. അങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഈ ഇലക്ട്രോൺസിനെ അത് പ്രോപ്പറായിട്ട് പുഷ് ചെയ്യും. എങ്ങോട്ട്? കാർബൺ ചെയിൻ്റെ അടുത്തേക്ക് പുഷ് ചെയ്യും. ഇവിടുത്തെ ഈ നെഗറ്റീവ് ചാർജ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഈ ഇലക്ട്രോൺസിനെ കാർബൺ ചെയിനിൻ്റെ അടുത്തേക്ക് തള്ളും. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഓക്സിജൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പിന്നെയും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് അത്രയ്ക്ക് തള്ളി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിനെ അധികം ഇങ്ങോട്ട് പുഷ് ചെയ്യില്ല. എന്ത് വെച്ച് നോക്കുമ്പോൾ? CH2- വെച്ച് നോക്കുമ്പോൾ. മനസ്സിലായ മക്കളെ? സോ ബേസിക്കലി നിങ്ങൾക്ക് ഓർത്ത് വെക്കാം, ആസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് പ്ലസ് ഐ ഇഫക്റ്റ് ഡിക്രീസസ്. കാര്യം എന്താ? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുമ്പോൾ ആ നെഗറ്റീവ് ചാർജിനെ പിടിച്ചു നിർത്തും. അപ്പോൾ ആ നെഗറ്റീവ് ചാർജ് മൂലം മറ്റേ ഇലക്ട്രോൺസിനെ അതായത് കാർബൺ ചെയിനിൻ്റെ അങ്ങോട്ടുള്ള തള്ളൽ കുറച്ച് കുറയും. മനസ്സിലായ മക്കളെ? പിന്നെ വരുന്നതാണ് COO-. മക്കളെ, കാർബൺ ചെയിനിൽ COO- അറ്റാച്ച്ഡ് ആണെങ്കിൽ ഈ നെഗറ്റീവ് ചാർജ് ഇസ് അവേ ഫ്രം ദ കാർബൺ ചെയിൻ. അല്ലേ? കാര്യം ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിലും ഇറ്റ് ഈസ് അവേ ഫ്രം ദ കാർബൺ ചെയിൻ. ഈ കാർബൺ ചെയിൻ്റെയിലും കുറച്ച് ദൂരത്തിലാണ് ആ O- നിൽക്കുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പം അതുകൊണ്ടാണ് ഇത് ഈ പൊസിഷനിൽ വരുന്നത്. പിന്നെ വരുന്നത് CCH3 ത്രൈസ് ഗ്രൂപ്പ്. പിന്നെ വരുന്നത് CH3 ട്വൈസ്, പിന്നെ CH2CH3, പിന്നെ CT3, T എന്ന് വെച്ചാൽ ട്രിറ്റിയം, പിന്നെ CD3, പിന്നെ CH3. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് ഇങ്ങനൊരു കാർബൺ ചെയിൻ ഉണ്ട് അതിലേക്ക് ഇപ്പോൾ CCH3 ത്രൈസ് അറ്റാച്ച്ഡ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് അതിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇത്രയും സ്ട്രോങ് ആവുന്നത്? അതായത് കൂടുതൽ കാർബൺസ് അറ്റാച്ച്ഡ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇത്രയും സ്ട്രോങ് ആവുന്നത്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിക്കേ മക്കളെ. നിങ്ങൾക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ ഈസ് മോർ ദാൻ ഹൈഡ്രജൻ. അപ്പോൾ ഇവിടുത്തെ ഈ ഇലക്ട്രോൺസ് വിൽ ബി ക്ലോസർ ടു കാർബൺ. അല്ല, ഈ ഇലക്ട്രോൺസ് എല്ലാം ക്ലോസർ ടു കാർബൺ ആയിരിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ ഇസ് മോർ ദാൻ ഹൈഡ്രജൻ. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഒക്കെ ക്ലോസർ ടു കാർബൺ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ ഇലക്ട്രോൺ ഡെൻസിറ്റിയും കാരണം ഈ ഇലക്ട്രോൺസ് വിൽ ബി പുഷ്ഡ് ടുവേർഡ്സ് ദ കാർബൺ. അല്ലേ? ഇവിടുത്തെ ഈ ഇലക്ട്രോൺസ് വിൽ ബി പുഷ് ടുവേർഡ്സ് കാർബൺ. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസ് വിൽ ബി പുഷ്ഡ് മാക്സിമം ടു ദിസ് സൈഡ്. അതായത് കൂടുതൽ കാർബണും ഹൈഡ്രജനും ബോൺഡ്സ് ഉണ്ടെങ്കിൽ ഹൈഡ്രജനിലും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി കാർബണിൻ്റെ അടുത്തേക്ക് നീങ്ങി വരും. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കാർബണിൻ്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കാർബൺ ചെയിനിലേക്ക് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് അങ്ങോട്ട് കയറ്റും. അതുകൊണ്ടാണ് CCH3 ത്രൈസിന് കൂടുതൽ പ്ലസ് ഐ ഇഫക്റ്റ്. ഇത് മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേ മക്കളെ. തംസപ്പ് അല്ലെങ്കിൽ ലൈക്ക് അടിച്ചേ മക്കളെ. പോരട്ടെ. Is that clear? മനസ്സിലായോ? Got it? അതേ ലോജിക്ക് തന്നെയാണ് CT3ക്ക് വരുന്നത്. അതായത് കാർബൺ ചെയിനിൽ നമ്മൾ ട്രിറ്റിയം അറ്റാച്ച്ഡ് ആണെങ്കിൽ ഈ ഇലക്ട്രോൺസ് വിൽ ബി ക്ലോസർ ടു ദിസ് കാർബൺ. These electrons will be closer to this carbon. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും ഇവിടെ. അപ്പോൾ ഈ കാർബൺ ചെയിനിലേക്ക് പുഷ് ചെയ്യുന്ന ഇലക്ട്രോൺസ് നന്നായിട്ട് കൂടും. അല്ലേ? അപ്പോൾ ഡിറ്റീരിയത്തിൻ്റെ കേസിൽ അത് കുറച്ച് കുറവായിരിക്കും. ഇപ്പോൾ ഇവിടെ ഡിറ്റീരിയം അല്ലെങ്കിൽ ഇപ്പോൾ പ്രോട്ടിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടാവും. പക്ഷേ ട്രിറ്റിയത്തിൻ്റെ അത്രയും ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടാവില്ല. ട്രിറ്റിയത്തിൽ നിന്ന് കാർബൺ നന്നായിട്ട് ഇലക്ട്രോൺസ് വലിച്ചെടുക്കും. അപ്പോൾ മൊത്തം ആ കാർബൺ ചെയിനിലേക്ക് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് കയറ്റാൻ എളുപ്പമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഓർത്ത് വയ്ക്കുക. ഗോട്ട് ഇറ്റ്? ഓക്കെ. ഇനി ഒരു ജനറൽ റൂൾ എന്ന പ്രകാരം ആനയോൺസ് ആർ മോർ പ്ലസ് ഐ ദാൻ ന്യൂട്രൽ ആറ്റംസ്. അത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ആനയോൺസിന് ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അവർ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്ത് നമ്മുടെ കാർബൺ ചെയിനിലേക്ക് റിപ്പൽ ചെയ്ത് കളയും. കാര്യം അവർക്ക് ഓൾറെഡി ഒരു നെഗറ്റീവ്, ഇപ്പോൾ CH2- അവന് ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ.
അവന് ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അവൻ കാർബൺ ചെയിനിലേക്ക് പെട്ടെന്ന് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് കയറ്റും ന്യൂട്രൽ ആറ്റംസിനെ വെച്ച് നോക്കുമ്പോൾ. ഇത് മനസ്സിലാക്കുക മക്കളെ, ഒരു ജനറൽ റൂള് പോലെയാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മൈനസ് ഐ ഗ്രൂപ്പ്. ഇപ്പം നമ്മൾ പ്ലസ് ഐ ഗ്രൂപ്പാണ് കണ്ടത്. ഇനി മൈനസ് ഐ ഗ്രൂപ്പ് എന്താണ്? അതായത് കാർബൺ ചെയിനിൽ നിന്ന് ഇലക്ട്രോൺസ് വലിച്ചെടുക്കുന്നത്. അതായത് നമുക്കിങ്ങനെ ഒരു കാർബൺ ചെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. ഇഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ, അത് കാർബൺ ചെയിനിൽ നിന്ന് ഇലക്ട്രോൺസ് വലിച്ചെടുക്കും. ദാറ്റ് ഇസ് മൈനസ് ഐ ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇലക്ട്രോൺ അട്രാക്ടിംഗ് ഗ്രൂപ്പ് ഓർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. വിഡ്രോയിങ് വിത്ത് റെസ്പെക്ട് ടു ദ കാർബൺ ചെയിൻ. കാർബൺ ചെയിനെ വെച്ച് നോക്കുമ്പോൾ അവൻ ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? ഇവിടെയും ഒരു ജനറൽ റൂൾ ഉണ്ട് മക്കളെ. കാറ്റയോൺ ഗ്രൂപ്പ്സ് have more minus I effect than partial positive charge groups, have more minus I strength than electronegative atom. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കുക. അതായത് ഇപ്പോൾ ഒരു കാർബൺ ചെയിൻ എടുക്കുകയാണ്. ഈ കാർബൺ ചെയിനിലേക്ക് ഞാനൊരു NH3+ അറ്റാച്ച് ചെയ്തു. NH3+ എന്ന് പറയുന്നത് ഒരു കാറ്റയോൺ ഗ്രൂപ്പാണ്. അതിൻ്റെ മൈനസ് ഐ ഇഫക്റ്റ് ഭയങ്കര സ്ട്രോങ്ങർ ആയിരിക്കും. എന്ത് വെച്ച് നോക്കുമ്പോൾ? ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഗ്രൂപ്പിനെ വെച്ച് നോക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇമാജിൻ ദേ ഒരു CN ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, സയനൈഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ സയനൈഡ് ഗ്രൂപ്പിന് കാർബണിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. ആക്ച്വൽ പോസിറ്റീവ് ചാർജ് അല്ല, പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. കാര്യം കാർബണും നൈട്രജനും തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം. അപ്പം അത് ഈ കാർബൺ ചെയിനിൽ നിന്ന് വലിക്കാൻ പോകുന്ന മൈനസ് ഐ സ്ട്രെങ്ത് ഓഫ് CN will be lesser than that of NH3+. കാര്യം NH3+ന് ആക്ച്വൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ കാർബണും നൈട്രജനും ഉള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം. ഗോട്ട് ഇറ്റ് മക്കളെ? ഫൈൻ. അപ്പം മൈനസ് ഐ ഗ്രൂപ്പിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾ ഓർത്ത് വെക്കണം, എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. മൈനസ് ഐ ഗ്രൂപ്പിൽ ഏറ്റവും സ്ട്രോങ്ങർ NF3+ ആണ്. നൈട്രജൻ അറ്റാച്ച് ടു 3 ഫ്ലൂറിൻ. പിന്നെ NR3+ വരുന്നു, പിന്നെ NH3+ വരുന്നു, പിന്നെ NO2 വരുന്നു, CN വരുന്നു, അത് കഴിഞ്ഞ് COOH വരുന്നു. ഇപ്പം നിങ്ങൾ COOHനെ വെച്ച് നോക്കുമ്പോഴൊക്കെ COOH ഒക്കെ എന്തുകൊണ്ടാണ് മൈനസ് ഐ ഗ്രൂപ്പ് ആവുന്നത്? കാര്യം COOHൽ കാർബണിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് മക്കളെ. ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഓക്സിജൻ. കാർബണും ഓക്സിജനും തമ്മിലുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം കാർബൺ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ അത് ഈ കാർബൺ ചെയിനിൽ നിന്ന് ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കും. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഫൈൻ. ഗോട്ട് ഇറ്റ്? അപ്പം നിങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ ഈ NR3+ ആൻഡ് NH3+ നോക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ മൈനസ് ഐ ഇഫക്റ്റ് ഉള്ളത്, ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് NH3+നാണ് കൂടുതൽ മൈനസ് ഐ ഉള്ളതെന്നാണ്. NH3+നാണ് കൂടുതൽ മൈനസ് ഐ ഉള്ളതെന്നാണ്. അല്ല മക്കളെ, വെൻ നൈട്രജൻ ഇസ് അറ്റാച്ച്ഡ് ടു 3 other alkyl groups, that will have more minus I effect. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണം. That will have more minus I effect. NR3+നായിരിക്കും കൂടുതൽ NH3+നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. that is due to electron density reasons. അതിലേക്ക് സാർ ഇപ്പോൾ കിടക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് കീപ് ദ ഓർഡർ ഇൻ മൈൻഡ്. അത് കഴിഞ്ഞിട്ട് COH കഴിഞ്ഞിട്ട് ഹാലജൻസ് വരുന്നു. ഹാലജൻസിൽ നിങ്ങൾക്കറിയാലോ, ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ. അത് കഴിഞ്ഞിട്ട് OR ഗ്രൂപ്പ്, ഇപ്പോൾ OCH3, OC2H5. അത് കഴിഞ്ഞിട്ട് OH ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് SP ഹൈബ്രിഡൈസ് കാർബൺ ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് NH2 വരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കുക, നമുക്കൊരു കാർബൺ ചെയിൻ ഉണ്ട്. അതിലേക്കൊരു SP ഹൈബ്രിഡൈസ് കാർബൺ അറ്റാച്ച്ഡ് ആണ്. വേറൊരു കാർബൺ ചെയിൻ ഉണ്ട്, അതിലേക്കൊരു NH2 അറ്റാച്ച്ഡ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മൈനസ് ഐ ഇഫക്റ്റ് വരാൻ പോകുന്നത് SP ഹൈബ്രിഡൈസ് കാർബൺ ആണ്. ബിക്കോസ് SP ഹൈബ്രിഡൈസ് കാർബൺ
എസ് പി ഹൈബ്രിഡൈസ് കാർബണിനാണ് കൂടുതൽ മൈനസ് ഇഫക്റ്റ്. കാര്യം ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കുമ്പോൾ 3.25 ആണ് വരുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് എസ് പി ഹൈബ്രിഡൈസ് കാർബൺ നോക്കുമ്പോൾ 3.25 ആണ്. NH2 നോക്കുമ്പോൾ 3 വരുന്നുള്ളൂ. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ അല്ല, എല്ലാവരും വിചാരിക്കും നൈട്രജൻ ഇസ് മോർ ദാൻ കാർബൺ. Nitrogen is more than sp3 hybridized carbon. Nitrogen is more electronegative than sp2 hybridized carbon. പക്ഷേ nitrogen is less electronegative than sp hybridized carbon. Okay, ethynyl group, C triple bond CH group. Okay, അത് കഴിഞ്ഞിട്ട് ബെൻസീൻ ഗ്രൂപ്പ്, അത് കഴിഞ്ഞിട്ട് ഈ ബെൻസീൻ ഗ്രൂപ്പ്, പിന്നെ sp2 hybridized carbon, CH double bond CH2 ഗ്രൂപ്പ്. മനസ്സിലായല്ലോ മക്കളെ? ഈ ഓർഡർ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങൾ ചോദിക്കും സാർ ഇത് ഓർത്ത് വെക്കണോ? എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഓർത്ത് വെക്കണ്ടെങ്കിൽ സാർ ഇവിടെ തരില്ല. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ഓർത്ത് വെക്കണം. ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പും ഒരു ലൈക്കും അടിച്ചേ മക്കളെ. ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പും ഒരു ലൈക്കും അടിച്ചേ മക്കളെ. ഓക്കെ, ഫൈൻ. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്? എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ JEE എക്സാമിനേഷന് കാണാം? സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ആൻഡ് ഫ്രീ റാഡിക്കൽ, അതേപോലെ സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ, അതേപോലെ അസിഡിക് സ്ട്രെങ്ത് ആൻഡ് ബേസിക് സ്ട്രെങ്ത്. ഇവിടെയൊക്കെയാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. നമുക്കെല്ലാം ഒന്നൊന്നായിട്ട് കാണാം. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ റൂൾസ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. റൂൾ നമ്പർ 1, ഇലക്ട്രോനെഗറ്റിവിറ്റി. ആസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബോകാറ്റയോൺ ഓർ ഫ്രീ റാഡിക്കൽ. മനസ്സിലാക്കുക, കാർബോകാറ്റയോണും ഫ്രീ റാഡിക്കലും രണ്ടും ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് ആണ്. കാർബോകാറ്റയോൺ ആയിക്കോട്ടെ ഫ്രീ റാഡിക്കൽ ആയിക്കോട്ടെ, അവന്മാർ ബേസിക്കലി വിശന്നിരിക്കുന്നവരാണ്. ഇലക്ട്രോൺസ് ഇല്ല അവന്മാർക്ക്. സോ ബേസിക്കലി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബോകാറ്റയോൺ ഓർ ഫ്രീ റാഡിക്കൽ ഇൻക്രീസസ് സ്റ്റെബിലിറ്റി ഓഫ്, ഒരു മിനിറ്റ്, increases stability of carbocation or increases stability of, okay, as electronegativity of carbocation or free radical increases, stability of carbocation or free radical decreases. എന്ന് ചോദിച്ചാൽ എന്താണ്? എല്ലാവരും നോക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് ഇസ് ഓൺ എൻ sp3 ഇത് ആക്ച്വലി ഒരു sp2 ഹൈബ്രിഡൈസ് കാർബൺ ആണ് കേട്ടോ. ഇതൊരു sp2 ഹൈബ്രിഡൈസ് കാർബൺ ആണ്. ഇവിടെ വരുന്നത് sp ഹൈബ്രിഡൈസ് കാർബൺ ആണ്. ഓക്കെ, കാര്യം നമ്മൾ sp3 എന്ന് എഴുതുന്നുണ്ടെങ്കിലും അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ കാർബൺ ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ദിസ് കാർബൺ, positively charged carbon with 3 sigma bonds is sp2 hybridized. This is positively charged carbon with 2 sigma bonds, that sp hybridized. This is positively charged carbon with 1 sigma bond. അത് sp അല്ല, അതിൻ്റെ hybridization basically ഇല്ല. Okay, you can actually forget about it. അതായത് when carbon has a positive charge and 1 sigma bond, basically it's unhybridized. Okay, അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. When this positive charge is on sp2 hybridized carbon, നിങ്ങൾക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി increases with s character. ഇലക്ട്രോനെഗറ്റിവിറ്റി increases with s character അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും പൊട്ട സംഭവമല്ലേ? ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത് പൊട്ട സംഭവമല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കാണാം. ഇപ്പോൾ ഇവിടെ CH3 ആണ്, sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, ഇറ്റ്സ് എ പ്ലസ് ഐ ഗ്രൂപ്പ് അല്ലേ? അത് ഈ പോസിറ്റീവ് ചാർജിനെ നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്യും. കാര്യം പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഇവിടെ sp2 ഹൈബ്രിഡൈസ് കാർബൺ ആണ്, CH2. അത് ബേസിക്കലി കുറച്ച് ഇലക്ട്രോനെഗറ്റീവ് ഈ പോസിറ്റീവ് ചാർജിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനേ നോക്കുള്ളൂ. അതേപോലെ ഇവിടെ sp ഹൈബ്രിഡൈസ് കാർബൺ ആണ്. ഞാൻ ഈ കാർബണെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, ഞാൻ ഈ കാർബണെ കുറിച്ചാണ് പറയുന്നത്. CH ട്രിപ്പിൾ ബോണ്ട് C, ഈ CH sp ആണ്. അതപ്പോൾ ആ പോസിറ്റീവ് ചാർജിനെ നന്നായിട്ട് എന്താ പറയുക, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയുകൊണ്ട് ആ പോസിറ്റീവ് ചാർജിനെ അത്രയധികം ഡീസ്റ്റെബിലൈസ് ചെയ്യും. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, സ്റ്റെബിലിറ്റി ഓർഡർ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ CH3 CH2 പ്ലസ് is greater than CH2 double bond CH plus is greater than CH triple bond C plus. ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം മക്കളെ, ഇവിടെ ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് sp2 കേട്ടോ. നേരെ മറിച്ച് ഇതാണെങ്കിൽ ദാറ്റ് ഇസ് sp3. ഈ കാർബണിൻ്റെ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് sp. കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, കാർബൺ വിത്ത് എ പോസിറ്റീവ് ചാർജ് ആൻഡ് 2 സിഗ്മ ബോണ്ട്സ്. ഇവിടെ 2 സിഗ്മ ബോണ്ട് ഇല്ല, ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ആൻഡ് ഹൈഡ്രജൻ്റെ ഒപ്പം ഒരു സിഗ്മ ബോണ്ട്, ദാറ്റ്സ് sp. ഈ കാർബൺ ആണെങ്കിൽ ദാറ്റ്സ് sp2. അപ്പോൾ സാറ് വേണമെങ്കിൽ ഇവിടെ എഴുതി തരാം, ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇസ് sp3, ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇസ് sp2, ഈ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇസ് sp. മനസ്സിലാക്കുക.
Got it? In rule number 2, if electronegativity is same, then stability of carbocation or free radical, രണ്ടും സെയിം ആണ്, രണ്ടും ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്പീഷീസ് ആണ്, ഫോളോസ് ദി ഓർഡർ ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. കാര്യം എന്താണ്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇപ്പോൾ 3 കാർബൺസ് 3 മീഥൈൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ ഈ 3ഉം +I ഗ്രൂപ്പ്സ് അല്ലേ? 3ഉം +I ഗ്രൂപ്പ്സ് ആണ്. ദാറ്റ് മീൻസ് +I ഗ്രൂപ്പ്സ് വിൽ ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. കാർബോകാറ്റയോൺ വിഷം നലഞ്ഞു കിടക്കുന്ന ഒരു സംഭവമാണ്, അതിന് ഇലക്ട്രോൺസ് വേണം. അപ്പോൾ +I ഗ്രൂപ്പ്സ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് വിൽ ഇൻക്രീസ് സ്റ്റെബിലിറ്റി. ഇവിടെ 2 +I ഗ്രൂപ്പ്സേ വരുന്നുള്ളൂ, ഇവിടെ 1 +I ഗ്രൂപ്പേ വരുന്നുള്ളൂ. പിന്നെ സത്യത്തിൽ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഹൈപ്പർ കോൺജുഗേഷൻ സ്റ്റെബിലിറ്റി ഓൾസോ. അതാണ് കൂടുതൽ ഡോമിനൻറ്റ്. ഹൈപ്പർ കോൺജുഗേഷൻ എന്താണെന്നുള്ളത് സാറ് കാണിച്ചു തരാം. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രം പഠിക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമേ സാറ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ ഫാക്ടറും കൂടി വരും. അതിനെക്കുറിച്ച് സാറ് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അത്, ബട്ട് സ്റ്റിൽ. ഇനി ഇഫ് റൂൾ 1 and 2 ഫെയിൽസ്, 1ഉം 2ഉം ഫെയിൽ ചെയ്യുകയാണെങ്കിൽ always understand stability of carbocation or free radical is directly proportional to +I group and inversely proportional to -I group. +I group stronger ആണെങ്കിൽ, +I group ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ഇൻക്രീസസ്, -I group ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ഡിക്രീസസ്. കാര്യം -I എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിനെ വലിക്കുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി പോസിറ്റീവ് ചാർജ് ഉള്ള ഒരുത്തനാണ്, അവനിൽ നിന്ന് ഇലക്ട്രോൺസ് വലിക്കുമ്പോൾ അവൻ്റെ സ്റ്റെബിലിറ്റി കുറയല്ലേ ചെയ്യുള്ളൂ. നേരെ മറിച്ച് +I ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസിനെ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബിരിയാണി മേടിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാവില്ലേ? അപ്പോൾ കാർബോകാറ്റയോൺസിന് +I ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് ഇറ്റ് മോർ സ്റ്റേബിൾ. സോ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് സ്റ്റെബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് സ്റ്റെബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഫൈൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി വരാൻ പോകുന്നത് DNP റൂൾ. ഇതൊരു ട്രിക്ക് മാത്രമാണ് മക്കളെ, ഇതൊരു ട്രിക്ക് മാത്രമാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ പ്രയോറിറ്റി റൂൾ. ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓൾവേസ് ഗിവ് പ്രിഫറൻസ് ടു ഡിസ്റ്റൻസ്. അതായത് ഇപ്പോൾ അതെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു കാർബൺ ചെയിൻ ഉണ്ട്, ഇവിടെ CH2+ ഉണ്ട്. ഓക്കെ, അതായത് ഇഫ് ദ +I ഗ്രൂപ്പ് ഓർ -I ഗ്രൂപ്പ് ഇസ് ഓവർ ഹിയർ, ഇപ്പം ഇവിടെയാണ് -I ഗ്രൂപ്പ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, ലെറ്റസ് സേ ഇതൊരു ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്ലൂറിനാണെന്ന് വിചാരിക്കുക, ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്ലൂറിനാണെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ ഒരു കാർബോകാറ്റയോൺ, ഇവിടെ ഒരു കാർബോകാറ്റയോൺ, ഇവിടെ ഒരു കാർബോകാറ്റയോൺ, ഇവിടെ ഒരു NO2 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു NO2 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് അവർ ചോദിക്കുക ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ഏതാണെന്ന്. നിങ്ങൾ നോക്കുമ്പോൾ NO2 is more -I than ഫ്ലൂറിൻ. NO2 ഗ്രൂപ്പ് ഫ്ലൂറിനേലും -I സ്ട്രെങ്ത് ഉള്ളതല്ലേ. NO2 ഗ്രൂപ്പ് നിങ്ങൾ നോക്കുക മക്കളെ, NO2 ഗ്രൂപ്പ് ഹാലജൻസിനേലും സ്ട്രോങ്ങർ ആണ് -I ഇഫക്റ്റിൽ. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഇതാണെന്ന് പറയും. പക്ഷെ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഇവിടെ ഫ്ലൂറിൻ ഇസ് നിയറർ ടു ദ കാർബോകാറ്റയോൺ, ഇവിടെ NO2 is far, it is in the 3rd carbon അല്ലേ, ഫസ്റ്റിൽ ഇറ്റ് ഇസ് ഇൻ ദ 2nd കാർബൺ. അപ്പോൾ ഡിസ്റ്റൻസും സ്ട്രെങ്ത്തും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസിന് പ്രയോറിറ്റി കൊടുക്കുക. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഗ്രൂപ്പ്, ഡിസ്റ്റൻസിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. അത് കഴിഞ്ഞ് നമ്പർ ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഗ്രൂപ്പ്സ്, അത് കഴിഞ്ഞിട്ടേ പവർ വരുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ടേ സ്ട്രെങ്ത് ഓഫ് ഇൻഡക്റ്റീവ് ഗ്രൂപ്പ് വരുന്നുള്ളൂ. ആദ്യം ഡിസ്റ്റൻസിന്, പിന്നെ നമ്പർ, പിന്നെ പവർ. DNP, ഡിസ്റ്റൻസിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി, പിന്നെ നമ്പർ ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഗ്രൂപ്പ്, പിന്നെ പവർ. ഓക്കെ, ഇത് JEE ക്വസ്റ്റ്യൻസിൽ എല്ലാത്തിലും ഈ DNP റൂൾ അപ്ലൈ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, 1 2 3 4, ഈ 4 എണ്ണത്തിൽ വാട്ട് ഇസ് ദ സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് കാർബോകാറ്റയോൺ. സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് കാർബോകാറ്റയോൺ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും നോക്കിക്കേ, ഓക്സിജൻ ഇവിടെ അറ്റാച്ച്ഡ് ആണ്, ഇവിടെ നൈട്രജൻ അറ്റാച്ച്ഡ് ആണ്, ഇവിടെ ഓക്സിജൻ അറ്റാച്ച്ഡ് ആണ്, ഇവിടെ നൈട്രജൻ അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ബേസിക്കലി ആദ്യം എന്താ നോക്കേണ്ടത്? ഡിസ്റ്റൻസ്. എല്ലാം -I ഗ്രൂപ്പ്സ് ആണ്, ഇതിലെല്ലാം -I ഗ്രൂപ്പ്സ് ആണ്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഓപ്ഷൻ 1ലും ഓപ്ഷൻ 2ലും ഈ -I ഗ്രൂപ്പ്സ് ആർ ക്ലോസർ. ഓക്കെ, അല്ല അനന്തു, അവിടെ NO2ല് ഓക്സിജൻ്റെ സ്ട്രെങ്ത്തും കൂടി അതിൽ വരും, അതുകൊണ്ടാണ്.
ഇലക്ട്രോനെഗറ്റിവിറ്റി ഫ്ലൂറിനും നൈട്രജനും മാത്രമല്ല അവിടെ കൺസിഡറേഷൻ വരുന്നത്. NO2-ൽ നൈട്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കൂടി ഉണ്ട്. ഓക്കെ, ബിക്കോസ് ഓഫ് ദി ഓക്സിജൻ. അതും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് അതിൻ്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും നോക്കിക്കേ മക്കളെ, ഓപ്ഷൻ 3-ലും ഓപ്ഷൻ 4-ലും ദ -I ഗ്രൂപ്പ്സ് ആർ ഫാർ അവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ്. -I ഗ്രൂപ്പ്സ് ആർ ഫാർ അവേ ഫ്രം ദ പോസിറ്റീവ് ചാർജ് അല്ലേ, 3-ലും 4-ലും. അതിൽ തന്നെ ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ നൈട്രജൻ. ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ നൈട്രജൻ. സോ ബേസിക്കലി ഏറ്റവും സ്റ്റേബിൾ വരാൻ പോകുന്നത് 4 ആണ് അല്ലേ. കാര്യം -I ഗ്രൂപ്പ്സിൽ -I ഗ്രൂപ്പ്സ് പോസിറ്റീവ് ചാർജിനെല്ലാം ദൂരെയാണെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ അല്ലേ. -I ഗ്രൂപ്പ് പോസിറ്റീവ് ചാർജിൻ്റെ അടുത്താണെങ്കിൽ ആ പോസിറ്റീവ് ചാർജിൻ്റെ സ്റ്റെബിലിറ്റി അത്രയും കുറയും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം ആർക്കാണ്? 3-നും 4-നും. അതിൽ തന്നെ നൈട്രജൻ്റെ -I സ്ട്രെങ്ത് കുറവാണ്. സോ 4 ഇസ് ദ ഗ്രേറ്റസ്റ്റ്. അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞിട്ട് 1-നും 2-നും ദേ ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ പോസിറ്റീവ് ചാർജ്. 1-ഉം 2-ഉം ദേ ആർ ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദ പോസിറ്റീവ് ചാർജ്. അതിൽ തന്നെ നൈട്രജൻ്റെ ശക്തി കുറച്ച് കുറവല്ലേ, നൈട്രജൻ്റെ ശക്തി കുറച്ച് കുറവല്ലേ. സോ ബേസിക്കലി 4, 3, 2, 1 4, 3, 2, 1 ആയിരിക്കും ആൻസർ വരാൻ പോകുന്നത്. മനസ്സിലായോ മക്കളെ? 4 ഗ്രേറ്റർ ദാൻ 3 ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ 1. നെക്സ്റ്റ്, ഫൈൻഡ് കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. ഫൈൻഡ് കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ. എല്ലാവരും നോക്കിയേ, ക്ലോറിൻ ആണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, -I ഗ്രൂപ്പാണ്. ക്ലോറിനാണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, -I ഗ്രൂപ്പാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ 4th-ൽ -I ഗ്രൂപ്പേ ഇല്ല, 4th-ൽ -I ഗ്രൂപ്പേ ഇല്ല. സോ ബേസിക്കലി 4th ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ. 4th one will be the most stable. 4th one will be the most stable. കാര്യം അതിൽ -I ഗ്രൂപ്പ് തന്നെ ഇല്ല. സോ 4 will be the most stable. അത് കഴിഞ്ഞിട്ട് ക്ലോറിൻ ഏറ്റവും കൂടുതൽ ദൂരെ ഏതിലാണുള്ളത്? ക്ലോറിൻ ഏറ്റവും കൂടുതൽ ദൂരെ 3rd വണ്ണിലാണുള്ളത് അല്ലേ. സോ 3 comes next. അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞിട്ട് ക്ലോറിൻ ഏറ്റവും കൂടുതൽ ദൂരം 1-ലാണുള്ളത്. സോ 1 comes next. അത് കഴിഞ്ഞിട്ട് 2. കാര്യം 2-ലാണ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്, അതായത് ക്ലോറിൻ പോസിറ്റീവ് ചാർജിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഓക്കെ, ഫൈൻ, ഗോട്ട് ഇറ്റ്. അനന്തു കുട്ട ആടാ, NO2-ഉം F-ഉം കമ്പയർ ചെയ്യുമ്പോൾ അനന്ത് ചോദിക്കുന്നുണ്ട്, സാർ NO2 F-ഉം കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഫ്ലൂറിന് കൂടുതൽ NO2-ന് കൂടുതൽ -I ഇഫക്റ്റ്? കാര്യം NO2-ൽ ഓക്സിജൻ്റെ പവറും കൂടി കയറി വരുന്നുണ്ട്. ഗോട്ട് ഇറ്റ്. NO2-ൽ ഓക്സിജൻ്റെ പവറും കൂടി കയറി വരും. നൈട്രജന് ഒരു പോസിറ്റീവ് ചാർജ് ക്യാരക്ടർ ഉണ്ട് അവിടെ. ദാറ്റ് ഈസ് വാട്ട് മേക്സ് NO2 വെരി സ്ട്രോങ്. ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ, NO2 നിങ്ങൾ നോക്കുകയാണെങ്കിൽ NO2-യുടെ സ്ട്രക്ചർ ഇതാണ്, NO2-യുടെ സ്ട്രക്ചർ ഇതാണ്. ഇവിടെ നൈട്രജൻ ഒരു പോസിറ്റീവ് ചാർജ് കയറി വരുന്നുണ്ട്. ഈ നൈട്രജൻ്റെ ഈ പോസിറ്റീവ് ചാർജ് കാരണമാണ് ഇറ്റ് മേക്സ് ഇറ്റ് വെരി വെരി സ്ട്രോങ് -I ഗ്രൂപ്പ്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ നേരെ ഉൾട്ടയായിരിക്കും. സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ നേരെ ഉൾട്ടയായിരിക്കും. റൂൾ നമ്പർ 1, ആസ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ ഇൻക്രീസസ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഈ കാർബൺ sp ഹൈബ്രിഡൈസ്ഡ് ആണ്, ഇവിടെ ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്, ഇവിടെ ഈ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലേ, അല്ലേ മക്കളെ? ഈ കാർബൺ sp ഹൈബ്രിഡൈസ്ഡ് ആണ്. കാര്യം അതിലൊരു ലോൺ പെയറും ഉണ്ട്, ഒരു സിഗ്മ ബോണ്ടും ഉണ്ട്. ഈ കാർബൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ ലോൺ പെയർ ആൻഡ് എ സിഗ്മ ബോണ്ട്. 1 ലോൺ പെയർ 1 സിഗ്മ ബോണ്ട്, sp ഹൈബ്രിഡൈസ്ഡ്. sp ഹൈബ്രിഡൈസ്ഡിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ കാർബണിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ, അതായത് ഡബിൾ ബോണ്ടഡ് കാർബണിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് sp2 ഹൈബ്രിഡൈസ് കാർബൺ. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറച്ച് കുറവായിരിക്കും, സ്റ്റെബിലിറ്റി കുറച്ച് കുറവായിരിക്കും. പിന്നെ നെഗറ്റീവ് ചാർജ് ഓൺ sp3 ഹൈബ്രിഡൈസ് കാർബൺ, സിംഗിൾ ബോണ്ടഡ് കാർബൺ, അത് ഏറ്റവും കുറവ് സ്റ്റെബിലിറ്റി ആയിരിക്കും. Rule number 2, if electronegativity is same, then the stability of carbanion follows the order tertiary less than secondary less than primary. നിങ്ങൾക്കറിയാലോ, ഇവിടെ 3 +I ഗ്രൂപ്പ്സ് ഒരുമിച്ചുണ്ട്. നിങ്ങൾ ഓൾറെഡി ബിരിയാണി കഴിച്ച് വയറ് ഫുള്ളാണ്. നിങ്ങളിലേക്ക് കൂടുതൽ ബിരിയാണി കുത്തിക്കയറ്റാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നെഗറ്റീവ് ചാർജ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ +I ഗ്രൂപ്പ്സ് കൂടുതൽ അറ്റാച്ച്ഡ് ആണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് ഇറ്റ് ലെസ് സ്റ്റേബിൾ. ഇവിടെ 2 +I ഗ്രൂപ്പ്സേ ഉള്ളൂ, അതുകൊണ്ട് സ്റ്റെബിലിറ്റി കുറച്ചും കൂടി കൂടുതലാണ്. ഇവിടെ ഒറ്റ +I ഗ്രൂപ്പേ ഉള്ളൂ, അതുകൊണ്ട് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലാണ്. ഓക്കെ മക്കളെ, സോ ഇവിടെ സ്റ്റെബിലിറ്റി ഓർഡർ വിൽ ബി ദിസ് വൺ. ഓക്കെ, പിന്നെ റൂൾ നമ്പർ 3, സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് കുറേ ബിരിയാണി കഴിച്ചാൽ നിങ്ങളുടെ വയറ് ഫുള്ളാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ഫുഡ് ഞാൻ കുറച്ച് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഹാപ്പി ആവും, അത് തിന്ന് തീർക്കണ്ട. അതേപോലെ തന്നെയാണ് കാർബാനയോൺ. കാർബാനയോണിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട്,
അപ്പോൾ അതൊരു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമായിട്ട് അല്ലെങ്കിൽ മൈനസ് ഐ ഗ്രൂപ്പായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ അത് കാർബാൻഡിയോണിൻ്റെ നെഗറ്റീവ് ചാർജ് കുറച്ച് വലിച്ചെടുക്കും. ഈ ചാർജ് ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. ചാർജ് ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനെ കുറച്ച് വലിച്ചെടുക്കുകയാണെങ്കിൽ ഇറ്റ് മേക്സ് ഇറ്റ് മോർ സ്റ്റേബിൾ. നേരെ മറിച്ച് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലോ, അതിങ്ങനെ പുഷ് ചെയ്ത് കയറ്റും. ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ഡെൻസിറ്റി വീണ്ടും പുഷ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ ദാറ്റ് മേക്സ് ഇറ്റ് ലെസ് സ്റ്റേബിൾ. അതുകൊണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ഇവിടെയും ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് DNP റൂള് വാലിഡ് ആണ്. കാർബാനയോൺസിൻ്റെ കേസിലും DNP റൂള് വാലിഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി. ഇവിടെ നോക്കിയ മക്കളെ, കാർബാനയോൺസ് ആണ് എല്ലാം, 4 എണ്ണം കാർബാനയോൺസാണ്. ഇവിടെ മൈനസ് ഐ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ മൈനസ് ഐ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ മൈനസ് ഐ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ 2 മൈനസ് ഐ ഗ്രൂപ്പ് ഉണ്ട്. ഇത് 2 മൈനസ് ഐ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഡിസ്റ്റൻസിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഏറ്റവും അടുത്തുള്ളത് ഇതാണ്. എല്ലാം മൈനസ് ഐ ഗ്രൂപ്പാണ്, അതിൽ ഏറ്റവും അടുത്തുള്ളത് ക്ലോറിനാണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി ദ മോസ്റ്റ്, ഏറ്റവും അടുത്തുള്ളത് ഈ ഫസ്റ്റ് ഓപ്ഷനിലാണ്. മൈനസ് ഐ ഗ്രൂപ്പ് ഇസ് ദ ക്ലോസസ്റ്റ് ഇൻ ദ ഫസ്റ്റ് ഓപ്ഷൻ. സോ ബേസിക്കലി 1 ആയിരിക്കും ഏറ്റവും സ്റ്റേബിൾ. അത് കഴിഞ്ഞിട്ട് നമ്പറിന് പ്രയോറിറ്റി കൊടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ ബാക്കി എല്ലാത്തിനും ഡിസ്റ്റൻസ് ഇക്വിഡിസ്റ്റൻ്റ് ആണ്. കാർബാനിയോണിൽ നിന്ന് ബാക്കി എല്ലാത്തിനും ഡിസ്റ്റൻസ് ഇക്വിഡിസ്റ്റൻ്റ് ആണ് അല്ലേ? 1, 2, 3 കാർബൺ, 1, 2, 3 കാർബൺ, 1, 2, 3 കാർബൺ. അങ്ങനെ ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ നമ്പറിന് പ്രയോറിറ്റി കൊടുക്കണം. എത്ര ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്? ഇവിടെ 2 എണ്ണം ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് സെക്കൻഡ് മോസ്റ്റ് ആയിരിക്കും. പിന്നെയാണ് പവറിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. NO2 ആണോ CN ആണോ മോസ്റ്റ് പവർഫുൾ? NO2 ആണ് മോസ്റ്റ് പവർഫുൾ. സോ ബേസിക്കലി 2 comes and then 3 comes. ഇതാണ് DNP റൂള് മനസ്സിലാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എല്ലാം ഉണ്ട്. ഡിസ്റ്റൻസ് ആദ്യം നോക്കുക, ഏറ്റവും ക്ലോസസ്റ്റ് ചെയ്ത ഫസ്റ്റ് ഓപ്ഷനിൽ. സോ ബേസിക്കലി ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് സ്റ്റേബിൾ. അത് കഴിഞ്ഞിട്ട് നമ്പർ നോക്കുമ്പോൾ ഈ 4th ഓപ്ഷനിലാണ് 2 മൈനസ് ഐ ഗ്രൂപ്പ്സ് ഉണ്ട്, അപ്പോൾ അത് സെക്കൻഡ് വരും. പിന്നെ വരുന്നത് പവർ NO2ഉം CN നോക്കുമ്പോൾ NO2നാണ് കൂടുതൽ പവർ. സോ 1 greater than 4 greater than 2 greater than 3. മനസ്സിലായ മക്കളെ? 1 greater than 4 greater than 2 greater than 3. ഇനി നമുക്ക് അസിഡിക് സ്ട്രെങ്ത്തിലേക്ക് പോകാം. മക്കളെ, ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. വാട്ട് ഇസ് എ ഗുഡ് ആസിഡ്? എനിത്തിങ് ദാറ്റ് ഗിവ്സ് H+ തരാൻ കെൽപ്പുള്ളവനാണ് ഗുഡ് ആസിഡ്. ഈ H+ തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് കോൺജുഗേറ്റ് ബേസ് ആണ് അല്ല? ഇപ്പം HCl H+ തന്നു കഴിഞ്ഞാൽ Cl- കിട്ടും. ദാറ്റ്സ് എ കോൺജുഗേറ്റ് ബേസ് അല്ലേ മക്കളെ? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അവർ തമ്മിൽ എപ്പോഴും അടിയാണെങ്കിൽ അവർ പിരിഞ്ഞിരിക്കാനല്ലേ നോക്കുള്ളൂ, അവർ പിരിഞ്ഞിരുന്നാലല്ലേ സ്റ്റേബിൾ ആവുള്ളൂ. അതേപോലെ തന്നെ H+ഉം കോൺജുഗേറ്റ് ബേസും തമ്മിൽ എപ്പോഴും അടിയാണെങ്കിൽ അവർ പിരിഞ്ഞിരിക്കാൻ നോക്കും, അവർ പിരിഞ്ഞിരുന്നാലേ കൂടുതൽ സ്റ്റേബിൾ ആവുള്ളൂ. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് എ സ്ട്രോങ് ആസിഡ് വിൽ ഹാവ് എ സ്റ്റേബിൾ കോൺജുഗേറ്റ് ബേസ്. ഒരു സ്ട്രോങ് ആസിഡ് എപ്പോഴും H+നെ പുറത്തേക്ക് കളയാൻ നോക്കും, എന്നാലേ കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ ആവുള്ളൂ. H+ പെട്ടെന്ന് പുറത്തേക്ക് കളയാൻ നോക്കും, കാര്യം കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ ആവും. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് acidity is directly proportional to stability of conjugate anion. Acidity of a substance is directly proportional to stability of conjugate anion. ആ കോൺജുഗേറ്റ് ആനിയോൺ സ്റ്റേബിൾ ആണെങ്കിൽ H+നെ പെട്ടെന്ന് ചവിട്ടി പുറത്താക്കും, നേരത്തെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ജഗട പോലെ. അപ്പോൾ ആനയോണിൻ്റെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് അറിയാലോ. ആനയോൺ സ്റ്റെബിലിറ്റി is directly proportional to electron withdrawing group, inversely proportional to electron donating group. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആസിഡ് ബിക്കം സ്ട്രോങ്ങർ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആസിഡ് ബിക്കംസ് വീക്കർ. മനസ്സിലാക്കുക. അതായത് മൈനസ് ഐ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആസിഡ് സ്ട്രോങ്ങർ, പ്ലസ് ഐ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആസിഡ് ഇസ് വീക്കർ. കാര്യം നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. ആസിഡ് സ്ട്രോങ് ആവണമെങ്കിൽ കോൺജുഗേറ്റ് ബേസ് സ്റ്റേബിൾ ആവണം. കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ആനയോൺ ആണ്. ആനയോണിന്റെ സ്റ്റെബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആസിഡ് സ്ട്രോങ്ങർ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആസിഡ് ഇസ് വീക്കർ. അല്ലേ മക്കളെ? ഫൈൻ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത്. ഇവിടെ നോക്കുക, എല്ലാം മൈനസ് ഐ ഗ്രൂപ്പാണ്. BR ഇവിടെ മൈനസ് ഐ ഗ്രൂപ്പ്, CL ഇവിടെ മൈനസ് ഐ ഗ്രൂപ്പ്, ഇവിടെ മൈനസ് ഐ ഗ്രൂപ്പ്. അപ്പോൾ എവറിത്തിങ് ഇസ് മൈനസ് ഐ ഗ്രൂപ്പ്. ഇവിടെ നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുന്നത് എന്താ? ഡിസ്റ്റൻസിന്. ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ 1ലും ഓപ്ഷൻ 2ലുമാണ് മൈനസ് ഐ ഗ്രൂപ്പ്സ് ആർ ക്ലോസർ. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കും.
അതിൽ തന്നെ ഇപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ പിന്നെ നമ്മൾ എന്താ നോക്കണ്ടത്? ഡിസ്റ്റൻസ് സെയിം, ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ COHൽ നിന്ന ഡിസ്റ്റൻസ് കേട്ടോ, ആ ആസിഡിക് ഗ്രൂപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് സാറ് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് രണ്ടിൻ്റെയും സെയിം ആണെങ്കിൽ പിന്നെ നോക്കേണ്ടത് പവർ ഓഫ്, ഇവിടെ എന്തായാലും നമ്പർ സെയിം ആണ്, നമ്പർ ഓഫ് -I ഗ്രൂപ്പ്സ് രണ്ടിടത്തും സെയിം ആണ്. അപ്പോൾ പിന്നെ നോക്കേണ്ടത് പവർ. ക്ലോറിനാണ് മോർ പവർഫുൾ ബിക്കോസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പോൾ 2 ആണ് ആദ്യം വരുന്നത്. 2 ഇസ് ദ മോസ്റ്റ് അസിഡിക്. അത് കഴിഞ്ഞിട്ട് 1. അത് കഴിഞ്ഞിട്ട് 3ഉം 4ഉം നോക്കുകയാണെങ്കിൽ അഗെയിൻ രണ്ടുപേരും ഇക്വിഡിസ്റ്റൻസ് ഫ്രം COH ആണ്. രണ്ടുപേരും COHൽ നിന്ന് ഇക്വിഡിസ്റ്റൻസ് ആണ്. അതിൽ തന്നെ ക്ലോറിൻ ഇസ് മോർ പവർഫുൾ. സോ 2 greater than 1 greater than 3 greater than 4. 2 greater than 1 greater than 3 greater than 4. മനസ്സിലായ മക്കളെ? DNP റൂൾ വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്, വളരെ വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ്, ഓർഡർ ഓഫ് KA ഇൻ ദ ഫോളോയിങ്. KA എന്ന് വെച്ചാൽ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ സാർ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ. KA ഇൻക്രീസസ്, ആസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ് അല്ലേ? KA ഇൻക്രീസസ്, ആസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ്. KA കൂടുതലാണെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിൽ ഏതാണ് അസിഡിക് ഗ്രൂപ്പ്? OH ആണ് ഇവിടുത്തെ അസിഡിക് ഗ്രൂപ്പ്. OH ആണ് ഇവിടെ അസിഡിക് ഗ്രൂപ്പ്. അപ്പോൾ OHൽ നിന്ന് ഈ -I ഗ്രൂപ്പ്സോ +I ഗ്രൂപ്പ്സോ ഉള്ള ഡിസ്റ്റൻസും പവറൊക്കെ നോക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുക മക്കളെ, ഡിസ്റ്റൻസ് നോക്കുക. ഡിസ്റ്റൻസ് നോക്കുമ്പോൾ 1ലും 2ലും -I ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് ക്ലോസസ്റ്റ് അല്ലേ? 1ലും 2ലും -I ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് ക്ലോസസ്റ്റ് ടു OH ഗ്രൂപ്പ് അല്ലേ? 3ലും 4ലും കുറച്ചും കൂടി ദൂരെയാണ്, OHനേലും കുറച്ചും കൂടി ദൂരെയാണ് -I ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അല്ലേ? 1ലും 2ലും ഫസ്റ്റ് കാർബണിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് 1ലും 2ലും ആണ് ക്ലോസസ്റ്റ്. ഡിസ്റ്റൻസ് 1ലും 2ലും സെയിം ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ നോക്കണം. നമ്പർ ഓഫ് -I ഗ്രൂപ്പ്സ് 2ൽ കൂടുതലാണ്. നമ്പർ ഓഫ് -I ഗ്രൂപ്പ്സ് 2ൽ കൂടുതലാണ്. സോ ബേസിക്കലി 2 ആയിരിക്കും കൂടുതൽ അസിഡിക്. 2 കഴിഞ്ഞിട്ട് 1 വരും. അത് കഴിഞ്ഞിട്ട് 3ഉം 4ഉം നോക്കാം. 3ലും 4ലും അഗെയിൻ രണ്ടുപേരും ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം OH ആണ്. അതിൽ തന്നെ നമ്പർ നോക്കുകയാണെങ്കിൽ 4ൽ 2 -I ഗ്രൂപ്പ് ഉണ്ട്. 4 സോ 4 കംസ് നെക്സ്റ്റ്. 2 greater than 1 greater than 4 greater than 3. 2 greater than 1 greater than 4 greater than 3. അതായത് ഓപ്ഷൻ 3 ആണ് ആൻസർ. മനസ്സിലായ മക്കളെ? ഗോട്ട് ഇറ്റ്? ഇപ്പോൾ ഈ DNP റൂൾ അറിയെങ്കിൽ ടക്കെന്ന് ഇത്തരം കൺഫ്യൂഷൻസ് ഒഴിവാക്കാം. ഡിസ്റ്റൻസ്, നമ്പർ, പവർ മനസ്സിലായെങ്കിൽ ഒരു ഹാർട്ടോ ഒരു തംസപ്പോ ഒരു ലൈക്കോ ഇട്ടേടാ മക്കളെ. സാറിന് കുറച്ച് മോട്ടിവേഷൻ തന്നേടാ പോരട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ഇൻ ഓർഡർ ഓഫ് ഡിക്രീസിങ് PKB. എല്ലാവരും നോക്കിക്കേ മക്കളെ. ഡിക്രീസിങ് PKA വാല്യൂസ് ആണ് കേട്ടോ. ആസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറാണ് ഇവിടെ. ഡിക്രീസിങ് PKA. അറേഞ്ച് ഇൻ ഓർഡർ ഓഫ് ഡിക്രീസിങ് PKA. ബേസിക്കലി നിങ്ങൾക്കറിയാം PKA is less means KA is more. That means it is more acidic. അതായത് അസിഡിക് ആണെങ്കിൽ PKA കുറവായിരിക്കും, KA കൂടുതലായിരിക്കും. മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും അസിഡിക് ആരായിരിക്കും? ആദ്യം എല്ലാവരും നോക്കുക. എല്ലാം കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. എല്ലാം -I ഗ്രൂപ്പാണ് അറ്റാച്ച്ഡ്. അതിൽ തന്നെ ഓപ്ഷൻ എയിലാണ് ഡിസ്റ്റൻസ് ഏറ്റവും ക്ലോസസ്റ്റ്. -I ഗ്രൂപ്പ് ഇസ് ക്ലോസസ്റ്റ് ഇൻ ഓപ്ഷൻ എ. അപ്പോൾ ബേസിക്കലി A ആണ് ഏറ്റവും അസിഡിക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്പറാണ്. നമ്പർ നോക്കുമ്പോൾ ബിയിലും സിയിലും ഡിയിലും ദേ ആർ ഇക്വിഡിസ്റ്റൻറ്റ്. നിങ്ങൾ നോക്കിയേ, ബിയിൽ 1 2 ദ സെക്കൻഡ് കാർബൺ ഫ്രം കാർബോക്സിലിക് ആസിഡിലാണ് Cl അറ്റാച്ച്ഡ്. സിയിലും സെക്കൻഡ് കാർബൺ ഫ്രം കാർബോക്സിലിക് ആസിഡ് ആണ് ഫ്ലൂറിൻ അറ്റാച്ച്ഡ്. ഡിയിലും സെക്കൻഡ് കാർബൺ ഫ്രം കാർബോക്സിലിക് ആസിഡ് ആണ് ബ്രോമിൻ അറ്റാച്ച്ഡ്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിമാണ്. അപ്പോൾ നമ്പറാണ് നോക്കേണ്ടത്. നമ്പറിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആരാ? ബി. അപ്പോൾ A greater than B. പിന്നെ പവർ നിങ്ങൾ സിയും ഡിയും നോക്കുകയാണെങ്കിൽ ഫ്ലൂറിനാണ് ബ്രോമിനേലും പവർ. സോ A greater than B greater than C greater than D. A greater than B greater than C greater than D. മനസ്സിലായ മക്കളെ? സോ ബേസിക്കലി ആസിഡിക് സ്ട്രെങ്ത് ആണ് കേട്ടോ ഇതാണ് ആസിഡിക് സ്ട്രെങ്ത്. ദിസ് ഇസ് ആസിഡിക് സ്ട്രെങ്ത് ഓർഡർ.
ഇത് അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ. അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ ഇതാണെങ്കിൽ പി കെ വാല്യൂസിൻ്റെ ഓർഡർ എന്തായിരിക്കും? അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ ഇതാണെങ്കിൽ പി കെ വാല്യൂസിൻ്റെ ഓർഡർ എന്തായിരിക്കും? എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ലെസ് ദാൻ ഡി. പി കെ വാല്യൂസിൻ്റെ ഓർഡർ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി ലെസ് ദാൻ ഡി ആയിരിക്കും. അസിഡിക് സ്ട്രെങ്ത് കൂടുമ്പോൾ പി കെ വാല്യൂസ് കുറയും. സോ ബേസിക്കലി ആൻസർ വരാൻ പോകുന്നത് 3 ആണ്. ആൻസർ വരാൻ പോകുന്നത് 3 ആണ്. മനസ്സിലായ മക്കളെ? ഗോട്ട് ഇറ്റ്? എ ഈസ് എ മോസ്റ്റ് അസിഡിക്, അത് കഴിഞ്ഞിട്ട് ബി വരും, അത് കഴിഞ്ഞിട്ട് സി, അത് കഴിഞ്ഞിട്ട് ഡി. മനസ്സിലായ മക്കളെ? ആസിഡിക് സ്ട്രെങ്ത് അല്ല ചോദിച്ചിരിക്കുന്നത്, ഡിക്രീസിങ് പി കെ വാല്യൂസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിക്രീസിങ് പി കെ വാല്യൂസ്. കൺഫ്യൂസ് ആവരുത് മക്കളെ. ആസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പി കെ വാല്യൂസിൻ്റെ ഓർഡർ. മനസ്സിലായ മക്കളെ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേ മക്കളെ. ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് അടിക്കും മക്കളെ, ഒരു ലൈക്ക് അടിക്കും മക്കളെ. പോരട്ടെ? ഇസ് എ ക്ലിയർ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്ട്രെങ്ത്സ് ഓഫ് ദ കബോക്സിലിക് ആസിഡ്സ്. ഈ കബോക്സിലിക് ആസിഡിൻ്റെ സ്ട്രെങ്ത് എല്ലാവരും നോക്കിക്കാൻ മക്കളെ. ഇതാണ് കബോക്സിലിക് ആസിഡ്സ്. -I ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണ്. -I ഗ്രൂപ്പ് ഓക്സിജൻ ആണ് ഇവിടെ ഉള്ളത്. അത് ഏറ്റവും ഫാർ അവേ ഏതിലാണ്? ഓക്സിജൻ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഓപ്ഷൻ 3യിലാണ് അല്ലേ? അത് കഴിഞ്ഞ് 2 ആണ് കുറച്ചും കൂടി ക്ലോസർ. സോ 2 വിൽ ബി ദ മോസ്റ്റ് അസിഡിക്. -I group increases acidic strength. -I group increases acidic strength. So 2 greater than 3 greater than 1. അപ്പോൾ നിങ്ങൾക്ക് 1ഉം 3ഉം എങ്ങനെയാണ്? 1ൽ -I ഗ്രൂപ്പേ ഇല്ല, 1ൽ -I ഗ്രൂപ്പേ ഇല്ല, 3ൽ -I ഗ്രൂപ്പ് എങ്കിലും ഉണ്ടല്ലോ. സോ 2 greater than 3 greater than 1. സോ ബേസിക്കലി ആൻസർ വരുന്നത് 3 ആണ്. മനസ്സിലായ മക്കളെ? ഗോട്ട് ഇറ്റ്? ഇനി നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നു ബേസിക് സ്ട്രെങ്ത്. ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു ഗിവ് ലോൺ പെയർസ്. ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു ഗിവ് ലോൺ പെയർസ്. അപ്പോൾ ബേസിക് സ്ട്രെങ്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു ഗിവ് ലോൺ പെയർ ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആ ബേസിക് ഗ്രൂപ്പിന് ലോൺ പെയർസ് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. കാര്യം ഇവിടെ നിന്ന് നല്ല പുഷ് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ പുഷ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസിനെ പെട്ടെന്ന് കൊടുത്തേ പറ്റൂ. അല്ലേ മക്കളെ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CH3NH2 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ലോൺ പെയർ ഉണ്ട്. ഈ CH3യുടെ പുഷ് കാരണം ഈ ലോൺ പെയർസിന് പെട്ടെന്ന് പുറത്തേക്ക് ചാടാൻ പറ്റും. So it is basic strength is directly proportional to electron donating group, inversely proportional to electron withdrawing group. That means it is directly proportional to plus I effect, inversely proportional to minus I. അതേപോലെ തന്നെ ബേസിക് സ്ട്രെങ്ത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഡെൻസിറ്റി. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കൂടുതലാണ്. ബേസിക് സ്ട്രെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അതായത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ആ ലോൺ പെയർസിനെ പെട്ടെന്ന് വലിച്ചു പിടിക്കും, അത് പെട്ടെന്ന് പുറത്തേക്ക് ചാടാൻ പറ്റില്ല അല്ലേ? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണെങ്കിൽ ലോൺ പെയർസിനെ പെട്ടെന്ന് പിടിച്ചു വെക്കും. ഗോട്ട് ഇറ്റ്? ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ഈസ് ആപ്ലിക്കബിൾ across a period. ഒരു പീരിയഡിൽ കമ്പാരിസൺ വരുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കിക്കേ. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് CH3 മൈനസ് NH2 മൈനസ് OH മൈനസ് F മൈനസ് വാട്ട് ഇസ് ദ ബേസിക് സ്ട്രെങ്ത് ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ കൊടുക്കാം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടും തോറും ഇവരെല്ലാം സെയിം പീരീഡ് ആണല്ലോ. കാർബൺ ഗ്രേറ്റർ ദാൻ നൈട്രജൻ ഗ്രേറ്റർ ദാൻ electronegativity of fluorine greater than oxygen greater than nitrogen greater than carbon, and they are in the same period. Same period ആണെങ്കിൽ electronegativity order നോക്കിയാൽ മതി. പക്ഷെ സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ for group size of orbital matters. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ബേസിക് സ്ട്രെങ്ത് ഓഫ് F മൈനസ് ഇസ് ഗ്രേറ്റർ ദാൻ CL മൈനസ് ഗ്രേറ്റർ ദാൻ BR മൈനസ് ഗ്രേറ്റർ ദാൻ I മൈനസ്.
നിങ്ങൾ ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ച് പോവുകയാണെങ്കിൽ ഫ്ലൂറിൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ നിങ്ങൾ പറയും ബേസിക് സ്ട്രെങ്ത് ഏറ്റവും കുറവായിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, താഴത്തോട്ട് പോകുമ്പോൾ സൈസ് ഓൾസോ മാറ്റേഴ്സ്. ഫ്ലൂറിൻ്റെ ഓർബിറ്റൽ സൈസ് ചെറുതാണ്, അയോഡീൻ്റെ ഓർബിറ്റൽ സൈസ് വലുതാണ്. അപ്പോൾ ഈ വലിയ ഓർബിറ്റലിൽ നിന്ന് ലോൺ പെയർ പുറത്തേക്ക് എടുക്കാൻ പാടാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ പെട്ടി, ഒരു വലിയ പെട്ടി. ചെറിയ പെട്ടിയിൽ ഒരു നാണയമുണ്ട്, വലിയ പെട്ടിയിൽ ഒരു നാണയമുണ്ട്. ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റിയത് ഏതാ? ചെറിയ പെട്ടിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഓർബിറ്റൽ സൈസ് മാറ്റേഴ്സ് ഓവർ ഹിയർ. അപ്പോൾ ഗ്രൂപ്പിലേക്ക് താഴത്തോട്ട് പോകുമ്പോൾ ഓർബിറ്റൽ സൈസ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അതുകൊണ്ടാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? അതേപോലെ തന്നെ കോൺജുഗേറ്റ് ബേസ് ഓഫ് വീക്ക് ആസിഡ് ഇസ് സ്ട്രോങ് ബട്ട് ദാറ്റ് ഓഫ് സ്ട്രോങ് ആസിഡ് ഇസ് വീക്ക്. ഒരു വീക്ക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് വെച്ചാൽ മോർ റിയാക്റ്റീവ് ആണ്. അതേപോലെ സ്ട്രോങ് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആണ്. അപ്പോൾ നേരെ തിരിച്ചും ആലോചിക്കാം, ഒരു സ്ട്രോങ് ബേസിന് ഒരു വീക്ക് കോൺജുഗേറ്റ് ആസിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അസറ്റേറ്റ് CH3CO-, അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് അസറ്റിക് ആസിഡ്, അത് വീക്കാണ്. നേരെ മറിച്ച് ഒരു വീക്ക് ബേസിന് സ്ട്രോങ് ആസിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ Cl-, വീക്ക് ബേസ് ആണ്, അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് സ്ട്രോങ് ആയിരിക്കും, HCl. മനസ്സിലായല്ലോ മക്കളെ? ഗോട്ട് ഇറ്റ്? എല്ലാവരും നോക്കുക. Arrange the following in decreasing order of basic strength. ഇതിലെല്ലാത്തിലും നൈട്രജൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇവിടെ sp ഹൈബ്രിഡൈസ് കാർബൺ ഉണ്ട്, ഇവിടെ sp2 ഹൈബ്രിഡൈസ് കാർബൺ ഉണ്ട്. sp-യുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ ദാറ്റ്സ് എ സ്ട്രോങ്ങർ -I ഗ്രൂപ്പ്. അപ്പോൾ ഈ ലോൺ പെയറിനെ കൂടുതൽ പിടിച്ചു നിർത്തും. സോ ദാറ്റ് ഈസ് എ ലീസ്റ്റ് ബേസിക്. ഏറ്റവും ലീസ്റ്റ് ബേസിക് അതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഏതാ? അത് കഴിഞ്ഞിട്ട് 1 ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് 2. കാര്യം നൈട്രജൻ്റെ ലോൺ പെയറിനെ കൂടുതൽ പിടിച്ചു നിർത്താൻ പോകുന്നത് sp ഹൈബ്രിഡൈസ് കാർബണാണ്. അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്, അതിങ്ങനെ പിടിച്ചു നിർത്തും. sp2 ഹൈബ്രിഡൈസ് കാർബൺ കുറച്ച് പിടിച്ചു നിർത്തും. sp3 ഹൈബ്രിഡൈസ് കാർബൺ ഒട്ടും അങ്ങനെ പിടിച്ചു നിർത്തില്ല, അത് ബേസിക്കലി തള്ളുകയുള്ളൂ. മനസ്സിലായല്ലോ മക്കളെ? ഗോട്ട് ഇറ്റ്? സോ 2 greater than 1 greater than 3, 2 greater than 1 greater than 3, 2 will be the answer. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഫൈൻ. ഇത്ര നോക്കിയാൽ മതി. -I ഗ്രൂപ്പ്സ് ആണെങ്കിൽ സ്ട്രോങ്ങർ ദ -I ഗ്രൂപ്പ്, വീക്കർ ദ ബേസിക് സ്ട്രെങ്ത്. വീക്കർ ദ -I ഗ്രൂപ്പ്, സ്ട്രോങ്ങർ ദ ബേസിക് സ്ട്രെങ്ത്. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഇനി ബേസിക് സ്ട്രെങ്ത് ഓഫ് അമീൻസ് ജനറലി 2 രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. JEE എക്സാമിനേഷന് അവർ ഗേഷ്യസ് മീഡിയം എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, if the basic strength of amines is asked in gaseous medium, നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, tertiary greater than secondary greater than primary greater than ammonia. tertiary amines greater than secondary amines greater than primary amines greater than ammonia. കാര്യം tertiary aminesൽ 3 +I ഗ്രൂപ്പ് ഉണ്ട്. അത് ബേസിക്കലി ലോൺ പെയറിനെ പെട്ടെന്ന് തള്ളി പുറത്താക്കും, പെട്ടെന്ന് ലോൺ പെയർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രൈമറി അമീൻസിൽ ഒറ്റ +I ഗ്രൂപ്പേ ഉള്ളൂ. NH3 +I ഗ്രൂപ്പേ ഇല്ല. അപ്പോൾ ഗേഷ്യസ് മീഡിയത്തിൽ ഇത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. tertiary greater than secondary greater than primary greater than ammonia. പക്ഷേ aqueous മീഡിയത്തിൽ there are 3 factors which affects basic strength. ഒന്ന് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇപ്പം ഞാൻ അമീൻസിനെ പിടിച്ച് വെള്ളത്തിലിടുകയാണെങ്കിൽ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമല്ല. ഗേഷ്യസ് മീഡിയം ആണെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ tertiary greater than secondary greater than primary. പക്ഷേ വെള്ളത്തിലെടുത്ത് ഇടുകയാണെങ്കിൽ ബേസിക് സ്ട്രെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. അപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നോക്കുകയാണെങ്കിൽ tertiary greater than secondary greater than primary. അതേപോലെ സ്റ്റെറിക് ഫാക്ടേഴ്സ് ആൻഡ് ഹൈഡ്രേഷൻ ഇഫക്റ്റ്. സ്റ്റെറിക് ഫാക്ടേഴ്സ് ആൻഡ് ഹൈഡ്രേഷൻ ഇഫക്റ്റ് എന്താണെന്ന് സാറ് പറഞ്ഞു തരാം. ഇപ്പോൾ അതെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ tertiary അമീൻ എടുക്കുകയാണെങ്കിൽ ഇതിൽ 3 ഘടാഘടിയന്മാർ നൈട്രജൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ ഒരു H+ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പാടായിരിക്കും. H+ അറ്റാക്ക് ചെയ്താലല്ലേ അതിന് ലോൺ പെയർ കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഒരു പ്രൈമറി അമീനിന് ആകെ ഒറ്റ ആൽക്കൈൽ ഗ്രൂപ്പേ ചുറ്റുമുള്ളൂ. അപ്പോൾ H+ കുറച്ചും കൂടി പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റെറിക് ഫാക്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈമറി ഈസ് മോർ ബേസിക്, tertiary ഈസ് ലെസ് ബേസിക്. അതേപോലെ ഹൈഡ്രേഷൻ ഫാക്ടർ ഉണ്ട്. ഹൈഡ്രേഷൻ ഫാക്ടർ എന്താണെന്നറിയോ മക്കളെ? നമ്മളിപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇത് tertiary അമീൻ്റെ കോൺജുഗേറ്റ് ആസിഡ്,
ഇത് പ്രൈമറി അമീൻ്റെ കോൺജുഗേറ്റ് ആസിഡ്. R3NH പ്ലസ് ടേർഷറി അമീൻ്റെ കോൺജുഗേറ്റ് ആസിഡ്, RNH3 പ്ലസ് പ്രൈമറി അമീൻ്റെ കോൺജുഗേറ്റ് ആസിഡ്. ഇതിൽ പ്രൈമറി അമീൻ്റെ കോൺജുഗേറ്റ് ആസിഡിനെ വെള്ളത്തിൻ്റെ മോളിക്യൂൾസിന് പെട്ടെന്ന് വന്ന് ചുറ്റും വന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ആണല്ലോ. വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് ആർ പോളാർ, സോ ദേ ക്യാൻ കം അറൗണ്ട് RNH3 പ്ലസ് ഈസിലി. കാര്യം ചുറ്റും ആകെ ഒറ്റ ബോഡി ഗാർഡേ ഉള്ളൂ, ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ. പക്ഷെ ടേർഷറി അമീൻസിന് 3 ബോഡി ഗാർഡ് ഉണ്ട്. അപ്പോൾ ഈ വെള്ളത്തിന് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യാൻ പാടില്ല, കുറച്ച് വെള്ളത്തിൻ്റെ മോളിക്യൂൾസിനെ ചുറ്റും വരുള്ളൂ. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡിൻ്റെ സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ പ്രൈമറി അമീൻസ് ആണ് കൂടുതൽ സ്റ്റേബിൾ. ടേർഷറി അമീൻസ് ലെസ് സ്റ്റേബിൾ ആണ്. കാര്യം ഹൈഡ്രേഷൻ എഫക്റ്റ് ഏറ്റവും കൂടുതൽ പ്രൈമറി അമീൻസിലാണ്. അപ്പോൾ ഹൈഡ്രേഷൻ എഫക്റ്റ് മാത്രം നോക്കുകയാണെങ്കിൽ അഗെയിൻ പ്രൈമറി ഈസ് മോർ ബേസിക് ദാൻ സെക്കൻഡറി, മോർ ബേസിക് ദാൻ ടേർഷറി. സ്റ്റെറിക് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷറി. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നോക്കുകയാണെങ്കിൽ ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അപ്പോൾ ബേസിക്കലി അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്ത് ഇൻ അക്വസ് മീഡിയം പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് നമുക്ക് ഒപ്പോസിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വെച്ചാണെങ്കിൽ ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി, ബാക്കി രണ്ടെണ്ണം വെച്ചാണെങ്കിൽ പ്രൈമറിയാണ് ഗ്രേറ്റർ. അളക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ജെയുടെ സിലബസിൽ നിങ്ങൾ ആകെ 2 എണ്ണം ഓർത്ത് വെച്ചാൽ മതി: മീത്തൈൽ അമീൻസിൻ്റെ ഓർഡർ ആൻഡ് ഈത്തൈൽ അമീൻസിൻ്റെ ഓർഡർ. മീത്തൈൽ അമീൻസ് സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടേർഷറി ഗ്രേറ്റർ ദാൻ അമോണിയ. ഈത്തൈൽ അമീൻസിൽ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടേർഷറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ അമോണിയ. ബാക്കിയുള്ള ഒരു അമീൻസ് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ വല്ല ക്ലൂ തന്നിരിക്കണം. ഈ 2 എണ്ണം മാത്രം ഓർത്ത് വെച്ചാൽ മതി. റീസണും ഓർത്ത് വയ്ക്കുക. അതുകൊണ്ടാണ് റീസൺ ഇത്രയും നേരെ കൊടുത്ത് സാർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. മനസ്സിലായോ മക്കളെ? ഗോഡ്. ഇനി നമുക്ക് നമ്മുടെ വമ്പൻ ഐറ്റത്തിലേക്ക് കിടക്കാം. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നമ്മൾ കണ്ടു, നമുക്ക് റെസണൻസിലേക്ക് കിടക്കാം. റെസണൻസ് എന്നാൽ എന്താണ്? ദ ഫിനോമിനൻ ഓഫ് റെസണൻസ് ഒക്കേഴ്സ് വെൻ a molecule have 2 or more Lewis structures which differ in the position of electrons but not in the relative position of atoms. The various Lewis structures are called canonical or resonating or contributing structures. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു കോമ്പൗണ്ട് നോക്കുക, ഈ ഒരു കാർബോ കാറ്റയോൺ നോക്കുക. ഇതിനെ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. ഇതിലേതാ സത്യം? രണ്ടും സത്യമല്ല. ഇതിൻ്റെ ആക്ച്വൽ മോളിക്യൂൾ എന്ന് പറയുന്നത്, the actual molecule will have features of both these structures. അതായത് എല്ലാവരും നോക്കിക്കേ, ഈ ഫസ്റ്റ് സ്ട്രക്ചർ നോക്കുമ്പോൾ ഈ കാർബണിലാണ് പോസിറ്റീവ് ചാർജ്, സെക്കൻഡ് സ്ട്രക്ചർ നോക്കുമ്പോൾ ഈ കാർബണിലാണ് പോസിറ്റീവ് ചാർജ്. പക്ഷെ സത്യത്തിൽ പോസിറ്റീവ് ചാർജ് ഇസ് സ്പ്രെഡ് അക്രോസ് ബിറ്റ്വീൻ ദീസ് 2 കാർബൺസ്. പോസിറ്റീവ് ചാർജ് ഈ 2 കാർബണിലും സ്പ്രെഡ് അക്രോസ് ആണ്. കുറച്ച് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഇവിടെയും കുറച്ച് ഇവിടെയും. അതായത് സിമ്പിളായിട്ട് പറയാം, നമ്മുടെ കേസ് എടുക്കാം. നമുക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീൻസ് ഉണ്ട്. കുറച്ച് അച്ഛൻ്റെ ചായയും കുറച്ച് അമ്മയുടെ ചായയും നമ്മുടെ DNA-യിൽ രണ്ടും ഉണ്ട്. അതേപോലെ തന്നെയാണ് കനോണിക്കൽ സ്ട്രക്ചേഴ്സ്. കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ആർ നോട്ട് ദി ആക്ച്വൽ ഫോം. കനോണിക്കൽ സ്ട്രക്ചേഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് ആക്ച്വൽ സ്ട്രക്ചേഴ്സ് വരുന്നത്. അതായത് ആക്ച്വൽ സ്ട്രക്ചർ വിൽ ഹാവ് പ്രോപ്പർട്ടീസ് ഓഫ് കനോണിക്കൽ സ്ട്രക്ചേഴ്സ്. കനോണിക്കൽ സ്ട്രക്ചറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ ആക്ച്വൽ സ്ട്രക്ചർ വേറെ, ഹൈബ്രിഡ് സ്ട്രക്ചർ. ഇതിനെയാണ് നമ്മൾ ഹൈബ്രിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ആസ് ഹൈബ്രിഡ് സ്ട്രക്ചർ. ഹൈബ്രിഡ് സ്ട്രക്ചർ വേറെ, കനോണിക്കൽ സ്ട്രക്ചർ വേറെ. കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഡു നോട്ട് എക്സിസ്റ്റ്. കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ജസ്റ്റ് ഐഡിയ പറഞ്ഞു തരുള്ളൂ. ഇപ്പം നമ്മൾ പറയില്ലേ, എൻ്റെ മൂക്ക് കാണാൻ എൻ്റെ അച്ഛൻ്റെ പോലെയാണ്, എൻ്റെ ചെവിയാണ് എൻ്റെ അമ്മയുടെ പോലെയാണ്. അതേപോലെ തന്നെ കനോണിക്കൽ സ്ട്രക്ചേഴ്സിൽ നിന്ന് കുറച്ച് ഫീച്ചേഴ്സ് ആക്ച്വൽ സ്ട്രക്ചറിൽ ഉണ്ടാവും. പക്ഷേ ആക്ച്വൽ സ്ട്രക്ചർ is completely different from canonical structure. മനസ്സിലായോ? Got it മക്കളെ? Got it. ഇനി റെസണൻസ് കാണിക്കണമെങ്കിൽ, for a molecule to show resonance, there should be conjugation. കോൺജുഗേഷൻ കാണിക്കുന്ന മോളിക്യൂൾസ് ഒക്കെയാണ് റെസണൻസ് കാണിക്കുന്നത്. കോൺജുഗേഷൻ കാണിക്കുന്ന മോളിക്യൂൾസ് ആണ് റെസണൻസ് കാണിക്കുന്നത്. കോൺജുഗേഷൻ ഏതൊക്കെ തരമുണ്ട്?
എങ്ങനെയാണ്, വാട്ട് ഇസ് കോൺജുഗേഷൻ, ഏതൊക്കെ ടൈപ്പ് കോൺജുഗേഷൻ ഉണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോൺജുഗേഷൻ ഇസ് ഡബിൾ ബോണ്ട് ആൻഡ് പോസിറ്റീവ് ചാർജ് കോൺജുഗേഷൻ. ഡബിൾ ബോണ്ട് ആൻഡ് പോസിറ്റീവ് ചാർജ് കോൺജുഗേഷൻ, അതായത് ബേസിക്കലി സിമ്പിളായിട്ട് നോക്കുക, ഒരു പോസിറ്റീവ് ചാർജ്, ഒരു സിഗ്മ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റീവിൽ വരികയാണെങ്കിൽ, പോസിറ്റീവ് ചാർജ്, സിഗ്മ ബോണ്ട്, ഡബിൾ ബോണ്ട് ഓൾട്ടർനേറ്റീവിൽ വരികയാണെങ്കിൽ നമുക്ക് ഡബിൾ ബോണ്ടിനെ എടുത്ത് ഓൾവേസ് ഡബിൾ ബോണ്ട് മൂവ്സ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ചാർജ്, അങ്ങനെ കാണുക. റെസണൻസിൽ ഇഫ് യു വോണ്ട് ടു ഡ്രോ റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരയ്ക്കണമെങ്കിൽ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഹയർ ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ നിന്ന് ലോവർ ഇലക്ട്രോൺ ഡെൻസിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പൈ ഇലക്ട്രോൺസിനെ എടുത്ത് പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് ഇടുക, അങ്ങനെയാണ് എപ്പോഴും വരയ്ക്കുക കേട്ടോ. So basically this is double bond and positive charge conjugation. Always understand that stability of positive charge increases. Stability of positive charge increases. Resonance കാരണം. കാര്യം എന്താണ്? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു ചൂട് കപ്പ് കാപ്പി ഒരു കയ്യിൽ വെക്കുകയാണ്, നിങ്ങൾ പൊള്ളിപ്പോവും. പക്ഷെ അതേ കപ്പ് കാപ്പി നിങ്ങൾ രണ്ട് കയ്യിലും ഇങ്ങനെ ഫ്ലിപ്പ് ഫ്ലോപ്പ് കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് പിടിക്കാൻ പറ്റും, കുറച്ചുകൂടി ഈസിലി പിടിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ചാർജ്. ഈ ചാർജ് ഒരാറ്റത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി അൺസ്റ്റേബിൾ. പക്ഷെ ആ ചാർജ് ഡീലോക്കലൈസ്ഡ് ആണെങ്കിൽ, അതായത് കുറേ ആറ്റംസ് ആ ചാർജിനെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കം സ്റ്റേബിൾ. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒരു ചാർജ് ഒരു പെർട്ടിക്കുലർ ആറ്റത്തിൽ മാത്രമാണെങ്കിൽ ഇറ്റ് ഇസ് അൺസ്റ്റേബിൾ. നേരെ മറിച്ച് കുറേ ആറ്റംസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സ്റ്റേബിലൈസ്ഡ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൻ്റെ ഒരു എക്സെപ്ഷൻസ് അവർ കാണിച്ചു തരാം. ഇപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് എടുക്കുകയാണ്. ഈ പോസിറ്റീവ് ചാർജ് എടുക്കുമ്പോൾ പലരും ഈ പൈ ബോണ്ടിനെ എടുത്ത് ഇങ്ങോട്ടിടും, എന്നിട്ട് ഇങ്ങനെ ഒരു കനോണിക്കൽ സ്ട്രക്ചർ വരുത്തും. പക്ഷേ അണ്ടർസ്റ്റാൻഡ് ദിസ് കനോണിക്കൽ സ്ട്രക്ചർ ഇസ് നോട്ട് വാലിഡ്. കാരണം എന്താണ്, ഇവിടെ ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് വന്നു. ഓക്സിജൻ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് വന്നു. ഓക്സിജൻ ആ പണിക്ക് നിൽക്കുമോ? ഇവിടെ ഓക്സിജൻ വാസ് കംപ്ലീറ്റ്ലി സേഫ്. പക്ഷേ ഇവിടെ ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് ആൻഡ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. അപ്പോൾ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് വരുന്ന സിറ്റുവേഷൻസിൽ ഒരിക്കലും ഈ ഒരു കനോണിക്കൽ സ്ട്രക്ചർ വരയ്ക്കാൻ നിൽക്കരുത്. മനസ്സിലായല്ലോ മക്കളെ? ഗോട്ട് ഇറ്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പിന്നെ പറഞ്ഞു തരാം. സോ റെസണൻസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ വിച്ച് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഹാസ് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ്. ഓക്സിജനെ പോലെ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഒരിക്കലും ഇൻകംപ്ലീറ്റ് ഒക്ടറ്റോടെ ജീവിക്കാൻ ഒരിക്കലും താല്പര്യപ്പെടില്ല. ഓക്സിജൻ ഫ്ലൂറിനൊക്കെ അവന്മാർ ഇലക്ട്രോനെഗറ്റിവിറ്റിൻ്റെ എന്താ പറയുക, അപ്പന്മാരാണ് അല്ലേ? അപ്പോൾ അവർക്കൊരിക്കലും ഇലക്ട്രോൺസിനെ കൊടുത്ത് നിൽക്കാൻ പറ്റില്ല, അവർക്കൊരിക്കലും അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ല. സോ അങ്ങനത്തെ ഉള്ള കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഡോണ്ട് ഡ്രോ ഇറ്റ്, ദേ ആർ വെരി ലെസ് സ്റ്റേബിൾ. മനസ്സിലായോ? സോ ദിസ് ഇസ് ഫസ്റ്റ് കോൺജുഗേഷൻ. ഫസ്റ്റ് കോൺജുഗേഷൻ എന്താ? പോസിറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ. ഓക്കെ. സെക്കൻഡ്, ഡബിൾ ബോണ്ട് ആൻഡ് നെഗറ്റീവ് ചാർജ് കോൺജുഗേഷൻ. അതായത് നെഗറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ എങ്ങനെ കനോണിക്കൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കുക? ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഹയർ ഇലക്ട്രോൺ ഡെൻസിറ്റി ടു ലോവർ. നേരത്തെ പൈ ബോണ്ട് ടു പോസിറ്റീവ് ചാർജ് ആയിരുന്നു, ഇവിടെ നെഗറ്റീവ് ചാർജ് ടു പൈ ബോണ്ട് ആണ് വരിക. കനോണിക്കൽ സ്ട്രക്ചർ വരച്ചപ്പോൾ നോക്കിയേ. ഓക്കെ ഫൈൻ. മനസ്സിലായല്ലോ മക്കളെ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ചാർജ് ഇസ് ഡീലോക്കലൈസ്ഡ്, അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടും. നെഗറ്റീവ് ചാർജ് ഒറ്റ കാർബണിലല്ല ഇരിക്കുന്നത്, ഒറ്റ ആറ്റത്തിലല്ല ഇരിക്കുന്നത്, ഇറ്റ് ഈസ് ബീങ് ഷെയർഡ്, സോ സ്റ്റെബിലിറ്റി കൂടും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് കോൺജുഗേഷൻ. മൂന്നാമത്തെ കോൺജുഗേഷൻ ഡബിൾ ബോണ്ട് ആൻഡ് ലോൺ പെയർ കോൺജുഗേഷൻ. അതായത് ലോൺ പെയറും സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഹയർ ഡെൻസിറ്റി ടു ഹയർ ഇലക്ട്രോൺ ഡെൻസിറ്റി ടു ലോവർ. അതായത് ലോൺ പെയറിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടുക, പൈ ബോണ്ടിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടുക. സോ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ ക്ലോറിന് ഒരു പോസിറ്റീവ് ചാർജ് വരും. കാര്യം ക്ലോറിൻ സ്വന്തം ലോൺ പെയർ എടുത്താണ് ഇങ്ങോട്ട് തട്ടുന്നത്. ഗോട്ട് ഇറ്റ്? ഓക്കെ. നാലാമത്തെ കോൺജുഗേഷൻ ഡബിൾ ബോണ്ട് ആൻഡ് ഓഡ് ഇലക്ട്രോൺ. അതായത് ഡബിൾ ബോണ്ട് സിഗ്മ ബോണ്ട് ആൻഡ് ഓഡ് ഇലക്ട്രോൺ ഓൾട്ടർനേറ്റ് ആയിട്ട് വരാൻ. ഡബിൾ ബോണ്ട് സിഗ്മ ബോണ്ട് ആൻഡ് ഓഡ് ഇലക്ട്രോൺ ഓൾട്ടർനേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് മക്കളെ? എങ്ങനെയാണ് കനോണിക്കൽ സ്ട്രക്ചർ വരയ്ക്കേണ്ടത്? കാണിച്ചു തരാം. ഈ ഡബിൾ ബോണ്ടിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടുക. അപ്പോൾ ഈ ഇലക്ട്രോണും തമ്മിൽ പൈ ബോണ്ട് ഫോം ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ ഈ ഇലക്ട്രോൺ നേരെ ഈ കാർബണിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ആ ഫ്രീ റാഡിക്കൽ, ആ ഓഡ് ഇലക്ട്രോൺ ഇസ് ബീങ് ഷെയർഡ്. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഓഡ് ഇലക്ട്രോൺ, ഇതൊക്കെ ഒരു ബാധ്യതയാണ്. ഈ ബാധ്യത അല്ലെങ്കിൽ ബേർഡൻ അല്ലെങ്കിൽ സ്ട്രെസ്, ഇത് നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് റെസണൻസ് കാരണം പോസിറ്റീവ് ചാർജ് സ്റ്റെബിലൈസ്ഡ് ആവും, നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ്ഡ് ആവും, ഫ്രീ റാഡിക്കൽസ് സ്റ്റെബിലൈസ്ഡ് ആവും. കാര്യം ദ ബേർഡൻ ഇസ് ബീങ് ഷെയർഡ്.
അല്ലേ? ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് കോൺജുഗേഷൻ ഡബിൾ ബോണ്ട് ആൻഡ് ഡബിൾ ബോണ്ട് കോൺജുഗേഷൻ. അതായത് പൈ ബോണ്ട്, സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്. ഫോർ എക്സാമ്പിൾ ഇതേ നോക്കിയേ, പൈ ബോണ്ട്, സിഗ്മ ബോണ്ട്, പൈ ബോണ്ട് കോൺജുഗേഷനിൽ വരുമ്പോൾ. ബെൻസീൻ വേറെ എക്സാമ്പിൾ ആണ്. ബെൻസീൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയില്ല മക്കളെ, ബെൻസീൻ എന്ന് പറയുന്നത് പൈ ബോണ്ട്, സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്, സിഗ്മ ബോണ്ട്, പൈ ബോണ്ട് അല്ലേ? ഇവിടെ എങ്ങനെയാണ് കനോണിക്കൽ സ്ട്രക്ചേഴ്സ് വരയ്ക്കുക? ബേസിക്കലി ഇതിനെടുത്ത് ഇങ്ങോട്ട് തട്ടുക, ഈ പൈ ബോണ്ടിനെ എടുത്ത് ഇങ്ങോട്ട് തട്ടുക. സോ ബേസിക്കലി ഈ കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് വരും, ഈ കാർബൺ ഒരു നെഗറ്റീവ് ചാർജ് വരും. നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, സർ പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ എവിടെയും കണ്ടിട്ടില്ലല്ലോ. മക്കളെ മനസ്സിലാക്കണം, ദ ആക്ച്വൽ മോളിക്യൂൾ വിൽ ഹാവ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആൻഡ് ദിസ്. ആക്ച്വൽ സ്ട്രക്ചറിന് ഈ കാർബണിൽ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, ഈ കാർബണിൽ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ, ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ദ മോളിക്യൂൾ. കാര്യം കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഇത് രണ്ടുമാണ്. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? അപ്പോൾ നിങ്ങൾ പറയും സർ പക്ഷേ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ സ്ട്രക്ചർ മാത്രമേ തരുള്ളൂ. കാര്യം ഈ സ്ട്രക്ചറാണ് കുറച്ചും കൂടി സ്റ്റേബിൾ. ഈ സ്ട്രക്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ കുറച്ച് ലെസ്സാണ്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ പറയാറില്ലേ ഇപ്പം എന്നെ കാണാൻ എൻ്റെ അച്ഛൻ്റെ പോലെയെന്ന് പറയും. എൻ്റെ അച്ഛൻ്റെ DNA എൻ്റെ അച്ഛൻ്റെ കുറച്ചും കൂടി ഡോമിനൻ്റ് ആണ്. അതേപോലെ കനോണിക്കൽ സ്ട്രക്ചർ ഇപ്പോൾ ഇപ്പോൾ 2 or 3 ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു കനോണിക്കൽ സ്ട്രക്ചറിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരാം. ഏത് കനോണിക്കൽ സ്ട്രക്ചറാണോ കൂടുതൽ സ്റ്റേബിൾ ആ കനോണിക്കൽ സ്ട്രക്ചറിനായിരിക്കും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരിക. ഏത് കനോണിക്കൽ സ്ട്രക്ചറാണോ ലെസ് സ്റ്റേബിൾ ആ കനോണിക്കൽ സ്ട്രക്ചറിനായിരിക്കും കുറവ് കോൺട്രിബ്യൂഷൻ വരിക ആക്ച്വൽ മോളിക്യൂളിൽ. മനസ്സിലായോ? നമ്മുടെ DNA പോലെ തന്നെ. മനസ്സിലായോ മക്കളെ? പിന്നെയുള്ളത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആൻഡ് ലോൺ പെയർ കോൺജുഗേഷൻ. ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കി, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഈ ഓക്സിജനിൽ ഒരു ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയറിനടുത്ത് ഇങ്ങോട്ട് തട്ടി, അപ്പോൾ ബേസിക്കലി നമുക്ക് ഇങ്ങനെ ഒരു കനോണിക്കൽ സ്ട്രക്ചർ കിട്ടും. ഓക്സിജനിൽ ഒരു പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് സാറല്ലേ പറഞ്ഞു ഓക്സിജനിൽ പോസിറ്റീവ് ചാർജ് വരാതെ നോക്കണമെന്ന്. ഓക്സിജനിൽ പോസിറ്റീവ് ചാർജ് വരാതെ നോക്കണം എന്നല്ല, ഓക്സിജൻ ഇൻകംപ്ലീറ്റ് ഒക്ടറ്റ് ആവാതെ നോക്കണം. ഇവിടെ ഓക്സിജൻ്റെ ഒക്ടറ്റൊക്കെ ഫിൽഡ് തന്നെയാണ് 2, 4, 6, 8. ആകെ അതിനൊരു പോസിറ്റീവ് ചാർജ് വന്നു എന്നുള്ളൂ. മറ്റേടത്ത് നമ്മൾ ആദ്യം കാണിച്ച എക്സാമ്പിളിൽ ഓക്സിജന് ഇൻകംപ്ലീറ്റ് ഒക്ടറ്റാണ് വന്നത്. അത് ഓക്സിജൻ ഒട്ടും സഹിക്കില്ല. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഓക്കെ ആണോ മക്കളെ? ഇനി ഇതല്ലാതെ സർ ഒരെണ്ണം കൂടി തരാം, ഇതുവരെ ചോദിച്ചിട്ടില്ല. ലോൺ പെയർ ആൻഡ് വേക്കൻ്റ് ഓർബിറ്റൽ. ഇങ്ങനൊരു കോൺജുഗേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ NH2BH2 ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഈ ലോൺ പെയർ ക്യാൻ കം ഓവർ ഹിയർ. കാര്യം ബോറോണിന് ഇവിടെ ഒരു വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ട്. ബേസിക്കലി ബാക്ക് ബോണ്ടിങ്. ഇതിനെയാണ് ബേസിക്കലി ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് ആൻഡ് ലോൺ പെയർ എന്ന് പറയുന്നത് 6th and 7th എന്ന് പറയുന്നത് ഈ കേസ് രണ്ടും ഇറ്റ് മീൻസ് ദ സെയിം, ലോൺ പെയർ ആൻഡ് വേക്കൻ്റ് ഓർബിറ്റൽ. ഞാൻ 7th നിന്ന് ഇട്ടു എന്നേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് 7th നിന്ന് പഠിക്കണമെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ദ സെയിം. ലോൺ പെയർ ആൻഡ് വേക്കൻ്റ് ഓർബിറ്റൽ രണ്ടും സെയിമാണ്. അതായത് പോസിറ്റീവ് ചാർജ്, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മക്കളെ, പോസിറ്റീവ് ചാർജ് ഓൺ കാർബൺ മീൻസ് ദർ ഇസ് എ വേക്കൻ്റ് ഓർബിറ്റൽ. അതേപോലെ ഇവിടെ ബോറോണിൻ്റെ കേസ് ആണെങ്കിൽ ബോറോൺ ഹാസ് എ വേക്കൻ്റ് ഓർബിറ്റൽ. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി ബാക്ക് ബോണ്ടിങ് ദാറ്റ് ഇസ് ഹാപ്പനിങ്. ഇവിടെ ബേസിക്കലി ബാക്ക് ബോണ്ടിങ് ആണ് നടക്കുന്നത്. ഇവിടെയും ബേസിക്കലി ബാക്ക് ബോണ്ടിങ് ആണ് ഇംപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായ മക്കളെ? ഗോട്ട് ഇറ്റ്? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എമംഗ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് വിച്ച് ഇസ് നോട്ട് പെർമിസിബിൾ റെസണൻസ് ഫോം. ഏത് കനോണിക്കൽ ഫോമാണ് പെർമിസിബിൾ അല്ലാത്തത്? മക്കളെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങളും ആദ്യം നോക്കുക ഒക്ടറ്റ്, അതായത് ഫ്ലൂറിൻ വരെയുമുള്ള ആറ്റംസിനെ നോക്കിയിട്ട് അതിലേതെങ്കിലും ഒക്ടറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഒക്ടറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഒക്ടറ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കനോണിക്കൽ സ്ട്രക്ചർ പൊട്ടത്തെറ്റാ. കാര്യം എന്താണ്? ഫ്ലൂറിൻ വരെയുള്ള ആറ്റത്തിന് 2 ഷെല്ലേ ഉള്ളൂ. കാരണം മാക്സിമം വാലൻസ് ഇലക്ട്രോൺസ് ക്യാൻ ബി 8. ഇറ്റ് കനോട്ട് ഗോ ബിയോണ്ട് 8. ഫ്ലൂറിൻ വരെയുള്ളവരുടെ കാര്യമാണ് സാറ് പറയുന്നത്. അതിനപ്പുറത്തുള്ളവർക്ക് വേണമെങ്കിൽ എക്സീഡ് ചെയ്യാം. ഫ്ലൂറിൻ വരെയുള്ളവർക്ക് ഒരിക്കലും ഒക്ടറ്റ് എക്സീഡ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം വാലൻസ് ഇലക്ട്രോൺസ് ഇസ് 8. അപ്പോൾ ബേസിക്കലി അവിടെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. സെക്കൻഡ് വൺ. നിങ്ങൾ നൈട്രജൻ്റെ കേസ് നോക്കിയാൽ മക്കളെ, ഇവിടെ 1, 2, 3, 4, 5 ബോണ്ട്. നൈട്രജൻ എങ്ങനെ 5 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും? 5 എന്ന് പറയുമ്പോൾ 5 × 2 10 ഇലക്ട്രോൺസ് നൈട്രജന് ചുറ്റുമുണ്ട്. ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. സോ 2 വിൽ ബി ദി ആൻസർ. മനസ്സിലായ മക്കളെ? ഗോട്ട് ഇറ്റ്?
ഇനി ഇക്വിവലൻറ്റ് റെസണൻസ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്, ഇതൊന്ന് ഓർത്തിരിക്കണം. ഇക്വിവലൻറ്റ് റെസണൻസ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സും, രണ്ടോ എത്രയാണെന്ന് വെച്ചാൽ രണ്ടിൽ കൂടുതലായാലും, ദേ ലുക്ക് എക്സാക്ട്ലി സെയിം. അതായത് നെഗറ്റീവ് ചാർജ് ഒക്കെ സെയിം ആറ്റത്തിലായിരിക്കും, പോസിറ്റീവ് ചാർജ് ഒക്കെ സെയിം ആറ്റത്തിലായിരിക്കും, പൈ ബോണ്ട് ബിറ്റ്വീൻ ദ സെയിം ആറ്റംസ് ആയിരിക്കും, അവർ ഏതാണ്ട് ഒരേപോലെ തന്നെ കാണാനുണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് ആസ് ഇക്വിവലൻറ്റ് റെസണൻസ്. ഈ ഇക്വിവലൻറ്റ് റെസണൻസ് ഈസ് ഓൾവേസ് മോർ എഫക്റ്റീവ് ദാൻ നോർമൽ റെസണൻസ്. ഇക്വിവലൻറ്റ് റെസണൻസ് കൊണ്ടുണ്ടാവുന്ന സ്റ്റെബിലിറ്റി ഇസ് മോർ ദാൻ നോർമൽ റെസണൻസ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചില റെസണൻസിൽ ചിലപ്പോൾ 4 or 5 കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, പക്ഷെ അതിനേലൊക്കെ കൂടുതൽ സ്റ്റെബിലിറ്റി ഇക്വിവലൻറ്റ് റെസണൻസ് കൊണ്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ കാരണം മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ, പക്ഷെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇക്വിവലൻറ്റ് റെസണൻസിൻ്റെ സ്റ്റെബിലിറ്റി ഈസ് മോർ ദാൻ നോർമൽ റെസണൻസ്. അത് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബെൻസീൻ എടുക്കുക. ബെൻസീൻ്റെ 2 കനോണിക്കൽ സ്ട്രക്ചേഴ്സും സെയിം ആണ്, ഓൾമോസ്റ്റ് അല്ല, സെയിം ആണ്, ഇക്വിവലൻ്റ് ആണ്. ദാറ്റ് ഇസ് വൈ ബെൻസീന് എക്സെപ്ഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അവിടെ അരോമാറ്റിക് നേച്ചറും വരും, അത് വേറെ കാര്യം. ഗോട്ട് ഇറ്റ്? ഇനി എല്ലാവരും നോക്കുക. ഇൻ ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് ദ ഫോളോയിങ് പോയിന്റ് ഷുഡ് ബി നോട്ടഡ്. മക്കളെ, ജെയിൽ സ്ഥിരം വരുന്നൊരു സംഭവമാണ്. കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഒരു 5-6 എണ്ണം തന്നിട്ട്, അല്ലെങ്കിൽ 4 എണ്ണം തന്നിട്ട്, ഈ ഒരേ മോളിക്യൂളിലെ കനോണിക്കൽ സ്ട്രക്ചർ തന്നിട്ട് അതിൽ ഏറ്റവും സ്റ്റേബിൾ കനോണിക്കൽ സ്ട്രക്ചർ ഏതാണെന്ന് നോക്കും, ചോദിക്കും, അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ്: the larger the number of bonds in a structure, greater the stability. Larger the number of bonds, greater the stability. കൂടുതൽ ബോണ്ട്സ് ഉണ്ടോ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ അപ്പോൾ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പൈ ബോണ്ട്സ് മാത്രം നോക്കിയാൽ മതി. കാര്യം സിഗ്മ ബോണ്ട്സ് എപ്പോഴും സെയിം ആയിരിക്കും. കനോണിക്കൽ സ്ട്രക്ചേഴ്സിൽ സിഗ്മ ബോണ്ട്സ് എപ്പോഴും സെയിം ആയിരിക്കും, അത് മനസ്സിലാക്കുക. കാരണം റെസണൻസിൽ എപ്പോഴും പൈ ഇലക്ട്രോൺസ് ആണ്, പൈ ബോണ്ട്സ് ആണ് മാറുന്നത്. അപ്പോൾ കനോണിക്കൽ സ്ട്രക്ചേഴ്സിൽ സിഗ്മ ബോണ്ട്സ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ബോണ്ട്സ് നോക്കുമ്പോൾ പൈ ബോണ്ട്സ് മാത്രം നോക്കിയാൽ മതി, മനസ്സിലാക്കുക. നെക്സ്റ്റ്, structures involving separation of positive and negative charges are less stable and those which do not involve any separation of charges than those which do not involve any separation of charges. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് അടുത്ത് വന്നാൽ നല്ലതാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ദൂരെ വന്നാൽ പോട്ടെ. കാരണം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് അട്രാക്ഷൻസ് അല്ലേ, അട്രാക്ഷൻസ് എപ്പോഴും നല്ലതാണ്. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അടുത്ത് വന്നാൽ നല്ലതാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ദൂരെ വന്നാൽ സ്റ്റെബിലിറ്റി കുറയും. അതേപോലെ തന്നെ structures having like charges on adjacent atoms are highly unstable. Structures having like charges on adjacent atoms are highly unstable. Positive and positive അടുത്ത് വന്നാൽ സ്റ്റെബിലിറ്റി കുറയും, നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് അടുത്ത് വന്നാൽ സ്റ്റെബിലിറ്റി കുറയും. അതേപോലെ തന്നെ വേറൊരു പോയിന്റ് ആണ് നെഗറ്റീവ് ഓൺ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. നെഗറ്റീവ് ചാർജ്, എല്ലാവരും നോക്കിക്കേ മക്കളെ, എല്ലാവരും നോക്കിക്കേ, നെഗറ്റീവ് ചാർജ് on electronegative atom. Negative charge on electronegative atom increases stability. Okay, and positive charge on electronegative atom decreases stability. On electronegative atom decreases stability. Okay മക്കളെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാനോണിക്കൽ സ്ട്രക്ചേഴ്സിലെ നെഗറ്റീവ് ചാർജ് ഓൺ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഇതിന് കൊടുക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്പർ ഓഫ് ബോണ്ട്സിനാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഫാക്ടേഴ്സ് നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ഫാക്ടേഴ്സ് നോക്കാൻ പാടുള്ളൂ. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഓൺ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഡിക്രീസസ് സ്റ്റെബിലിറ്റി. ഗോട്ട് ഇറ്റ്? ഇനി ഒറ്റ പോയിന്റും കൂടി സാറ് പറഞ്ഞു തരാം. ഇഫ് എ canonical structure has aromaticity, it is definitely most stable. അവിടെ ഈ റൂൾസ് ആപ്ലിക്കബിൾ അല്ല. ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ സാറ് തരാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ സാറ് തരാം. ഈ ഒരു കോമ്പൗണ്ട് നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു കോമ്പൗണ്ട് നോക്കുക. എല്ലാവരും നോക്കിക്കേ മക്കളെ.
ഇവിടെ CH2 പ്ലസ് മൈനസ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നമ്പർ ഓഫ് പൈ ബോൺസ് നോക്കുമ്പോൾ ഇവിടെ കൂടുതൽ, നമ്പർ ഓഫ് പൈ ബോൺസ് നോക്കുമ്പോൾ ഇവിടെ കൂടുതൽ. പക്ഷേ ദിസ് മോളിക്യൂൾ സ്റ്റേബിൾ ഡ്യൂ ടു അരോമാറ്റിക് നേച്ചർ. ഇവിടെ ഈ ഭാഗം അരോമാറ്റിക് ആണ്. എന്താണ് അരോമാറ്റിസിറ്റി, എങ്ങനെയാണ് അരോമാറ്റിസിറ്റി കണ്ടുപിടിക്കണമെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അരോമാറ്റിക് സ്റ്റെബിലിറ്റി വരുമ്പോൾ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട, ദാറ്റ് ഇസ് മോർ സ്റ്റേബിൾ. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദിസ് കനോണിക്കൽ സ്ട്രക്ചർ ഇസ് മോർ സ്റ്റേബിൾ ദാൻ ദിസ്. ഇത് രണ്ടും കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ആണ് ഓഫ് ഈച്ച് അതർ. ഓക്കെ മക്കളെ, ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റാണോ? സെറ്റ് മസാലയാണോ? അരോമാറ്റിസിറ്റി വരുമ്പോൾ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട, നേരെ അവനെ പിടിച്ച് ചാമ്പിക്കോ. അരോമാറ്റിസിറ്റി എന്താണ്, എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ സർ, ക്വസ്റ്റ്യൻസ് തരാം, എല്ലാവരും നോക്കുക. എമംഗ് ദ ഫോളോയിങ് ദ ലീസ്റ്റ് സ്റ്റേബിൾ റെസണൻസ് സ്ട്രക്ചേഴ്സ്. എമംഗ് ദ ഫോളോയിങ് ദ ലീസ്റ്റ് സ്റ്റേബിൾ റെസണൻസ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് പൈ ബോൺസ് നോക്കുക. നമ്പർ ഓഫ് പൈ ബോൺസ് ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ പൈ ബോൺസിൻ്റെ കാര്യം വിട്ടേക്ക്. പിന്നെ നമ്മൾ ചാർജ് സെപ്പറേഷൻ നോക്കാം. ചാർജ് സെപ്പറേഷനും പിന്നെ ചാർജ് ഓൺ ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും. ചാർജ് ഓൺ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഇവിടെ നെഗറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ, നെഗറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ, നെഗറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ, നെഗറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ. അപ്പോൾ നെഗറ്റീവ് ചാർജസ് ഓൺ ദി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ പോസിറ്റീവ് ചാർജസ് ആർ ക്ലോസസ്റ്റ് ടു ഈച്ച് അതർ, ലൈറ്റ് ചാർജസ് ആർ നിയർ. റിപ്പൾഷൻ കൂടുതലാണ്. റിപ്പൾഷൻ കൂടുതലാണെങ്കിൽ എനർജി കൂടുതലാണ്. ഇത് നിങ്ങൾ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രിയിലും പഠിച്ചിട്ടുണ്ട്. വെൻ ലൈറ്റ് ചാർജസ് ആർ നിയർ, റിപ്പൾഷൻ ഇസ് മോർ, എനർജി ഇസ് മോർ, സ്റ്റെബിലിറ്റി ഈസ് ലെസ്. സോ ബേസിക്കലി ലീ സ്റ്റേബിൾ 1 ആണ് വരുന്നത്. ഇവിടെ നോക്കിയേ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ് അടുത്ത്. ഇവിടെ നോക്കിയേ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ് അടുത്ത്. അല്ല, ഇവിടെയും പോസിറ്റീവ് നെഗറ്റീവ് അടുത്ത്. ഇവിടെ ഒരു പോസിറ്റീവ് ഭയങ്കര ദൂരെയാണ്. ഈ പോസിറ്റീവും ഭയങ്കര ദൂരെയാണ്. അപ്പോൾ 1 is the least stable. മനസ്സിലായ മക്കളെ? ഗോട്ട് ഇറ്റ്? വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കമ്പയർ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോളോയിങ് റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. എല്ലാവരും നോക്കുക. ആദ്യം എന്താ നോക്കേണ്ടത്? നമ്പർ ഓഫ് പൈ ബോൺസ്. ഫസ്റ്റ് സ്ട്രക്ചറിൽ എത്ര പൈ ബോണ്ട് ഉണ്ട്? 4 എണ്ണം. ഇവിടെ ഒരെണ്ണം, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2, 4 പൈ ബോണ്ട്. സെക്കൻഡ് സ്ട്രക്ചറിൽ എത്ര പൈ ബോണ്ട് ഉണ്ട്? 3 പൈ ബോണ്ട്. തേർഡ് സ്ട്രക്ചറിലോ 3 പൈ ബോണ്ട്. അല്ല, 3 എണ്ണം അല്ലേ ഉള്ളൂ. ഇവിടെ ഒരു പൈ ബോണ്ട്, ഇവിടെ 2 എണ്ണം, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3 പൈ ബോണ്ട്. സോ ബേസിക്കലി ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ 1 ആയിരിക്കും. ഏറ്റവും സ്റ്റേബിൾ എന്തായാലും 1 ആയിരിക്കും. അത് വിട്ടിട്ട് ബാക്കി രണ്ടും നോക്കുക. ഇനി സെക്കൻഡിലും തേർഡിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡിൽ നെഗറ്റീവ് ചാർജസ് ഓൺ ഓക്സിജൻ, അതേപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ആർ ക്ലോസ് ടു ഈച്ച് അതർ. തേർഡിൽ നെഗറ്റീവ് ചാർജസ് ഓൺ നൈട്രജൻ, നെഗറ്റീവ് ചാർജ് ഓൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. അത് നോക്കിയാൽ മതി. നെഗറ്റീവ് ചാർജ് ഓൺ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ക്ലോസർ ടു ഈച്ച് അതർ. സോ ബേസിക്കലി 1 greater than 2 greater than 3. 1 greater than 2 greater than 3. എ ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ വളരെ സിമ്പിളാണ് മക്കളെ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് ഇതുവരെ ജെയിൽ ചോദിച്ചിട്ടില്ല. ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രണ്ടും കനോണിക്കൽ സ്ട്രക്ചേഴ്സാണ്. ഈ 2 കോമ്പൗണ്ട്സും ഈ 2 സ്ട്രക്ചേഴ്സും കനോണിക്കൽ സ്ട്രക്ചേഴ്സ്. ഇതിലേറ്റവും സ്റ്റേബിൾ ഏതാ? ഇതിലൊറ്റ കാര്യം ഓർത്താൽ മതി മക്കളെ. സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു number of benzenoid structures. ഇതിനെ നമ്മൾ ഫ്രൈസ് റൂൾ എന്നൊക്കെ വിളിക്കും. പക്ഷേ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഫ്രൈസ് റൂളൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫ്രൈസ് റൂൾ എന്നാണ് ഇതിനെ വിളിക്കുക, ഫ്രൈസ് റൂൾ. പക്ഷേ ഒറ്റ കാര്യം ഓർത്താൽ മതി, 2 കനോണിക്കൽ സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ബെൻസീനെ റിസംബിൾ ചെയ്യുന്ന സ്ട്രക്ചർ ഏതിലാണ് വരുന്നത്? ഫസ്റ്റ് സ്ട്രക്ചർ നോക്കുക. അതെ, ഇവിടെ ഒരു ബെൻസീൻ വരുന്നുണ്ട്, ഇവിടെയും ഒരു ബെൻസീൻ വരുന്നില്ലേ? പൈ സിഗ്മ പൈ സിഗ്മ പൈ സിഗ്മ, അതേപോലെ പൈ സിഗ്മ പൈ സിഗ്മ പൈ സിഗ്മ. അപ്പോൾ 2 ബെൻസീൻ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയോ മക്കളെ നോക്കിയേ, പൈ സിഗ്മ പൈ സിഗ്മ പൈ സിഗ്മ. നേരെ മറിച്ച് ഇവിടെ ബെൻസീൻ സ്ട്രക്ചർ അല്ല വരുന്നത്, അല്ലേ? ഇപ്പുറത്തേന് ബെൻസീൻ സ്ട്രക്ചർ അല്ല. ഇത് രണ്ടും കനോണിക്കൽ സ്ട്രക്ചേഴ്സ് തന്നെയാണ്. ബോത്ത് ഓഫ് ദം ആർ കനോണിക്കൽ സ്ട്രക്ചേഴ്സ്. പക്ഷേ ഇവിടെ 2 ബെൻസനോയിഡ് ഉണ്ട്, ഇവിടെ 1 ബെൻസനോയിഡേ ഉള്ളൂ. രണ്ടാമത്തേൽ 1 ബെൻസനോയിഡേ ഉള്ളൂ, മറ്റേൽ 2 ബെൻസനോയിഡ് ഉണ്ട്. ഓക്കെ, സോ ബേസിക്കലി ദിസ് ഇസ് മോർ സ്റ്റേബിൾ.
ഇസ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല, പക്ഷെ അഥവാ ചോദിച്ചാലും അണ്ടർസ്റ്റാൻഡ് നമ്പർ ഓഫ് ബെൻസോൺ സ്ട്രക്ചേഴ്സ് കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? ഇനി ഈ ഒരു ചോദ്യം ചോദിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെസണൻസ് സ്ട്രക്ചേഴ്സ് ഇസ് ദ മേജർ കോൺട്രിബ്യൂട്ടർ ടു ദ റെസണൻസ് ഹൈബ്രിഡ്? ഇതിൽ ഏത് കനോണിക്കൽ സ്ട്രക്ചറാണ് മേജർ കോൺട്രിബ്യൂട്ടർ? അഗെയിൻ നമ്പർ ഓഫ് പൈ ബോണ്ട്സ് നോക്കിയാൽ മതി. നമ്പർ ഓഫ് പൈ ബോണ്ട്സ് നോക്കിയാൽ മതി. ഇവിടെ പൈ ബോണ്ടേ ഇല്ല, ഇവിടെ പൈ ബോണ്ട് ഉണ്ട്. സോ ബേസിക്കലി 2 വിൽ ബി ദി ആൻസർ. അപ്പോൾ പലരും ആർഗ്യൂ ചെയ്യും, പക്ഷെ ഓക്സിജൻ ഒരു പോസിറ്റീവ് ചാർജ് ഇല്ലേ മക്കളെ? അതൊക്കെ സെക്കൻഡാണ് വരുന്നത്. ഏറ്റവും ആദ്യം നോക്കേണ്ടത് നമ്പർ ഓഫ് പൈ ബോണ്ട്സ് ആണ്. സാറ് പറഞ്ഞില്ലേ, നമ്പർ ഓഫ് പൈ ബോണ്ട്സ് ആണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, എക്സെപ്ഷണൽ കേസസിൽ അരോമാറ്റിക് സ്റ്റെബിലിറ്റി ഒക്കെ നോക്കണം, അത് സാർ നേരത്തെ പറഞ്ഞു. പക്ഷെ നമ്പർ ഓഫ് പൈ ബോണ്ട്സ് ആണ് ആദ്യം നോക്കേണ്ടത് ജനറൽ കേസിൽ. ഗോട്ട് ഇറ്റ്? ഇവിടെ ഓക്സിജന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഫൈൻ, ഓക്സിജൻ കുറച്ച് വിഷമത്തിലാണ്, പക്ഷെ ഓവറോൾ നമ്പർ ഓഫ് ബോണ്ട്സ് കൂടുതലാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബോണ്ട്സ് കൂടുമ്പോൾ എനർജി റിലീസ് ഉണ്ടാവും. ബോണ്ട്സ് കൂടുതലുണ്ടെങ്കിൽ എനർജി റിലീസ് ഉണ്ടാവും. നമ്പർ ഓഫ് ബോണ്ട്സ് ഇൻക്രീസസ്, എനർജി റിലീസ് ആപ്പൻ, സ്റ്റെബിലിറ്റി ഇൻക്രീസസ്. ആ ലോജിക്കിൽ പോയാൽ മതി. സോ ബേസിക്കലി 2 വിൽ ബി ദി ആൻസർ. 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. മനസ്സിലായ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, റെസണൻസ് ഓർ മീസോമറിക് ഇഫക്റ്റ്. റെസണൻസ് ഓർ മീസോമറിക് ഇഫക്റ്റ്. അണ്ടർസ്റ്റാൻഡ് ദ റെസണൻസ് ഒരു പെർമനന്റ് ഇഫക്റ്റ് ആണ് കേട്ടോ. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് റെസണൻസ് ഇസ് എ പെർമനന്റ് ഇഫക്റ്റ്. എന്താണ് ഈ മീസോമറിക് ഇഫക്റ്റ്? മീസോമറിക് ഇഫക്റ്റും റെസണൻസും ദേ ക്യാൻ ബി ഇന്റർചേഞ്ചബിളി യൂസ്ഡ്. ഒറ്റ കാര്യമുള്ളൂ മക്കളെ, നമ്മളൊരു റെഫറൻസ് കാർബൺ ചെയിൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു റെസണൻസ് കാർബൺ ചെയിൻ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ബെൻസീനാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറ്. നിങ്ങളുടെയൊക്കെ സിലബസിൽ ബെൻസീൻ എന്ന റെഫറൻസ് കാർബൺ ചെയിൻ എടുക്കുകയാണ്. ഈ റെഫറൻസ് കാർബൺ ചെയിനിലേക്ക് ഒരു ഗ്രൂപ്പ് റെസണൻസ് വഴി ഇലക്ട്രോൺസ് പുഷ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ റെസണൻസ് വഴി ഇലക്ട്രോൺസ് എടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് കോൾഡ് ആസ് മീസോമറിക് ഇഫക്റ്റ്. ആ റെഫറൻസ് കാർബൺ ചെയിനിലേക്ക് റെസണൻസ് വഴി, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വഴിയാണ്, റെസണൻസ് വഴി ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യുക അല്ലെങ്കിൽ റെസണൻസ് വഴി ഇലക്ട്രോൺസിനെ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് മീസോമറിക് ഇഫക്റ്റ്. ഗോട്ട് ഇറ്റ്? മീസോമറിക് ഇഫക്റ്റ് 2 രീതിയിലുണ്ട്. പ്ലസ് എം ഇഫക്റ്റും ഉണ്ട്, പ്ലസ് എം അല്ലെങ്കിൽ പ്ലസ് ആർ ഇഫക്റ്റ്. പ്ലസ് എം ഓർ പ്ലസ് ആർ മീൻസ് യു ആർ പുഷിങ് ഇലക്ട്രോൺസ് ഇൻ ടു ദ റെഫറൻസ് കാർബൺ റിംഗ് അല്ലെങ്കിൽ ഇൻ ടു ദ ബെൻസീൻ റിംഗ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലസ് എമ്മിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാർ ഒരു ക്ലൂ പറഞ്ഞു തരാം. ട്രിക്ക് ഫോർ പ്ലസ് എം. ട്രിക്ക് ഫോർ പ്ലസ് എം ഓർത്ത് വയ്ക്കുക. ഈ ഗ്രൂപ്പിൽ ഡയറക്റ്റ്ലി ഒരു ലോൺ പെയർ അറ്റാച്ച്ഡ് ആണെങ്കിൽ, if the carbon attached, or sorry, if the atom attached to the carbon has a lone pair, it is a plus m group. അത് എന്ത് ഗ്രൂപ്പ് ആയിക്കോട്ടെ, മറ്റേടത്ത് എന്തും ആയിക്കോട്ടെ, ആ ബെൻസീൻ റിംഗ് ആയിട്ട് ഡയറക്ട്ലി അറ്റാച്ച് ആയിട്ടിരിക്കുന്ന ആറ്റത്തിൽ ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ പ്ലസ് എം ഗ്രൂപ്പ്. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്. ഫോർ എക്സാമ്പിൾ CH2 minus, NH minus, O minus, NH2, NHR, NR2, OH, OR, NHCOR, OCOR, X ഇതൊക്കെ പ്ലസ് എം ഗ്രൂപ്പാണ്. കാര്യം ഇവന്മാർക്കൊക്കെ നിങ്ങൾ തന്നെ നോക്കിക്കേ, ഇവന്മാർക്കൊക്കെ ലോൺ പെയർസ് ഉണ്ട്, ഇവന്മാർക്കൊക്കെ ലോൺ പെയർസ് ഉണ്ട്. സോ ദേ ആർ ഓൾ അറ്റാച്ച് ടു ദ ബെൻസീൻ റിംഗ്. അവർക്ക് ആ ലോൺ പെയർ കൊടുക്കാൻ പറ്റും. ആൻഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഈ പ്ലസ് എം ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ, ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ഈ ലോൺ പെയർ കംസ് ഇൻ ടു ദ റിംഗ്. ഈ ലോൺ പെയർ വെൻ ഇറ്റ് കംസ് ഇൻ ടു ദ റിംഗ്, നമുക്ക് കാണാം, നമ്മൾ റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് വരയ്ക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ക്യാരക്ടർ ഓൺ ദി ഓർത്തോ പൊസിഷൻ, അതേപോലെ തന്നെ പാരാ പൊസിഷൻ, അതേപോലെ തന്നെ അടുത്ത ഓർത്തോ പൊസിഷൻ. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, പ്ലസ് എം ഗ്രൂപ്പ് ഓൾവേസ് ഇൻക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ ഓർത്തോ, പാരാ ആൻഡ് ഓർത്തോ പൊസിഷൻ. ഓർത്തോ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോഫൈൽ എന്നൊരു വേട്ടക്കാരൻ വരികയാണെങ്കിൽ, ഇലക്ട്രോഫൈൽ എന്നാൽ എന്താണ്? ഇലക്ട്രോൺസിനെ തേടി വരുന്ന ആൾ എപ്പോഴും ഓർത്തോ അല്ലെങ്കിൽ പാരാ അല്ലെങ്കിൽ ഓർത്തോ പൊസിഷനിലെ അറ്റാക്ക് ചെയ്യുള്ളൂ. പ്ലസ് എം ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ജനറലി അല്ല, ഓൾവേസ് ഓർത്തോ പാരാ അല്ലെങ്കിൽ ഓർത്തോ പൊസിഷനിലെ അറ്റാക്ക് ചെയ്യുള്ളൂ. കാര്യം അവിടെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ, ബിക്കോസ് ഓഫ് ദ റെസണൻസ്. മനസ്സിലായ മക്കളെ? അപ്പോൾ ഇത് ഇവിടെയും കാണിച്ചിട്ടുണ്ട്. OH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ
പ്ലസ് എം ഗ്രൂപ്പ് കാരണം നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർത്തോ പാര ആൻഡ് ഓർത്തോ പൊസിഷനിൽ കൂടും. ഈ സ്ട്രെങ്ത് ഓഫ് പ്ലസ് എം ഗ്രൂപ്പ് ഒന്ന് ഓർത്ത് വയ്ക്കുക മക്കളെ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, അപ്പോൾ പ്ലസ് എം ഗ്രൂപ്പിൻ്റെ ഒരു സമ്മറി സാറ് പറഞ്ഞു തരാം. ദേ ആർ കോൾഡ് ആസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്. കാര്യം അവർ റിങ്ങിലേക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ആണ് ചെയ്യുന്നത്. ദേ ആക്ടിവേറ്റ് ബെൻസീൻ റിംഗ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ബെൻസീൻ റിങ്ങിനെ ആക്ടിവേറ്റ് ആണ് ചെയ്യുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി. കാര്യം ബെൻസീൻ റിങ്ങിലേക്ക് ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോഫൈലിന് ഈസിലി ബെൻസീൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഓർത്തോ ഓർ പാരാഡയറക്റ്റിക്, കാര്യം അവിടെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നത്. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് പ്ലസ് എം ഓർ പ്ലസ് ആർ ഇഫക്റ്റ് ഇസ് മോർ ഫോർ ആനയോൺസ്. ആനയോൺസിനായിരിക്കും ഏറ്റവും കൂടുതൽ. കാര്യം ആനയോൺസിന് പെട്ടെന്ന് ഇലക്ട്രോൺസിനെ ഫ്ലഷ് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസിനെ കൊടുക്കാൻ പറ്റും. കാര്യം അവർക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്ത് ബെൻസീനിലേക്ക് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ലോൺ പെയർ കണ്ടെയ്നിങ് ഗ്രൂപ്പ് ഓഫ് ആറ്റം. അത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. ആനയോൺസ് ആണ് സ്ട്രോങ്ങസ്റ്റ് പ്ലസ് എം ഗ്രൂപ്പ്സ്. അത് കഴിഞ്ഞിട്ട് ലോൺ പെയർ കണ്ടെയ്നിങ് ഗ്രൂപ്പ്സ്. ആനയോൺസിന് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും, കാര്യം അവർക്ക് ഓൾറെഡി എക്സസ് ഇലക്ട്രോൺസ് ഉണ്ട്. ഗോട്ട് ഇറ്റ്? ഇനി മൈനസ് എം എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ്. മൈനസ് എം ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാർ ഒരു ക്ലൂ പറഞ്ഞു തരാം. മൈനസ് എം ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാർ ഒരു ക്ലൂ പറഞ്ഞു തരാം. മൈനസ് എം ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാർ ഒരു ക്ലൂ പറഞ്ഞു തരാം. ഇഫ് യു ഹാവ് എല്ലാവരും നോക്കിക്കേ മക്കളെ. ഇഫ് യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്, where electronegativity of y is greater than electronegativity of x. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ കാണുകയാണെങ്കിൽ, വേറെ എന്തും ഉണ്ടായിക്കോട്ടെ, ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ്, അതായത് എക്സ് ഇസ് അറ്റാച്ച് ടു കാർബൺ, y is attached to x, electronegativity of y is greater than x, that is minus m group. For example, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ C triple bond N, നൈട്രജൻ ഇസ് മോർ, ഡബിൾ ബോണ്ടും ആവാം ട്രിപ്പിൾ ബോണ്ടും ആവാം കേട്ടോ. ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആവാം. ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് ക്യാൻ കം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ്, നിങ്ങളിത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എടുക്കുക. ഗോട്ട് ഇറ്റ്? അല്ലെങ്കിൽ ലെറ്റ്സ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എടുക്കുക. ഇവരൊക്കെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് എക്സ് എന്ന് പറഞ്ഞ ആറ്റം അത് അറ്റാച്ച് ടു എ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. സോ ദീസ് ആർ ഓൾ മൈനസ് എം ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ NO2 നിങ്ങൾക്ക് ആ പാറ്റേൺ കാണാം. N അറ്റാച്ച് ടു ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ ആൻഡ് ഓക്സിജൻ. കണ്ടോ ഈ പാറ്റേൺ? CN CHO COR COH CONH2 C triple bond CH, ഇതൊക്കെ ബേസിക്കലി മൈനസ് എം ഗ്രൂപ്പാണ്. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് മൈനസ് എം ഗ്രൂപ്പ് വരുമ്പോൾ എല്ലാവരും നോക്കിക്കേ മക്കളെ. റെസണൻസ് വരയ്ക്കുമ്പോൾ ദ പൈ ബോണ്ട് ഷിഫ്റ്റ്സ് ടു ദി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആൻഡ് ദിസ് പൈ ബോണ്ട് ഗോസ് ടു എക്സ്. അപ്പോൾ ബേസിക്കലി ബെൻസീനിന്ന് ഇലക്ട്രോൺസ് വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാര്യം ഇവിടെ നമുക്കൊരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഉണ്ട്. അപ്പോൾ ആ ഡയറക്ഷനിലേക്കാണ് റെസണൻസ് പോവുക, താഴ്ത്തോട്ടല്ല. ചില സ്റ്റുഡൻസ് പറയും സാർ നമുക്ക് ഇങ്ങനെ വരച്ചൂടെ, പൈ ബോണ്ടിനെ ഇങ്ങനെ എടുത്തിട്ട് ഈ പൈ ബോണ്ട് ഇങ്ങനെ. ഒരിക്കലും ചെയ്യരുത്. ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൻ്റെ സൈഡിലേക്കാണ് പോവുക. അപ്പോൾ ഈ പൈ ബോണ്ടിനെ ഇങ്ങനെ എടുക്കണം, ഈ പൈ ബോണ്ടിനെ ഇങ്ങനെ എടുക്കണം. അതായത് ബെൻസീനിന്ന് ഇലക്ട്രോൺസിനെ കുഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ബെൻസീനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. അതും ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയാൻ പോകുന്നത് ഓർത്തോ പൊസിഷൻ, പാരാ പൊസിഷൻ ആൻഡ് ഓർത്തോ പൊസിഷനിലാണ്. ഓർത്തോ പൊസിഷൻസിലാണ് കുറയുന്നത്. മറ്റേടത്ത് ഈ പൊസിഷൻസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ പൊസിഷൻസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, ഫൈൻ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഡറും ഓർത്ത് വയ്ക്കുക കേട്ടോ. മൈനസ് എം ഗ്രൂപ്പിൻ്റെ ഓർഡറും ഓർത്ത് വയ്ക്കുക. സൂപ്പർ ഡൂപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മറി പറയുകയാണെങ്കിൽ മൈനസ് എം ഗ്രൂപ്പ്സ് ആർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്. ദേ ഡീആക്ടിവേറ്റ് ബെൻസീൻ റിംഗ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയും. കാര്യം എന്താ? ബെൻസീൻ റിംഗിൽ നിന്ന് ഇലക്ട്രോൺസ് എടുത്ത് കളയുക. അപ്പോൾ ഇലക്ട്രോഫൈൽ വന്ന് നോക്കുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ അറ്റാക്ക് കുറച്ച് കുറയും. ബെൻസീൻ റിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ മൈനസ് എം ഗ്രൂപ്പുള്ള ബെൻസീൻ റിങ്സിന് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കുറവാണ്. ദേ ആർ മെറ്റാഡയറക്റ്റിക്. കാര്യം എന്താ?
ഓർത്തോ പാരാ ഓർത്തോ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഇലക്ട്രോഫൈൽ മെറ്റാ പൊസിഷനിലേക്കാണ് അറ്റാക്ക് ചെയ്യുക. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഇനി എല്ലാവരും നോക്കുക, കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. Generally, resonance effect is more effective than inductive effect, but in following two cases, inductive effect is dominant over mesomeric effect. Generally, resonance ആണ് inductive effect നേലും stronger. പക്ഷേ ഹാലജൻസിൻ്റെ കേസിൽ മൈനസ് ഐ ഇഫക്റ്റ് is stronger than plus M. മൈനസ് ഐ ഇഫക്റ്റ് is stronger than plus M. Always understand മൈനസ് ഐ ഇഫക്റ്റ് is stronger than plus M. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബെൻസീനും ഫ്ലൂറോ ബെൻസീനും നോക്കുകയാണ്, എന്നിട്ട് ചോദിക്കുകയാണ് ഇതിൽ ഏതിലേക്കാണ് ഇലക്ട്രോഫൈൽ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക. മിക്ക മക്കളും പറയും സാർ ഫ്ലൂറിനിൽ പ്ലസ് എം എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഫ്ലൂറിൻ്റെ മൈനസ് ഐ ഇഫക്റ്റ് സ്ട്രോങ്ങർ ദാൻ പ്ലസ് എം. ഇത് ബെൻസീനെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് ആക്കുന്നത്. സോ ബേസിക്കലി ഇലക്ട്രോഫൈൽ ആദ്യം പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ബെൻസീനെയാണ്. ബിക്കോസ് ഹാലജൻസ് ആർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ്. ബെൻസീൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കുന്ന ഗ്രൂപ്പ്സ് ആണ്. സാധാരണ പ്ലസ് എം ഈസ് ഗ്രേറ്റർ ദാൻ മൈനസ് ഐ. പക്ഷേ ഹാലജൻസിൻ്റെ കേസിൽ മാത്രം ഓർത്ത് വയ്ക്കുക. അതും ഫ്ലൂറിൻ്റെ വേറൊരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കണം, ഫ്ലൂറിൻ്റെ പ്ലസ് എം ഈസ് ഗ്രേറ്റർ ദാൻ ക്ലോറിൻ്റെ പ്ലസ് എം ഈസ് ഗ്രേറ്റർ ദാൻ ബ്രോമിൻ്റെ പ്ലസ് എം ഈസ് ഗ്രേറ്റർ ദാൻ അയഡിൻ്റെ പ്ലസ് എം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാറ് പറഞ്ഞുതരാം. ഇപ്പം ഇങ്ങനെ ചോദിക്കുകയാണ്, ഇൻ വിച്ച് വൺ plus M effect is more efficient? In which one plus M effect is more efficient എന്ന് ചോദിച്ചാൽ ഫ്ലൂറിനിലാണ് plus M effect more efficient in this, because ഫ്ലൂറിനിൽ the orbital used is 2p orbital, കാർബണിലും 2p ഓർബിറ്റലാണ്. അപ്പോൾ ഈ 2p ഓർബിറ്റൽ തമ്മിൽ ഇലക്ട്രോൺ ഷെയറിങ് അല്ലെങ്കിൽ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് എളുപ്പമായിരിക്കും. കാര്യം രണ്ടും സെയിം സൈസ്ഡ് ഓർബിറ്റലാണ്. പക്ഷെ ഇവിടെ ക്ലോറിൻ്റെ 3p ഓർബിറ്റലും കാർബണിൻ്റെ 2p ഓർബിറ്റലും, കാർബണിൻ്റെ 2p ഓർബിറ്റൽ ചെറുത്, ക്ലോറിൻ്റെ 3p ഓർബിറ്റൽ വലുതാണ്. റെസണൻസ് അത്രയ്ക്ക് ഇഫക്റ്റീവ് ആയിരിക്കില്ല. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഗോട്ട് ഇറ്റ്? ചോദ്യം വന്നാൽ തന്നെ പറയാം. ഗോട്ട് ഇറ്റ്? മൈനസ് ഐ ഇഫക്റ്റിൻ്റെ ഓർഡർ നിങ്ങൾക്കറിയാലോ, ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയഡിൻ. അതേപോലെ തന്നെ കേസ് 2 CO മൈനസിലും CO മൈനസ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ, ഇപ്പോൾ ബെൻസീനിൽ CO മൈനസ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതൊരു പ്ലസ് ഐ ഗ്രൂപ്പാണ്, കാര്യം നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു മൈനസ് എം ഗ്രൂപ്പുമാണ്. ഇതിൻ്റെ പ്ലസ് ഐ സ്ട്രോങ്ങർ ദാൻ മൈനസ് എം. ഈ രണ്ട് എക്സെപ്ഷണൽ കേസസ് മാത്രം ഓർത്ത് വയ്ക്കുക. ബാക്കി എല്ലാ കേസസിലും മീസോമറിക് ഇഫക്റ്റ് സ്ട്രോങ്ങർ ദാൻ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. മനസ്സിലായോ മക്കളെ? ബാക്കി എല്ലാ കേസിലും മീസോമറിക് ഇഫക്റ്റ് സ്ട്രോങ്ങർ ദാൻ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഈ രണ്ട് കേസസിൽ മാത്രം നിങ്ങളത് ഓർത്ത് വയ്ക്കുക. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേ മക്കളെ, ഒരു ലവ് ഇട്ടേ, തംസപ്പ് ഇട്ടേ. ഓക്കെ ആണോ? സെറ്റാണോ? ഇനി നമുക്ക് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ, റെസണൻസ് വെച്ചിട്ട് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ സെയിം ലോജിക്ക് തന്നെ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്ലസ് എം ഓർ മൈനസ് ഐ ഗ്രൂപ്പ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് എം ആൻഡ് മൈനസ് ഐ. കാര്യം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി കൂടും, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി കുറയും. ഫോർ എക്സാമ്പിൾ, വാട്ട് ഇസ് ദി ഓർഡർ ഓഫ് കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി? എല്ലാവരും നോക്കിയേ മക്കളെ, ഇവിടെ NO2 ഇസ് ഇൻ ഓർത്തോ പൊസിഷൻ. NO2 ഇസ് ഇൻ ഓർത്തോ പൊസിഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ഐ ഉണ്ട്, മൈനസ് എമ്മും ഉണ്ട്. ഇവിടെ NO2 ഇസ് ഇൻ മെറ്റാ പൊസിഷൻ, അപ്പോൾ മൈനസ് ഐ മാത്രമേ ഉള്ളൂ. മെറ്റേല് മൈനസ് എം വരില്ല. എല്ലാവരും നോക്കിയേ, ഈ കാർബോകാറ്റയോണിൻ്റെ മെറ്റാ പൊസിഷനിൽ NO2 വരികയാണെങ്കിൽ ഈ NO2യുടെ മൈനസ് എം ഇഫക്റ്റ് കൊണ്ട് കാർബോകാറ്റയോൺ എഫക്റ്റ് ആവില്ല. NO2യുടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൊണ്ട് എഫക്റ്റ് ആവും, പക്ഷെ NO2യുടെ മൈനസ് എം ഇഫക്റ്റ് കൊണ്ട് എഫക്റ്റ് ആവില്ല. NO2യുടെ മൈനസ് എം ഇഫക്റ്റ് എഫക്റ്റ് ആവണമെങ്കിൽ കാർബോകാറ്റയോണിൻ്റെ ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ, അതായത് ഫോർ എക്സാമ്പിൾ ഓവർ ഹിയർ മൈനസ് ഐ ആൻഡ് മൈനസ് എം. സോ ബേസിക്കലി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇലക്ട്രോൺ വിഡ്രോയിങ് എവിടെയാണ് വരുന്നത്? തേർഡ് വണ്ണിൽ. അവിടെ മൈനസ് ഐ ഉണ്ട്, തേർഡ് വണ്ണിലും ഫസ്റ്റ് വണ്ണിലും. അതിൽ തന്നെ ഫസ്റ്റ് വണ്ണിലാണ് ഏറ്റവും കൂടുതൽ. കാര്യം ഫസ്റ്റ് വണ്ണിൽ മൈനസ് ഐ ഇഫക്റ്റ് സ്ട്രോങ്ങസ്റ്റാണ്, NO2 തൊട്ടടുത്തല്ലേ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് സ്ട്രോങ്ങസ്റ്റാണ്. അപ്പോൾ 1 ആണ് ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ, അത് കഴിഞ്ഞിട്ട് 3, അത് കഴിഞ്ഞിട്ട് 2, അത് കഴിഞ്ഞിട്ട് 4.
2ൽ മൈനസ് എം ഇഫക്റ്റ് വരുന്നില്ല, മനസ്സിലാക്കുക. കാര്യം NO2യുടെ മൈനസ് എം ഇഫക്റ്റ് ഓൺലി എഫക്ട്സ് ഓർത്തോ പാരാ ആൻഡ് ഓർത്തോ പൊസിഷൻസ്. ഈ മെറ്റാ പൊസിഷൻ എഫക്റ്റ് ആവില്ല, മനസ്സിലാക്കുക. പക്ഷെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എഫക്റ്റ് ആവും. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എഫക്റ്റ് ആവും. മനസ്സിലായോ മക്കളെ? സോ ബേസിക്കലി NO2 ഇൻ ഓർത്തോ മൈനസ് ഐ മൈനസ് എം വരും, NO2 ഇൻ പാരാ മൈനസ് ഐ മൈനസ് എം വരും. അതിൽ തന്നെ മൈനസ് ഐ സ്ട്രോങ്ങസ്റ്റ് ഇൻ ഓർത്തോ, മനസ്സിലാക്കുക. മൈനസ് ഐ സ്ട്രോങ്ങസ്റ്റ് ഇൻ ഓർത്തോ, മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോളോയിങ് കാർബോകാറ്റയോൺസ്. നിങ്ങൾ തന്നെ നോക്കിക്കേ മക്കളെ, ഇവിടെ ദിസ് പോസിറ്റീവ് ചാർജസ് റെസണൻസ് സ്റ്റെബിലൈസ്ഡ്. റെസണൻസ് സ്റ്റെബിലൈസ്ഡ് അല്ല, അപ്പോൾ 3 ആണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. ഇവിടെ ദിസ് ഇസ് ഓൾസോ റെസണൻസ് സ്റ്റെബിലൈസ്ഡ്, പക്ഷേ ബെൻസൈലും അലൈലും നോക്കുകയാണെങ്കിൽ ബെൻസൈൽ ഇസ് സ്ലൈറ്റ്ലി മോർ സ്റ്റേബിൾ. ബെൻസൈൽ ഇസ് സ്ലൈറ്റ്ലി മോർ സ്റ്റേബിൾ ദാൻ അലൈൽ. സോ 3 ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 2. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? സർ ഒരു വ്യത്യസ്തമായ ചോദ്യം ചോദിക്കാം, ഒരു അടിപൊളി ചോദ്യം. ഓക്കെ, വിച്ച് കാർബോകാറ്റയോൺ ഇസ് മോർ സ്റ്റെബിലൈസ്ഡ്? വിച്ച് കാർബോകാറ്റയോൺ ഇസ് മോർ സ്റ്റെബിലൈസ്ഡ്? എല്ലാവരും നോക്കിക്കേ മക്കളെ, ഇവിടെ ഫസ്റ്റ് കാർബോകാറ്റയോണിൽ പോസിറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് റെസണൻസ് ഉണ്ട്. എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ നോക്കിയേ, പോസിറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട്, പിന്നെയും കോൺജുഗേഷൻ ഉണ്ട് സിഗ്മ ബോണ്ട് പൈ ബോണ്ട്. സെക്കൻഡ് വണ്ണിൽ പോസിറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട്, കോൺജുഗേഷൻ അവിടെ കൊണ്ട് നിന്നു. കോൺജുഗേഷൻ ഉണ്ട് പക്ഷെ അവിടെ കൊണ്ട് നിന്നു. തേർഡ് വണ്ണിൽ പോസിറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട് പൈ ബോണ്ട്, എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ വരികയാണ്. കോൺജുഗേഷൻ അവിടെ കൂടുതലാണ്, അതായത് കൂടുതൽ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് അവിടെ സംഭവിക്കും. കൂടുതൽ കനോണിക്കൽ സ്ട്രക്ചേഴ്സ് ഇതിനുണ്ടാവും. ഡി നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജിന് കോൺജുഗേഷനേ ഇല്ല. അപ്പോൾ ഡി ആണ് ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ, സി ആണ് ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ. കാര്യം ഏറ്റവും കൂടുതൽ കോൺജുഗേഷൻ ഉള്ളത് സീനാണ്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ് മക്കളെ, കില്ലർ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. കൂടുതൽ കോൺജുഗേഷൻ മീൻസ് കൂടുതൽ ഡീലോക്കലൈസേഷൻ ഓഫ് പോസിറ്റീവ് ചാർജ്, ബെറ്റർ സ്റ്റെബിലിറ്റി. ഗോട്ട് ഇറ്റ്? അതേപോലെ സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺസ് അറിയാലോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അതായത് മൈനസ് എം മൈനസ് ഐ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ഇൻക്രീസസ്, പ്ലസ് എം പ്ലസ് ഐ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ഡിക്രീസസ്. ഓക്കെ, ആൻഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് എക്സ്റ്റെൻഡ് ഓഫ് റെസണൻസ് കൂടുതലാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി അത്രയും തന്നെ കൂടുതലാണ്. എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി അത്രയും തന്നെ കൂടുതലാണ്, മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, എല്ലാം NO2 മൈനസ് ഐ മൈനസ് എം. ഓക്കെ, എല്ലായിടത്തും നോക്കിയേ O മൈനസ് ആണ് ഇവിടെ ഉള്ളത്, എല്ലാത്തിനും O മൈനസ് ആണുള്ളത്. എല്ലാത്തിൻ്റെയും പാരാ പൊസിഷനിൽ മൈനസ് ഐ മൈനസ് എം, ഇവിടെ മൈനസ് ഐ മൈനസ് എം, ഇവിടെ മൈനസ് ഐ മൈനസ് എം. പക്ഷേ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏതാ? NO2. സോ ബേസിക്കലി 1 ആണ് ഏറ്റവും സ്റ്റേബിൾ. 1 ആണ് ഏറ്റവും സ്റ്റേബിൾ. അത് കഴിഞ്ഞിട്ട് CN ആണ് വരുന്നത്, അത് കഴിഞ്ഞിട്ട് CHO, അത് കഴിഞ്ഞിട്ട് 4. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ സാറ് നേരത്തെ തന്ന ഓർഡർ മനസ്സിലാക്കണം. NO2 ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് മൈനസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, മൈനസ് ഐ മൈനസ് എം. അപ്പോൾ ദാറ്റ് സ്റ്റെബിലൈസസ് ദ ആനയോൺ ദ മോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് CN, അത് കഴിഞ്ഞിട്ട് CHO, അത് കഴിഞ്ഞ് COH. നെക്സ്റ്റ്, ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഫോർ ദ ഫോളോയിങ് ആൽക്കോക്സൈഡ്സ്. കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോളോയിങ് ആൽക്കോക്സൈഡ്സ്. എല്ലാവരും നോക്കിക്കേ മക്കളെ, ഇവിടെ നോക്കിക്കേ ABC ഉണ്ട്. ഇവിടെ നെഗറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട്, പിന്നെ NO2യുടെ ഒരു പൈ ബോണ്ട് ഉണ്ട് ഇവിടെ, മനസ്സിലായോ? എല്ലാവരും നോക്കിക്കേ, ഈ സ്ട്രക്ചർ നിങ്ങൾ നോക്കൂട്ടാ. NO2യുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. NO2യിൽ ഒരു പൈ ബോണ്ട് ഉണ്ട്. സോ നമുക്കിവിടെ കിട്ടുന്നത് എക്സ്റ്റെൻഡഡ് കോൺജുഗേഷൻ ആണ്. നെഗറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട് പൈ ബോണ്ട്. സോ ഏറ്റവും സ്റ്റേബിൾ C ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട്, ഇവിടെ ഇത്രയും കോൺജുഗേഷനേ ഉള്ളൂ. NO2യിലേക്ക് കോൺജുഗേഷൻ പോകുന്നില്ല. സോ B ആയിരിക്കും നെക്സ്റ്റ് വരാൻ പോകുന്നത്. എയിൽ കോൺജുഗേഷൻ തന്നെ ഇല്ല. സോ C ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ A, C ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ A. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? നെക്സ്റ്റ്, ആസിഡിക് സ്ട്രെങ്ത്. നേരത്തെ ഇൻഡക്റ്റീവ് ഇഫക്റ്റിൻ്റെ പോലെ തന്നെ
ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് കുറവ്. അതായത് -M-I ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് കൂടുതൽ, +M ഓർ +I ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണെങ്കിൽ അസിഡിക് സ്ട്രെങ്ത് കുറവ്. അതേപോലെ എക്സ്റ്റെൻഡ് ഓഫ് റെസൊണൻസ് നോക്കണം. കോൺജുഗേറ്റ് ബേസിൽ, കോൺജുഗേറ്റ് ബേസ് എന്ന് വെച്ചാൽ ആനയോൺ ആണ്, അവിടെ എക്സ്റ്റെൻഡ് ഓഫ് റെസൊണൻസ് കൂടുതലാണെങ്കിൽ ആ ബേസ് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. ബേസ് കൂടുതൽ സ്റ്റേബിൾ ആണെങ്കിൽ ആസിഡ് കൂടുതൽ അസിഡിക് ആയിരിക്കും. ഓർത്ത് വയ്ക്കുക. എല്ലാവരും നോക്കിക്കേ മക്കളെ. വാട്ട് ഈസ് ദി ഓർഡർ, അസിഡിക് സ്ട്രെങ്ത് ഓർഡർ? എല്ലാവരും നോക്കുക. NO2 -I -M, ക്ലോറിൻ -I +M, പക്ഷെ മൊത്തത്തിൽ -I ആണ് സ്ട്രോങ്ങർ. NH2 -I +M, പക്ഷെ +M ആണ് സ്ട്രോങ്ങർ. NH2ൽ +M ആയിരിക്കും സ്ട്രോങ്ങർ, പക്ഷെ ഹാലജൻസിൽ -I ആയിരിക്കും സ്ട്രോങ്ങർ. സോ ഇവിടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഏതാ? 1. അത് കഴിഞ്ഞിട്ടോ 2. കാര്യം എന്താ? ക്ലോറിൻ മൊത്തത്തിൽ -I ആണല്ലോ, മൊത്തത്തിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്. NH2 മൊത്തത്തിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. മനസ്സിലാക്കുക, NH2 മൊത്തത്തിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആണ്. ക്ലോറിൻ മൊത്തത്തിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് ദി അസിഡിക് സ്ട്രെങ്ത്. അപ്പോൾ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് പിന്നെ വരാൻ പോകുന്നത് 4 ആണ്, പിന്നെയാണ് 3 വരിക. 1 > 2 > 4 > 3. കാര്യം ഫീനോളിനേലും അസിഡിക് സ്ട്രെങ്ത് കുറവായിരിക്കും പാരാമൈനോ ഫീനോളിൽ. NH2 ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ്. 1 > 2 > 4 > 3. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് ഡിക്രീസിങ് അസിഡിക് സ്ട്രെങ്ത്. ഡിക്രീസിങ് അസിഡിക് സ്ട്രെങ്ത് എല്ലാവരും നോക്കിക്കേ മക്കളെ. ഇവിടെ ആകെ ഒറ്റ കൺഫ്യൂഷനേ വരുന്നുള്ളൂ. ഇത് നിങ്ങൾ ഓർത്ത് വെക്കാൻ സാറ് കൊണ്ടുവന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ OHും കാർബോക്സിലിക് ആസിഡും തമ്മിലുള്ള കമ്പാരിസൺ. സാധാരണ നോക്കുമ്പോൾ കാർബോക്സിലിക് ആസിഡ്സ് ആർ സ്ട്രോങ്ങർ ദാൻ ആൽക്കഹോൾസ്. പക്ഷേ ഇവിടെ ഇവൻ പിക്രിക് ആസിഡ് എന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് 3 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഇൻ ഓർത്തോ പാരാ പൊസിഷൻസ്. -M ഗ്രൂപ്പ്, സ്ട്രോങ്കസ്റ്റ് -M ഗ്രൂപ്പായ NO2 ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷൻസിലും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെരിമെൻ്റലി ഡിറൈവ്ഡ് റിസൾട്ടാണ്, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. കാര്യം യൂഷ്വലി കാർബോക്സിലിക് ആസിഡ്സ് ആർ മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ ഏതെടുത്താലും. പക്ഷേ ഇവിടെ പിക്രിക് ആസിഡ് ഇസ് വെരി അസിഡിക്. അപ്പോൾ 3 ആണ് ആദ്യം വരിക. ബാക്കിയുള്ളതിൽ കൺഫ്യൂഷനൊന്നുമില്ല. 3 > 4 > 2 > 1. 2 എന്തുകൊണ്ടാണ്? കാര്യം 2ൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ദ കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസണൻസ്. 1ൽ ആ സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. മനസ്സിലായോ മക്കളെ? 3 > 4 > 2 > 1. ഓക്കെ, കൂൾ. നെക്സ്റ്റ് നമുക്കുള്ളത് ഓർത്തോ ഇഫക്റ്റ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക മക്കളെ. ഓർത്തോ ഇഫക്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ദ ഓർത്തോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഐസോമർ ഓഫ് എവറി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ്, whether the substituent is electron releasing or electron withdrawing, is relatively more stronger than the corresponding para and meta isomer. ഇതെന്താണെന്ന് സാറ് പറഞ്ഞുതരാം. ഇതെന്താണ് എന്ന് സാറ് പറഞ്ഞുതരാം മക്കളെ. സപ്പോസ് എനിക്കിവിടെ ലെറ്റസ് ഒരു Cl ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്കിവിടെ ഒരു Cl ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വേണ്ട CS3 ഗ്രൂപ്പ്. ഇവിടെ ലെറ്റസ് ഒരു CS3 ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, ബെൻസോയിക് ആസിഡ്. മക്കളെ, ബെൻസോയിക് ആസിഡിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ബിഗ് ഗ്രൂപ്പ്സ്, അത് +M ആയിക്കോട്ടെ -M ആയിക്കോട്ടെ +I ആയിക്കോട്ടെ -I ആയിക്കോട്ടെ, ഒന്നും നോക്കണ്ട, ഇറ്റ്സ് അസിഡിക് സ്ട്രെങ്ത് വിൽ ബി മോർ. ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നോക്കിക്കേ. നിങ്ങൾ ബെൻസോയിക് ആസിഡ് എടുക്കുകയാണ്. നിങ്ങൾ ബെൻസോയിക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് ഇതാണ്. ബെൻസോയിക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് ഇസ് സ്ലൈറ്റ്ലി ഡീസ്റ്റെബിലൈസ്ഡ് ബൈ ദ -M ഇഫക്റ്റ്. സാറ് പറഞ്ഞുതരാം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. നിങ്ങൾ ഈ -M ഇഫക്റ്റ് നോക്കിയാൽ ഈ ബെൻസോയിക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസിൻ്റെ, എല്ലാവരും സൂക്ഷിച്ച് നോക്കിയേ, ഈ -M ഇഫക്റ്റ് കാരണം ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും വരുന്നുണ്ട്. അതായത് ആ കോൺജുഗേറ്റ് ബേസ് സ്ലൈറ്റ്ലി ഡീസ്റ്റെബിലൈസ്ഡാണ്, നെഗറ്റീവ് ചാർജസ് അടുത്തടുത്ത് വരിക. പക്ഷേ ഈ ഓർത്തോ പൊസിഷനിൽ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ
ഓർത്തോ പൊസിഷനിലൊരു ഗ്രൂപ്പ് വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറിക് ഫാക്ടേഴ്സ് കാരണം, ക്രൗഡിങ് കാരണം ഈ COO ഗ്രൂപ്പ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, പ്ലെയിനാറാ. ഇത് സ്ലൈറ്റ്ലി റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് പോകും. അതായത് ഈ O മൈനസ് ഉള്ളിലേക്കും ഈ O ഇങ്ങനെ പുറത്തേക്കും വരും. അപ്പോൾ ബേസിക്കലി അവിടെ റെസണൻസ് കട്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അതെങ്ങനെ റെസണൻസ് കട്ടാവണേ? മക്കളെ, റെസണൻസ് കട്ടാവണമെങ്കിൽ ദ പി ഓർബിറ്റൽസ്, ഇവിടുത്തെ പി ഓർബിറ്റലും ഷുഡ് ബി പാരലൽ. ഓക്കെ, അപ്പോൾ ബേസിക്കലി എല്ലാവരും നോക്കിക്കേ, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ കാർബണിൻ്റെയും പി ഓർബിറ്റൽ പാരലലാണ്. അതായത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ ആ CO ഗ്രൂപ്പ് വളയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു പി ഓർബിറ്റൽ ഇങ്ങനെ വരും. പി ഓർബിറ്റൽസ് രണ്ട് ഇങ്ങനെ വന്നാൽ ഓൺലി ദൻ റെസണൻസ് വിൽ ഹാപ്പൻ. ഇത് വളയുമ്പോൾ എന്ത് പറ്റും? ഒരു പി ഓർബിറ്റൽ ഇങ്ങനെ വരും. സോ റെസണൻസ് അവിടെ കട്ടാവും. റെസണൻസ് അവിടെ കട്ടാവുമ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് ചാർജ് രണ്ടും ഒരുമിച്ച് വരില്ല. അപ്പോൾ കോൺജുഗേറ്റ് ബേസ് ഇസ് മോർ സ്റ്റെബിലൈസ്ഡ് വെൻ റെസണൻസ് ഇസ് കട്ട്. ഒന്നുകൂടി പറഞ്ഞുതരാം. ബെൻസോയിക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് ഇസ് മോർ സ്റ്റെബിലൈസ്ഡ് വെൻ ദ റെസണൻസ് ഇസ് കട്ട്. റെസണൻസ്, അതായത് ബെൻസീനിൽ നിന്ന് വരുന്ന റെസണൻസ് കട്ടാണെങ്കിൽ കോൺജുഗേറ്റ് ബേസ് ഇസ് മോർ സ്റ്റെബിലൈസ്ഡ്. ഇത് ഓർത്ത് വയ്ക്കാം. ബെൻസീനിൽ നിന്ന് വരുന്ന റെസണൻസ് കട്ടാണെങ്കിൽ കോൺജുഗേറ്റ് ബേസ് ഇസ് മോർ സ്റ്റെബിലൈസ്ഡ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. അതായത് നിങ്ങൾ തന്നെ നോക്കിക്കേ മക്കളെ, ഇവിടെ ഈ ബെൻസീനിൽ നിന്ന് വരുന്ന റെസണൻസ് കാരണം രണ്ട് നെഗറ്റീവ് ചാർജ് ഒരുമിച്ച് വരികയാണ്. പക്ഷെ നമ്മൾ ആ റെസണൻസ് കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ രണ്ട് നെഗറ്റീവ് ചാർജ് ഒരുമിച്ച്, അതായത് ഇവിടെ നിന്നുള്ള റെസണൻസ് കട്ടാവും ബെൻസീനിൽ നിന്നുള്ള. അപ്പോൾ കോൺജുഗേറ്റ് ബേസിൽ രണ്ട് നെഗറ്റീവ് ചാർജ് ഒരുമിച്ച് വരില്ല. ദാറ്റ് മീൻസ് കോൺജുഗേറ്റ് ബേസ് ഇസ് മോർ സ്റ്റെബിലൈസ്ഡ് വെൻ ദ റെസണൻസ് ഫ്രം ബെൻസീൻ ഇസ് കട്ട്. ഇത് ബെൻസോയിക് ആസിഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പം അത് കട്ട് ചെയ്യാനായിട്ട് ഓർത്തോ പൊസിഷനിൽ ഒരു ബൾക്കി ഗ്രൂപ്പ് വന്നാൽ മതി. ഈ ബൾക്കി ഗ്രൂപ്പ്സ് ഉദ്ദേശിക്കുന്നത് R ആവാം, CL ആവാം, BR ആവാം, I ആവാം, OR ആവാം, NO2 ആവാം, CHO ആവാം, COH ആവാം, ഈവൻ OH ആവാൻ പറ്റും. OHനും പറ്റും. OH ഓർത്തോ പൊസിഷനിൽ വന്നാൽ വേറൊരു ഗുണം കൂടി ഉണ്ട്. OH ഓർത്തോ പൊസിഷനിൽ വന്നാൽ എന്താ ഗുണം എന്നറിയോ? ഈ കോൺജുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ്ഡ് ബൈ ഇൻട്രാമോളിക്കുലാർ റെസണൻസ്. It is stabilized by intramolecular resonance. That makes a conjugate base very stable. ഇത് JEE Advanced ഒരു ചോദ്യം ഉണ്ടായിരുന്നു. Ortho hydroxy benzoic acid is more acidic than meta hydroxy benzoic acid or para hydroxy benzoic acid. കാര്യം എന്താണ്? ഈ ഓർത്തോ ഇഫക്റ്റ് കാരണം. ബാക്കി എല്ലായിടത്തും സ്റ്റെറിക് എഫക്റ്റ് കാരണം റെസണൻസ് കട്ടാവും. OHൻ്റെ കേസിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടും കൂടി ഉണ്ട്. മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേ മക്കളെ. സെറ്റാണോ മക്കളെ? ഫോർ എക്സാമ്പിൾ എല്ലാവരും നോക്കിക്കേ, കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് ഇവിടെ കാണിച്ചു തരാം. നൈട്രോ ബെൻസോയിക് ആസിഡ്സിൻ്റെ കേസിൽ ഓർത്തോ ഗ്രേറ്റർ ദാൻ പാരാ ഗ്രേറ്റർ ദാൻ മെറ്റാ ഗ്രേറ്റർ ദാൻ ബെൻസോയിക് ആസിഡ്. ഓർത്തോ ആണ് ഫസ്റ്റ്. ഓർത്തോ നൈട്രോ ബെൻസോയിക് ആസിഡ് ഫസ്റ്റ്, പിന്നെ പാര, പിന്നെ മെറ്റ. പാര എന്തുകൊണ്ടാണ് സെക്കൻഡ് വരുന്നത്? -M ഇഫക്റ്റ് ഉള്ളതുകൊണ്ട്. ഓർത്തോയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഓർത്തോയുടെ കേസ് നിങ്ങൾ ഒന്നും നോക്കണ്ട. ഓർത്തോ ഇസ് ഓൾവേസ് ഫസ്റ്റ്. പിന്നെ നിങ്ങൾ -M -I വെച്ച് കളിക്കുക. പാര ഗ്രേറ്റർ ദാൻ മെറ്റ ഗ്രേറ്റർ ദാൻ ബെൻസോയിക് ആസിഡ്. പിന്നെ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ആണെങ്കിൽ അഗെയിൻ ഓർത്തോ ഫസ്റ്റ്, പിന്നെ മെറ്റ ഗ്രേറ്റർ ദാൻ ബെൻസോയിക് ആസിഡ് ഗ്രേറ്റർ ദാൻ പാര. കാര്യം എന്താ? OH എന്ന് പറയുന്നത് +M ഗ്രൂപ്പാണ്. OH is a +M group. അപ്പോൾ പാര ലാസ്റ്റാ വരിക. ബിക്കോസ് OM is a electron donating group. ഓർത്തോയുടെ കേസിൽ അതൊന്നും നോക്കണ്ട. ഓർത്തോ ഇസ് ഓൾവേസ് ഫസ്റ്റ്, പിന്നെ മെറ്റ, പിന്നെ ബെൻസോയിക് ആസിഡ്, പിന്നെ പാര. ഇപ്പോൾ ക്ലോറോ ബെൻസോയിക് ആസിഡ് നോക്കുകയാണെങ്കിൽ ഓർത്തോ ഫസ്റ്റ്, പിന്നെ മെറ്റയാണ് വരുന്നത്. കാര്യം ക്ലോറിൻ -I ഗ്രൂപ്പ് അല്ലേ, ഇലക്ട്രോൺ വിഡ്രോയിങ് -I ഗ്രൂപ്പാണ് സ്ട്രോങ്ങസ്റ്റ്. -I ആണ് ഇഫക്റ്റീവ്. അപ്പോൾ മെറ്റ കഴിഞ്ഞിട്ട് പാര. കാര്യം മെറ്റയാണല്ലോ കുറച്ചും കൂടി അടുത്ത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറച്ചും കൂടി പ്രോമിനൻ്റ് അവിടെ ആയിരിക്കും. അതേപോലെ മീത്തൈൽ ബെൻസോയിക് ആസിഡ്സ്, ഓർത്തോ കഴിഞ്ഞാൽ ബെൻസോയിക് ആസിഡ്, അത് കഴിഞ്ഞ് മെറ്റ, അത് കഴിഞ്ഞ് പാര. കാര്യം മീത്തൈൽ എന്ന് പറയുമ്പോൾ +M ഗ്രൂപ്പാണ്.
പ്ലസ് എം അല്ല, പ്ലസ് എച്ച് ഗ്രൂപ്പ്. അത് ബേസിക്കലി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഹൈപ്പർ കോൺജുഗേഷൻ വഴി ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതാണ്. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ മക്കളെ? ഫൈൻ, ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ? ഇനി ഈ ഒരു ഓർഡർ കൂടി പഠിച്ചു വയ്ക്കുക. പാരാ നൈട്രോ ബെൻസോയിക് ആസിഡ് ഇസ് stronger than para-chlorobenzoic acid, stronger than benzoic acid, stronger than para-methyl benzoic acid, greater than para-hydroxy-benzoic acid, greater than benzene sulfonic acid, greater than benzoic acid, greater than phenol, greater than benzyl alcohol. ഈ ഓർഡർ ഒരു എക്സ്ട്രാ സംഭവം സാർ തന്നു എന്നേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഞങ്ങാനും ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നാൽ പല പല ക്വസ്റ്റ്യൻസിൽ നിന്ന് സാർ എടുത്തൊരു ലിസ്റ്റാണിത്, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, എല്ലാവരും നോക്കുക. ദ കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇസ്, കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഇവിടെ NO2 ആണ് വരുന്നത്. അപ്പോൾ ബേസിക്കലി -M -I. സോ ബേസിക്കലി 3 ആണ് ഏറ്റവും അസിഡിക്, അത് കഴിഞ്ഞിട്ട് 1, അത് കഴിഞ്ഞിട്ട് 2. കാര്യം OCS3 എന്ന് പറയുന്നത് +M -I ആണ്. അതിൽ +M ആണ് സ്ട്രോങ്ങർ. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണത്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. സോ 3 greater than 1 greater than 2, 3 greater than 1 greater than 2. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് എല്ലാവരും നോക്കിക്കേ മക്കളെ, നമുക്ക് ഒരു അടിപൊളി 4 അടിപൊളി ക്വസ്റ്റ്യൻസ് ടക്ക് ചെയ്യാം. 4 അടിപൊളി ക്വസ്റ്റ്യൻസ് ടക്ക് ചെയ്യാം. ഈ 4 ഓപ്ഷൻസിലും ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഈ 4 ഓപ്ഷൻസിലും ഏറ്റവും അസിഡിക് ഏതാണ് എന്നാണ് ചോദ്യം. ഈ 4 ഓപ്ഷൻസിലും എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഏറ്റവും അസിഡിക് ഏതാണ്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആൻസർ സാറ് പറഞ്ഞു തരാം, അതിൻ്റെ റീസണും സാറ് പറഞ്ഞു തരാം. ഏറ്റവും അസിഡിക് വരാൻ പോകുന്നത് സി ആണ്. കാര്യം ഈ ഹൈഡ്രജൻ നോക്കുമ്പോൾ, ഈ ഹൈഡ്രജൻ ഇപ്പോൾ പോയെന്ന് വിചാരിക്കുക. ഈ ഹൈഡ്രജൻ പോകുമ്പോൾ ദ കോൺജുഗേറ്റ് ബേസ് ഓവർ ദർ, നെഗറ്റീവ് ചാർജ് വരുമല്ലോ. ഇറ്റ് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസണൻസ് ഇൻ ദിസ് ബെൻസീൻ റിംഗ്, ആൻഡ് ഓൾസോ നമ്മുടെ ഫോസ്ഫറസിൽ ഒരു വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഉണ്ട്. സാർ നേരത്തെ പറഞ്ഞില്ലേ ലോൺ പെയർ സിഗ്മ ബോണ്ട് വേക്കൻറ്റ് ഓർബിറ്റൽ, അവിടെയും റെസണൻസ് വരും. അപ്പോൾ റെസണൻസ് 3 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഈ ബെൻസീൻ റിംഗിലേക്ക്, ഈ ഫോസ്ഫറസിലേക്ക്. നെഗറ്റീവ് ചാർജസ് മോർ സ്റ്റെബിലൈസ്ഡ്, കോൺജുഗേറ്റ് ബേസസ് മോർ സ്റ്റെബിലൈസ്ഡ്, ബെറ്റർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അപ്പോൾ ഇതിൽ നെഗറ്റീവ് ചാർജ് ഇവിടെ വന്നാൽ നൈട്രജനിലേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് നൈട്രജനിൽ 4 ബോണ്ടാണ് മാക്സിമം. NME3 ഈസ് ഓൾറെഡി ഹിയർ. അവിടെ വേക്കൻ്റ് ഓർബിറ്റൽസ് ഇല്ല. 2 ബെൻസീൻ റിംഗിലേക്ക് പോകാം, ഇങ്ങോട്ടും പോകാം, പക്ഷേ നൈട്രജനിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടത്തെ നോക്കുകയാണെങ്കിൽ ഈ ബെൻസീൻ റിംഗിലേക്ക് പോകാം, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റെസണൻസ് ഉള്ളത് ഓപ്ഷൻ സിയിലാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് അസിഡിക്. സി ആണ് ആൻസർ. അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും അസിഡിക് ഏതാണ്? എല്ലാവരും നോക്കിക്കേ മക്കളെ. ഇവിടെ നിന്ന് ഞാനൊരു ഹൈഡ്രജൻ വിടുകയാണെങ്കിൽ, ഈ ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, ഈ നെഗറ്റീവ് ചാർജ് വിൽ ബി റെസണൻസ് സ്റ്റെബിലൈസ്ഡ്, കോൺജുഗേറ്റ് ബേസ് റെസണൻസ് സ്റ്റെബിലൈസ്ഡ്. പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ഇങ്ങോട്ടും മോർ റെസണൻസ് ഉണ്ട്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഓപ്ഷൻ സിയിൽ എല്ലാവരും നോക്കിക്കേ മക്കളെ. ഓപ്ഷൻ സിയുടെ സ്ട്രക്ചറിൽ CO ഒരു എസ്റ്റർ ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച്ഡ് ആണ്. ഈ എസ്റ്റർ ഗ്രൂപ്പിൽ ഇപ്പോൾ ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ്ഡ് ഓൺ ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ്. 2 സൈഡിലും റെസണൻസ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ റെസണൻസ് ഈസ് കോമ്പീറ്റിംഗ്. അതായത് ഈ ഓക്സിജൻ വഴി ഒരു റെസണൻസ് ഓൾറെഡി ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിൻ്റെ റെസണൻസ് ഹാസ് ടു കോമ്പീറ്റ് വിത്ത് ദിസ് ഓക്സിജൻ. പക്ഷെ നമ്മൾ ഓപ്ഷൻ ബിയിൽ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനൊരു കോമ്പറ്റീഷനേ വരുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ചാർജ് ഇവിടെ വരികയാണെങ്കിൽ 2 സൈഡിലേക്കും റെസണൻസ് ഉണ്ട്.
without any competition. Conjugate base is very much stabilized. മനസ്സിലായോ മക്കളെ? So basically answer is B. ഓപ്ഷൻ ഡിയിലോ, ഓപ്ഷൻ ഡിയിൽ ഇപ്പോൾ ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് വന്നു എന്ന് വിചാരിക്കുക. ദർ ഇസ് ഓൺലി വൺ റെസണൻസ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചാർജ് സ്റ്റെബിലൈസ് ചെയ്യണ ആരെയാണ്? അതാണ് സ്റ്റേബിൾ കോൺജുഗേറ്റ് ബേസ്, അതാണ് സ്ട്രോങ്ങർ ആസിഡ്. ഇനി സി നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് മക്കളെ. ബി വിൽ ബി ദി ആൻസർ അല്ലേ, -m and -i. ഇനി ഡി നോക്കുകയാണെങ്കിൽ ഏറ്റവും അസിഡിക് ഏതാണ്? ഏറ്റവും അസിഡിക് ഏതാണ്? നിങ്ങൾ തന്നെ നോക്കിയേ. ഇവിടുത്തെ ഹൈഡ്രജൻ സാർ റിമൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് വിൽ ബി സ്റ്റെബിലൈസ്ഡ് ബൈ റെസണൻസ് ഓൺ ദിസ് സൈഡ്, റെസണൻസ് ഓൺ ദിസ് സൈഡ്. ബാക്കി ഒന്നിലും ഇത്ര രണ്ട് റെസണൻസ് നിങ്ങൾ കാണില്ല. ഇപ്പോൾ ഇവിടുത്തെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഹൈഡ്രജൻ പറഞ്ഞ റിമൂവ് ചെയ്യാൻ നെഗറ്റീവ് ചാർജ് ഇവിടെ വരും, ഒറ്റ റെസണൻസേ ഉള്ളൂ. ഇവിടുത്തെ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ രണ്ട് റെസണൻസ്. കോൺജുഗേറ്റ് ബേസസ് മോർ സ്റ്റെബിലൈസ്ഡ്, മോർ അസിഡിക്. സോ ബേസിക്കലി ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ മക്കളെ? സെറ്റാണോ സെറ്റ് മസാലയാണോ? സെറ്റാണോ സെറ്റ് മസാലയാണോ? എല്ലാവരും ഒരു ഹാർട്ടോ ഒരു തംസപ്പോ ഒരു ഫയറോ ഇട്ടേടാ മക്കളെ. ഹാർട്ടോ തംസപ്പോ ഫയറോ ഇട്ടേടാ മക്കളെ. ഇനി നമുക്ക് ബേസിക് നേച്ചർ നോക്കാം. നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഇലക്ട്രോൺ ഡെൻസിറ്റി +m ഓർ +i ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കൂടുതലാണ്, -m ഓർ -i ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കുറവാണ്. അതേപോലെ ബേസിക് സ്ട്രെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസണൻസ്. ആ ലോൺ പെയർ റെസണൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബേസിക് സ്ട്രെങ്ത് കുറവാണ്. ഫോർ എക്സാമ്പിൾ അനിലീൻ, അതിൽ ആ ലോൺ പെയർ ഇസ് ഇൻ റെസണൻസ്, അപ്പോൾ ലോൺ പെയർ ഇസ് നോട്ട് ഈസിലി അവൈലബിൾ. അതേപോലെ ബേസിക് സ്ട്രെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ലോൺ പെയർ ലോക്കലൈസ്ഡ് is more basic than lone pair delocalized is more basic than lone pair in aromaticity. Lone pair localized എന്ന് പറയുമ്പോൾ lone pair is easily available. Lone pair delocalized എന്ന് പറയുമ്പോൾ lone pair is in resonance, പെട്ടെന്ന് അവൈലബിൾ അല്ല. lone pair in aromaticity ആണെങ്കിൽ ഒട്ടും അവൈലബിൾ അല്ല. അതേപോലെ നൈട്രജൻ sp3 is more basic than nitrogen sp2 is more basic than nitrogen sp. കാര്യം ഇലക്ട്രോനെഗറ്റിവിറ്റി റീസൺസ് കാരണം. എല്ലാവരും നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദി ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത്. ഇതിൽ ഏറ്റവും ബേസിക് വരാൻ പോകുന്നത് 4 ആണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, സർ 4 പിരിഡീൻ അല്ലേ, 4ൽ ഈ ലോൺ പെയർ റെസണൻസിലല്ലേ? അല്ല മക്കളെ, 4ൽ നിങ്ങൾ തന്നെ നോക്കിക്കേ മക്കളെ. ദീസ് ഇലക്ട്രോൺസ് 4ൽ നിങ്ങൾ മനസ്സിലാക്കണം, പിരിഡീൻ്റെ കേസിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഓൾറെഡി ഈ ഇലക്ട്രോൺസ് ആർ ഇൻ റെസണൻസ് 2, 4, 6. ഓക്കെ, അവിടെ നിങ്ങൾ പൈ ഓർബിറ്റിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. സോറി, പി ഓർബിറ്റിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ പി ഓർബിറ്റൽസ് ഒക്കെ പാരലലാണ്. പക്ഷേ ഈ നൈട്രജൻ്റെ ലോൺ പെയർ കിടക്കുന്ന ഈ ഓർബിറ്റൽ ഇസ് പെർപെൻഡിക്കുലർ ടു ദം. അപ്പോൾ റെസണൻസ് വരാൻ പോകുന്നത് ഇവിടെയാണ്. നൈട്രജൻ്റെ ലോൺ പെയർ ഇസ് നോട്ട് ഇൻ റെസണൻസ്. നൈട്രജൻ്റെ ലോൺ പെയർ ഇസ് നോട്ട് ഇൻ റെസണൻസ് ബിക്കോസ് റെസണൻസിൽ സർ നേരത്തെ പറഞ്ഞു ദ പി ഓർബിറ്റൽസ് പാർട്ടിസിപ്പേറ്റിംഗ് ഷുഡ് ബി പാരലൽ ടു ഈച്ച് അതർ. ഇവിടെ നിങ്ങൾ നൈട്രജൻ്റെ ഹൈബ്രിഡൈസേഷൻ നോക്കൂ, sp2 ആണ്. അതായത് ഈ ലോൺ പെയർ ഇസ് പ്ലെയിനാർ. ഗോട്ട് ഇറ്റ്? അതായത് ഈ ലോൺ പെയറിൻ്റെ ഓർബിറ്റൽ ഇസ് ലൈങ് ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് കിടക്കുന്നത്. ബാക്കി എല്ലാ പി ഓർബിറ്റൽസും ഇങ്ങനെയാണ്. അപ്പോൾ അവർ തമ്മിലാണ് റെസണൻസ്. That means resonance is between these two, this two and this two. Lone pair is not in resonance. Lone pair on the nitrogen is not in resonance. മനസ്സിലായോ മക്കളെ? Got it? Fine. അപ്പോൾ ഓക്കെ, വെയിറ്റ് ചെയ്യൂ. 4 അല്ല വരുന്നത്. ആക്ച്വലി എല്ലാവരും നോക്കിക്കേ, 1 ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ? കാര്യം 1ൻ്റെ കേസിലും ലോൺ പെയർ ഇസ് നോട്ട് ഇൻ റെസണൻസ് ആൻഡ് നൈട്രജൻ ഇസ് sp3 ഹൈബ്രിഡൈസ്ഡ്. നൈട്രജൻ sp3 ഹൈബ്രിഡൈസ്ഡുമാണ് അല്ലേ? അപ്പോൾ 1 ആണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഏതാണ്? 3 ആണ്. അത് കഴിഞ്ഞിട്ട് 3 ആണ്. കാര്യം ഇവിടെ നൈട്രജൻ ഇസ് sp3 ഹൈബ്രിഡൈസ്ഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സർ 1ഉം 3ഉം തമ്മിൽ സർ എങ്ങനെയാണ്? മക്കളെ, 3ൽ നമുക്കൊരു ബെൻസീൻ റിംഗ് ഉണ്ട്. ബെൻസീൻ റിംഗ് കുറച്ച് -i ഇഫക്റ്റ് കാണിക്കും. കാര്യം ഇവിടെ ഒരു sp2 ഹൈബ്രിഡൈസ് കാർബൺ ഉണ്ടല്ലോ. അപ്പോൾ -i ഇഫക്റ്റ് കൊണ്ട് ഈ ലോൺ പെയർ കുറച്ച് പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ 1ഉം 3 നോക്കുമ്പോൾ 1 ഇസ് ഗ്രേറ്റർ ദെൻ 3, ദെൻ
4. കാര്യം 4ൽ നൈട്രജനിൽ ലോൺ പെയർ ഇസ് ഓൺ ആൻ sp2 ഹൈബ്രിഡൈസ് കാർബൺ. അത് കഴിഞ്ഞിട്ട് 2 ഏറ്റവും ലീസ്റ്റ് ആയത് എന്തുകൊണ്ടാണ്? ലോൺ പെയർ ഇസ് ഇൻ റെസണൻസ്. കാര്യം മനസ്സിലാക്കാൻ മക്കളെ, പിരിഡീനിൽ ലോൺ പെയർ ഇസ് നോട്ട് ഇൻ റെസണൻസ്. പിരിഡീനിൽ ലോൺ പെയർ ഇസ് നോട്ട് ഇൻ റെസണൻസ്. അതുകൊണ്ടാണ് 4 comes before 2. അതുകൊണ്ടാണ് 4 comes before 2. മനസ്സിലായോ മക്കളെ? Got it? Is that clear? നെക്സ്റ്റ് വൺ നോക്കാം. ഇവിടെ ബേസിക് സ്ട്രെങ്ത് എന്താ മക്കളെ? ദേ ഇവിടെ നോക്കുക. ദിസ് ഇസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. CS3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. NO2 -M-I ആണ്. അപ്പോൾ ബേസിക് സ്ട്രെങ്ത് കുറയ്ക്കും. അപ്പോൾ ബേസിക്കലി ഏറ്റവും കൂടുതൽ 3 ആണ്. അത് കഴിഞ്ഞ് 2, അത് കഴിഞ്ഞ് 1. 3 greater than 2 greater than 1 അല്ലേ? 3 greater than 1 greater than 2. 3 greater than 1 greater than 2. കാര്യം NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് അല്ലേ? സോ 3 greater than 1 greater than 2. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് ഈ ഒരു ചോദ്യം നോക്കാം. The correct order of basicity of the following compounds is. The correct order of basicity of the following compounds is. ഇത് ജെയിൽ പല പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ്. മിക്ക കുട്ടികളും 4 മാർക്ക് ചെയ്യും ഏറ്റവും ബേസിക്. എന്നിട്ട് അവർ റീസൺ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർ ഇവിടെ 3 നൈട്രജൻ ഉണ്ട് അതുകൊണ്ടാണെന്ന്. അതുകൊണ്ടല്ല മക്കളെ. ബേസിസിറ്റി എന്ന് പറയുമ്പോൾ ദ ഈസ് ഓഫ് ഗിവിങ് എ ലോൺ പെയർ. എത്ര ലോൺ പെയർ ഉണ്ടെന്നല്ല, നോട്ട് ദ നമ്പർ ഓഫ് ലോൺ പെയർ. Which lone pair can be given easily? It doesn't mean how many lone pairs are there. Lone pair പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ that's more basic. ചിലർക്ക് ഒരു ലോൺ പെയർ ഉണ്ടാവുള്ളൂ, പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. ചിലർക്ക് 3 ലോൺ പെയർ ഉണ്ടാവും, പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് കൊടുക്കാൻ ലോൺ പെയറിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ അതാണ് കൂടുതൽ ബേസിക്. ആൻഡ് ദി ആൻസർ ഓവർ ഹിയർ, ഇത് നോക്കുക മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 ആണ് ഏറ്റവും ബേസിക്. കാര്യം എന്താണെന്നറിയോ? 4ൽ ഈ ലോൺ പെയർ ഇഫ് ഇറ്റ് ഇസ് ടേക്കിംഗ് എ H+, ഇതൊരു H+ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് വി വിൽ ഗെറ്റ് എ സ്ട്രക്ചർ ലൈക്ക് ദിസ്, NH2+. ആൻഡ് ദിസ് സ്ട്രക്ചർ, ഇതാണ് കോൺജുഗേറ്റ് ആസിഡ്. ദിസ് സ്ട്രക്ചർ ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ ഇക്വിവലൻ്റ് റെസണൻസ്. നിങ്ങളിതിൻ്റെ റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഒന്ന് വരച്ച് നോക്കിയേ മക്കളെ. NH2 സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, NH2+, സിംഗിൾ ബോണ്ട്, NH2. അതേപോലെ ഇവിടുത്തെ ലോൺ പെയർ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റെസണേറ്റിംഗ്, അതായത് ഇക്വിവലൻ്റ് റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് കിട്ടും. കോൺജുഗേറ്റ് ആസിഡ് സ്റ്റെബിലിറ്റി അത്രയും കൂടും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ H+ ഈ NHനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ കോൺജുഗേറ്റ് ആസിഡ് ലൈക്ക് ദിസ് വിച്ച് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ ഇക്വിവലൻ്റ് റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. 1, 2 ഒരെണ്ണം കൂടി വരയ്ക്കാം എനിക്ക്. ഈ ലോൺ പെയറിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് ഈ പൈ ബോണ്ടിനെ വിൽ ഗെറ്റ് ഇക്വിവലൻ്റ് ആൻഡ് ദാറ്റ്സ് വെരി സ്റ്റെബിലൈസ്ഡ്. കോൺജുഗേറ്റ് ആസിഡ് ഇസ് വെരി സ്റ്റെബിലൈസ്ഡ്. അപ്പോൾ 4 ആണ് ഏറ്റവും ബേസിക് ആയിട്ട് വരിക. പിന്നെ വരുന്നത് 3 ഡ്യൂ ടു സെയിം റീസൺ. പക്ഷേ ഇവിടെ ഒരു CS3 ആയതുകൊണ്ട് ഇക്വിവലൻ്റ് റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ എണ്ണം കുറയും. 4 greater than 3 greater than, പിന്നെ വരുന്നത് 1, പിന്നെ വരുന്നത് 2. അപ്പോൾ നിങ്ങൾ 1ഉം 2ഉം എന്തുകൊണ്ടാണ്? കാര്യം നൈട്രജൻ ഇവിടെ വരുന്നത് sp2 ഹൈബ്രിഡൈസ്ഡാണ്. ഗോട്ട് ഇറ്റ്? നൈട്രജൻ ഇവിടെ വരുന്നത് sp3 ആണ്. സോ 4 greater than 3 greater than 1 greater than 2. 3 ആണ് ആൻസർ വരിക. ഇത് ജെയിലെ സ്ഥിരം ചോദ്യമാണ് മക്കളെ. എല്ലാവരും മനസ്സിലാക്കുക, ഈ സ്ട്രക്ചർ എന്തുകൊണ്ടാണ് ഇത്രയും ബേസിക് ആയത്? കാര്യം ഈ നൈട്രജനിൽ H+ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, എല്ലാവരും നോക്കുക, ഞാൻ ഒന്നും കൂടി വരച്ച് കാണിച്ചു തരാം. NH2 ഡബിൾ ബോണ്ട് NH. ഈ നൈട്രജനിലെ ലോൺ പെയർ ആണ് ഏറ്റവും ബേസിക്. ബിക്കോസ് അവിടെ H+ അറ്റാക്ക് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് എ സ്ട്രക്ചർ ലൈക്ക് ദിസ്. ഈ സ്ട്രക്ചറിന് 3, ഇതാണ് കോൺജുഗേറ്റ് ആസിഡ്. ദിസ് ഇസ് ദ കോൺജുഗേറ്റ് ആസിഡ്. ഈ കോൺജുഗേറ്റ് ആസിഡിന് 3 ഇക്വിവലൻ്റ് റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ച് നോക്കാം. ദാറ്റ് മേക്സ് എ കോൺജുഗേറ്റ് ആസിഡ് വെരി സ്റ്റേബിൾ. കോൺജുഗേറ്റ് ആസിഡ് സ്റ്റേബിൾ ആയാൽ ബേസ് സ്ട്രോങ്ങർ ആവും. മനസ്സിലായോ മക്കളെ? ഗോട്ട് ഇറ്റ്?
ഓക്കെ ആണോ? എല്ലാവരും നോക്കൂ, നമുക്ക് അതേപോലെ തന്നെ 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് ബേസിക് കോമ്പൗണ്ട്, ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് ബേസിക് കോമ്പൗണ്ട്, ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് ബേസിക് കോമ്പൗണ്ട്. വളരെ സിമിലർ ക്വസ്റ്റ്യൻ. നേരെ കൊണ്ടുവന്ന് ഡി കൊണ്ടുവന്ന് ചാർത്താം, നേരെ കൊണ്ടുവന്ന് ഡി കൊണ്ടുവന്ന് ചാർത്താം അല്ലേ? ബിക്കോസ് ഓഫ് ദ സെയിം റീസൺ. ഈ നൈട്രജനിൽ H+ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇക്വിവലൻറ്റ് റെസണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. അതേപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഇസ് മോസ്റ്റ് ബേസിക്. എന്തായാലും സി അല്ല, കാര്യം ലോൺ പെയർ ഇസ് ഇൻ റെസണൻസ്. എ നോക്കിക്കേ മക്കളെ, എയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ആർ 3+i ഗ്രൂപ്പ്സ്. എ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദർ ആർ 3+i ഗ്രൂപ്പ്സ്. 3+i ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആണ്. 3+i ഗ്രൂപ്പ്സ് മീൻസ് ബേസിക് സ്ട്രെങ്ത് ഇൻക്രീസസ്. ബിയിലാണെങ്കിൽ ഒറ്റ +i ഗ്രൂപ്പേ ഉള്ളൂ, ഡിയിലാണെങ്കിൽ 2+i ഗ്രൂപ്പേ ഉള്ളൂ, എയിലാണെങ്കിൽ 3+i ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ബേസിക്കലി ദി ആൻസർ ഇസ് എ. ഓക്കെ ആണോ മക്കളെ? ഗോട്ട് ഇറ്റ്? സെറ്റാണോ സെറ്റ് മസാലയാണോ, സെറ്റാണോ സെറ്റ് മസാലയാണോ മക്കളെ? ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് 2 ടോപ്പിക്കും കൂടി ഉള്ളൂ. ടക്കെന്ന് സാർ അത് തീർത്ത് തരാം. ഹൈപ്പർ കോൺജുഗേഷൻ ആൻഡ് അരോമാറ്റിസിറ്റി. ഹൈപ്പർ കോൺജുഗേഷൻ എന്താണ്? ഈ 3 സിറ്റുവേഷൻസിൽ ഹൈപ്പർ കോൺജുഗേഷൻ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് വെൻ ദർ ഇസ് അറ്റ്ലീസ്റ്റ് 1 alpha hydrogen attached to a carbocation, or when there is an alpha hydrogen attached to a free radical, or when there is a alpha hydrogen attached to a pi bond. ആൽഫ എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ? കാർബോകാറ്റയോണിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന കാർബണാണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ. ഫ്രീ റാഡിക്കലിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർബണാണ് ആൽഫ കാർബൺ, ദിസ് ഇസ് ആൽഫ ഹൈഡ്രജൻ. പൈ ബോണ്ടിൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന കാർബണാണ് ആൽഫ കാർബൺ, ദിസ് ഇസ് ആൽഫ ഹൈഡ്രജൻ. സോ വെൻ അറ്റ് ലീസ്റ്റ് 1 carbon hydrogen sigma bond is present at alternate position, alternate alpha position of a carbocation, free radical or pi bond, then delocalization of sigma bond takes place. ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ ബേസിക്കലി ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ആണ് സംഭവിക്കുന്നത്. ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ആണ് സംഭവിക്കുന്നത്, അറിയാലോ മക്കളെ? അതായത് ഈ ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോൺസ്, സപ്പോസ് ദർ ഇസ് എ പോസിറ്റീവ് ചാർജ് ഓവർ ഹിയർ. ഇവിടെ പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ വേക്കൻ്റ് ഓർബിറ്റൽ. ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് ഈ ഇലക്ട്രോൺസ് വിൽ ജംപ് ഓവർ ഹിയർ. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഹൈഡ്രജൻ അങ്ങനെ തൂങ്ങി നിൽക്കും, നോ ബോണ്ട് റെസണൻസ് എന്ന് പറയും. ഇവിടെ ഒരു പൈ ബോണ്ടും വരും, ഇവിടെ ഒരു പൈ ബോണ്ടും വരും. ഇതേപോലെ തന്നെയാണ് ഫ്രീ റാഡിക്കലിലും പൈ ബോണ്ടിലും നടക്കുന്നത്. സോ ബേസിക്കലി ദാറ്റ് ഇസ് വൈ ഹൈപ്പർ കോൺജുഗേഷൻ ഇസ് കോൾഡ് ആസ് നോ ബോണ്ട് റെസണൻസ്. അണ്ടർസ്റ്റാൻഡ്, ഈ 2 എണ്ണവും ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. ആക്ച്വൽ സ്ട്രക്ചർ ഷോസ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത്. 2 എണ്ണവും ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് സാർ ഇവിടെ ബോണ്ട് ഇല്ലാതെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന്. ഇവിടെ ബോണ്ട് ഇല്ലാതെ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുക. കാര്യം ഇതല്ല ആക്ച്വൽ സ്ട്രക്ചർ, ഇതുമല്ല ആക്ച്വൽ സ്ട്രക്ചർ. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഇത് തന്നെയാണ് ബേസിക്കലി എന്ത് ഫ്രീ റാഡിക്കലിലും സംഭവിക്കുന്നത്. നോക്കിയേ, കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഇങ്ങനെ നോ ബോണ്ട് റെസണൻസിലേക്ക് വരും. ഇത് തന്നെയാണ് പൈ ബോണ്ടിലും സംഭവിക്കുന്നത്. കാർബൺ ഹൈഡ്രജൻ ഈ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും, പൈ ബോണ്ട് നേരെ കാർബണിലേക്ക് ചാടും. സോ നോ ബോണ്ട് റെസണൻസ് വരുന്നു. ഗോട്ട് ഇറ്റ് മക്കളെ? ഇതാണ് ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ കൊണ്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്കറിയാലോ. സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺസ് is directly proportional to number of alpha hydrogens. Number of alpha hydrogens കൂടുതലാണെങ്കിൽ അത്രയും ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചേഴ്സ് വരും. ഫോർ എക്സാമ്പിൾ CH3 C CH3 CH3 plus. This is actually more stable than benzyl carbocation. ഇത് ബെൻസൈൽ കാർബോകാറ്റയോണിലും സ്റ്റേബിളാണ്. പലർക്കും അറിയാത്തൊരു കാര്യം ഇതിൽ 9 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. 3 ഇവിടെ 3 ഇവിടെ 3 ഇവിടെ.
ആ കാർബോ കാറ്റയോണിന് 9 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്, വിച്ച് മേക്സ് ഇറ്റ് എക്സ്ട്രാ സ്റ്റേബിൾ. ബെൻസൈലിനേലും സ്റ്റേബിൾ ആണ്. നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഓഫ് കാർബോ കാറ്റയോൺ ഇൻക്രീസസ്. അതേപോലെ സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻ. മക്കളെ സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻ്റെ ക്വസ്റ്റ്യൻ ജെയിൽ വന്നു കഴിഞ്ഞാൽ 3 പോയിന്റ്സ് ഓർത്ത് വെക്കണം. ആദ്യത്തെ പോയിന്റ്, കോൺജുഗേറ്റഡ് ആൽക്കീൻ is more stable than non-conjugated alkene. അതായത് ഇപ്പോൾ നമ്പർ ഓഫ് നോക്കി, ഇത് കോൺജുഗേറ്റഡ് ആണ്, ഇത് നോൺ കോൺജുഗേറ്റഡ് ആണ്. കോൺജുഗേറ്റഡ് ആൽക്കീൻസ് ആർ മോർ സ്റ്റേബിൾ ദാൻ നോൺ കോൺജുഗേറ്റഡ്. നെക്സ്റ്റ്, സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ്. ഇത് നിങ്ങൾക്ക് അറിയാലോ മക്കളെ. നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് കൂടുതലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ആൽക്കീൻ ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ. കാര്യം ഇതിൽ 9 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്, 9 ആൽഫ ഹൈഡ്രജൻസ്. ദാറ്റ് മീൻസ് 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ്. നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് ഇൻക്രീസസ്, സ്റ്റെബിലിറ്റി ഇൻക്രീസ്. ആദ്യത്തെ പോയിന്റ് എന്താണ്? കോൺജുഗേഷൻ നോക്കുക. ഹൈപ്പർ കോൺജുഗേഷൻ അല്ല, കോൺജുഗേഷൻ. റെസണൻസ് ഉള്ള പൈ ബോണ്ട്സ് ആർ മോർ സ്റ്റേബിൾ ഓൾവേസ്. അത് കഴിഞ്ഞിട്ട് റെസണൻസ് ഇല്ലെങ്കിൽ ഹൈപ്പർ കോൺജുഗേഷൻ നോക്കുക, നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ്. ഗോട്ട് ഇറ്റ്? പിന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഇഫ് നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് ഇസ് സെയിം, ഫോർ എക്സാമ്പിൾ ഇത് നോക്കിയേ, ഇവിടെ 6 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്, ഇതിനും 6 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, അൺസിമെട്രിക്കൽ ഇസ് മോർ സ്റ്റേബിൾ ദാൻ സിമെട്രിക്കൽ. രണ്ടുപേരുടെയും നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് സെയിം ആണ്, 6 എണ്ണം. അൺസിമെട്രിക്കൽ ഇസ് മോർ സ്റ്റേബിൾ ദാൻ സിമെട്രിക്കൽ. ഇതൊന്നും ഓർത്ത് വയ്ക്കുക. അതേപോലെ ട്രാൻസ് ഇസ് മോർ സ്റ്റേബിൾ ദാൻ സിസ്. ഇവിടെയും രണ്ടു പേർക്കും സെയിം ആൽഫ ഹൈഡ്രജൻസ് ആണ്, 6 ഇവിടെ 6 ഇവിടെ. പക്ഷെ ട്രാൻസ് ഇസ് മോർ സ്റ്റേബിൾ ദാൻ സിസ്. കാര്യം സിസ്സിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് ഉണ്ടാവും, ക്രൗഡിങ് ഉണ്ടാവും, സ്റ്റെബിലിറ്റി കുറയും. റിപ്പൾഷൻസ് കൂടുതലാണ്, സ്റ്റെബിലിറ്റി കുറയും. ഓക്കെ ആണോ മക്കളെ? പിന്നെ എന്താണ് ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ്റെ ക്വസ്റ്റ്യൻ? ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ്റെ ക്വസ്റ്റ്യൻ വളരെ ഫേമസ് ആണ്. HOH എന്ന് വെച്ചാൽ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ. Heat of hydrogenation is inversely proportional to stability of alkene. Stability of alkene കൂടുതലാണെങ്കിൽ heat of hydrogenation കുറവാണ്. Heat of hydrogenation എന്ന് വെച്ചാൽ എന്താ? Heat released when an alkene undergoes hydrogenation. ഒരു ആൽക്കീൻ ഹൈഡ്രജനേഷൻ നടത്തുമ്പോൾ ഹീറ്റ് റിലീസ് ആവും. ആ ഹീറ്റിനെയാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ ഹീറ്റ് റിലീസ്ഡ് ഇസ് ലെസർ. കാര്യം അത്ര എനർജി ഒളിഞ്ഞിരിക്കുന്നുള്ളൂ, അത്ര എനർജി പുറത്തേക്ക് വരുന്നുള്ളൂ. സ്റ്റെബിലിറ്റി കുറവാണെങ്കിൽ കുറേ എനർജി ഉണ്ട് അതിനുള്ളിൽ, അപ്പോൾ ഹൈഡ്രജനേഷൻ നടത്തുമ്പോൾ അതൊക്കെ പുറത്തേക്ക് വരും. സോ ആൽക്കീൻ സ്റ്റെബിലിറ്റി ലോവർ, ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ഹയർ. ആൽക്കീൻ സ്റ്റെബിലിറ്റി ഹയർ, ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ലോവർ. അതേപോലെ തന്നെ വേറൊരു പോയിന്റാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നമ്പർ ഓഫ് പൈ ബോണ്ട്സ് നോക്കുക. ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പൈ ബോണ്ട്സ്. നമ്പർ ഓഫ് പൈ ബോണ്ട്സ് കൂടുതലാണെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ കൂടുതലാണ്. ഇപ്പോൾ 3 പൈ ബോണ്ട്സ് ഉണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ടിൽ, വേറെ കോമ്പൗണ്ടിൽ 2 പൈ ബോണ്ട്സേ ഉള്ളൂ, ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ഇവിടെ ആയിരിക്കും കൂടുതൽ. പക്ഷേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ അരോമാറ്റിക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ബെൻസീനിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ഈ കോമ്പൗണ്ടിനേലും കൂടുതലായിരിക്കും, ഈ കോമ്പൗണ്ടിനേലും കൂടുതലായിരിക്കും, കുറവായിരിക്കും? മിക്കവരും പറയും സാർ ബെൻസീൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ കൂടുതലായിരിക്കും, കാര്യം അതിൽ 3 പൈ ബോണ്ട്സ് ഉണ്ട്. സാറ് തന്നെയല്ലേ പറഞ്ഞ നമ്പർ ഓഫ് പൈ ബോണ്ട്സ് കൂടുതലാണെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ കൂടുതലാണ്. പക്ഷേ ബെൻസീൻ ഇസ് എക്സ്ട്രാ സ്റ്റേബിൾ ഡ്യൂ ടു അരോമാറ്റിസിറ്റി. സ്റ്റെബിലിറ്റി അത്രയും കൂടുതലാണ്. അപ്പോൾ അരോമാറ്റിക് കോമ്പൗണ്ട്സ് വരുമ്പോൾ നമ്പർ ഓഫ് പൈ ബോണ്ട്സ് വെച്ചിട്ടുള്ള ലോജിക്ക് യൂസ് ചെയ്യരുത്. സാർ എല്ലാ ട്രിക്സും ടെക്നീക്സും പറയുന്നതിൻ്റെ ഒപ്പം എക്സെപ്ഷൻസും പറയുന്നുണ്ട്. ആ എക്സെപ്ഷൻസും നോട്ട് ചെയ്യണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ലവോ തംസപ്പോ അടിച്ചേ മക്കളെ. നമ്പർ ഓഫ് പൈ ബോണ്ട്സ് നോക്കാം, പക്ഷേ അരോമാറ്റിക് നേച്ചർ ആണെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റെബിലിറ്റി അത്രയും കൂടുതലാണ്, അപ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ അത്രയും കുറവായിരിക്കും. ഗോട്ട് ഇറ്റ്? സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ദേ ഇപ്പോൾ ഈ 3 കോമ്പൗണ്ട്സ് എടുക്കുക, 3ലും 3 പൈ ബോണ്ട്സ് ആണുള്ളത്. ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. ഏറ്റവും സ്റ്റേബിൾ ബെൻസീനാണ്, കാര്യം അത് അരോമാറ്റിക് ആണ്. സോ ഏറ്റവും കുറവ് ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ബെൻസീൻ ആയിരിക്കും. പിന്നെ സ്റ്റേബിൾ ഇതാണ്, കാര്യം അത് കോൺജുഗേറ്റഡ് ആണ്, അപ്പോൾ സെക്കൻഡ് ലോവസ്റ്റ് 1 ആയിരിക്കും. പിന്നെ ഇതാണ്, കാര്യം ഇതിൽ കോൺജുഗേഷൻ ഇല്ല. സോ 3 വിൽ ബി ദ ലീസ്റ്റ് സ്റ്റേബിൾ, മോസ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ.
പിന്നെ 1, പിന്നെ 2. കാര്യം ബെൻസീൻ ഇസ് മോർ സ്റ്റേബിൾ അരോമാറ്റിക് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഹാസ് ലോവസ്റ്റ് ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ. ഗോട്ട് ഇറ്റ്? ഓക്കെ ആണോ മക്കളെ? ഇനി നമുക്ക് അരോമാറ്റിസിറ്റിയിലേക്ക് കയറാം. അരോമാറ്റിസിറ്റി, സംതിങ് ദാറ്റ് മേക്സ് ദ മോളിക്യൂൾ ഓർ ദ സ്പീഷീസ് ദ മോസ്റ്റ് സ്റ്റേബിൾ. എന്താണ് അരോമാറ്റിസിറ്റി? അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഫോളോസ് ഹക്കിൾസ് റൂൾ. ഹക്കിൾസ് റൂൾ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഷുഡ് ബി സൈക്ലിക്. ഫോർ എക്സാമ്പിൾ ബെൻസീൻ. കോമ്പൗണ്ട് ഷുഡ് ബി പ്ലെയിനാർ. അതായത് അതിലത്തെ എല്ലാ ആറ്റംസും ഒന്നില്ലെങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കണം, sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കണം, പ്ലെയിനാർ ആയിരിക്കണം. ആൻഡ് റെസണൻസ് ഓവർ എൻറ്റയർ സൈക്കിൾ. റെസണൻസ് ഓവർ എൻറ്റയർ സൈക്കിൾ, അതായത് ആ മൊത്തം സൈക്കിളിൻ്റെ ഉള്ളിൽ മൊത്തം കോൺജുഗേഷൻ വരണം. മൊത്തം കോൺജുഗേഷൻ വരണം. മൊത്തം കോൺജുഗേഷൻ വരണം എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇവിടെ നോക്കിയേ, പൈ ബോണ്ട് സിംഗിൾ ബോണ്ട്, പൈ ബോണ്ട് സിംഗിൾ ബോണ്ട്, പൈ ബോണ്ട് സിംഗിൾ ബോണ്ട്. ഒരിടത്തുനിന്ന് തുടങ്ങി മൊത്തം അവിടെ തന്നെ എൻഡ് ചെയ്തു. മൊത്തം കോൺജുഗേഷൻ വരണം. ഓക്കെ, ഗോട്ട് ഇറ്റ്? അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് ഹാവ് 4n+2 electrons in conjugation. 4n+2 electrons should be there in conjugation. ഓക്കെ, നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് നമ്മൾ വിളിക്കുമെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. 4n+2 electrons should be in conjugation where n is equal to 0, 1, 2, 3, etc. അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ കോൺജുഗേഷൻ ഷുഡ് ബി 2, 6, 10, 14, etc. നേരെ മറിച്ച് ആൻറ്റി അരോമാറ്റിക് ആണെങ്കിൽ ആദ്യത്തെ 3 കണ്ടീഷൻസും സെയിം ആണ്. ബട്ട് 4n electrons should be in conjugation. ഫോർ എക്സാമ്പിൾ ഇത് ആൻറ്റി അരോമാറ്റിക്കാണ്. നിങ്ങൾ നോക്കിയ സൈക്ലിക് ആണ്, എല്ലാ കാർബണും sp2 ആണ്, പ്ലെയിനാർ ആണ്, കോൺജുഗേഷൻ ഉണ്ട് ഫുള്ളായിട്ട്, പൈ സിഗ്മ പൈ സിഗ്മ. ഒരിടത്ത് തുടങ്ങി അവിടെ തന്നെ എൻഡ് ചെയ്തു. പക്ഷേ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ് എത്ര ഇലക്ട്രോൺസ് ഇൻ കോൺജുഗേഷൻ? 2+2 4 അല്ലേ? n can take 1, 2, 3, 4, etc. അതായത് 4 electrons, 8 electrons, 12 electrons, 16 electrons, 20 electrons ഒക്കെ വരികയാണെങ്കിൽ ദാറ്റ്സ് ആൻറ്റി അരോമാറ്റിക്. ബാക്കി എല്ലാ ടൈപ്പ് കോമ്പൗണ്ട്സും നോൺ അരോമാറ്റിക്കാണ്. അരോമാറ്റിക് അല്ലെങ്കിൽ ആൻറ്റി അരോമാറ്റിക്, അല്ലെങ്കിൽ അരോമാറ്റിക്കോ ആൻറ്റി അരോമാറ്റിക്കോ അല്ലെങ്കിൽ അത് നോൺ അരോമാറ്റിക്കാണ്. സ്റ്റെബിലിറ്റി ഈസ് അരോമാറ്റിക് ഗ്രേറ്റർ ദാൻ നോൺ അരോമാറ്റിക് ഗ്രേറ്റർ ദാൻ ആൻറ്റി അരോമാറ്റിക്. അരോമാറ്റിക് ഗ്രേറ്റർ ദാൻ നോൺ അരോമാറ്റിക് ഗ്രേറ്റർ ദാൻ ആൻറ്റി അരോമാറ്റിക്. സാർ സിമ്പിളായിട്ട് 24 കോമ്പൗണ്ട് ഉണ്ട്. ടക്കുന്ന് ഇവന്മാരെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അരോമാറ്റിക് അല്ലെങ്കിൽ നോൺ അരോമാറ്റിക് അല്ലെങ്കിൽ ആൻറ്റി അരോമാറ്റിക്. 24 കോമ്പൗണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് റൈറ്റ് നൗ. ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കുക. എല്ലാവരും നോക്കിക്കേ മക്കളെ, sp3 കാർബൺ ഇവിടെ കണ്ടു. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോൺ പ്ലെയിനാർ, അതായത് നോൺ അരോമാറ്റിക് ആണ്. sp3 കണ്ടു കഴിഞ്ഞാൽ നോൺ പ്ലെയിനാർ ആണ്, നോൺ അരോമാറ്റിക്. ഇവിടെ നോക്കുക, 2 electrons over here, 4 electrons over here. സൈക്ലിക് ആണ്, കോൺജുഗേഷൻ ഉണ്ട്, ഫുൾ കോൺജുഗേഷൻ. നോക്കിയേ, നെഗറ്റീവ് ചാർജ്, സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്, സിഗ്മ ബോണ്ട്, നെഗറ്റീവ് ചാർജ്, ഫുൾ കോൺജുഗേഷൻ. പക്ഷേ 4n electrons ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇറ്റ് സാറ്റിസ്ഫൈസ് 4n electrons അല്ലേ? 2 electron ഇവിടെയും 2 electron ഇവിടെയും. 4n electrons എന്ന് പറയുമ്പോൾ ആൻറ്റി അരോമാറ്റിക്. അപ്പോൾ an എന്നിടാം, ആൻറ്റി അരോമാറ്റിക്. നെക്സ്റ്റ് ഇവനെ നോക്കിക്കേ മക്കളെ, സൈക്ലിക് ആണ്, പ്ലെയിനാർ ആണ്, sp2 sp2 sp2. കാർബോകാറ്റോൺ sp2 അല്ല. അതേപോലെ തന്നെ ഫുൾ കോൺജുഗേഷൻ, പോസിറ്റീവ് ചാർജ്, സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്, സിഗ്മ ബോണ്ട്, പോസിറ്റീവ് ചാർജ്, ഫുൾ കോൺജുഗേഷൻ, പോസിറ്റീവ് ചാർജ്, സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്, സിഗ്മ ബോണ്ട്, പോസിറ്റീവ് ചാർജ്, ഫുള്ളായിട്ട് കോൺജുഗേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സോ ബേസിക്കലി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2. ആൻഡ് 2 സാറ്റിസ്ഫൈസ് 4n+2 അല്ലേ? n is equal to 0 കൊടുത്താൽ മതി. n is equal to 0 കൊടുത്താൽ 2 electrons. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അരോമാറ്റിക്. നെക്സ്റ്റ് വൺ നോക്കാം. ഇത് നോക്കിക്കേ മക്കളെ, ഇത് സാറ് നെക്സ്റ്റ് പേജിൽ കാണിച്ചു തരാം. മിക്ക സ്റ്റുഡൻസിനും ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്. ഒരു കോമ്പൗണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ് ഇറ്റ് അരോമാറ്റിക് ഓർ ആൻറ്റി അരോമാറ്റിക് ഓർ നോൺ അരോമാറ്റിക്? എല്ലാവരും നോക്കിക്കേ, പ്ലെയിനാർ ആണ്, sp2 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 sp2, സൈക്ലിക് ആണ്, പ്ലെയിനാർ ആണ്, സൈക്ലിക് ആണ്. നിങ്ങൾ കോൺജുഗേഷൻ നോക്കുമ്പോൾ ദ എൻറ്റയർ മോളിക്യൂൾ
ദ എൻറ്റയർ മോളിക്യൂളിൽ ഒരു ത്രൂ ഔട്ട് കോൺജുഗേഷൻ വരുന്നുണ്ട്. ത്രൂ ഔട്ട് കോൺജുഗേഷൻ വരുന്നുണ്ട്. നോക്കിയേ, ആ പൈ ബോണ്ട് കറങ്ങി തിരിഞ്ഞ് എവിടെ തുടങ്ങി അവിടെ അവസാനിക്കാൻ പറ്റും. ദേ ഇനിയിപ്പോൾ ഇവനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് വരും. സോ ബേസിക്കലി ഇറ്റ്സ് എ കംപ്ലീറ്റ് കോൺജുഗേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് അറോമാറ്റിക്. സൈക്ലിക് പ്ലേനാർ 4n+2. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ്. 2 ഇലക്ട്രോൺസ് ആണ് ഇങ്ങനെ കോൺജുഗേറ്റഡ് ആയി പോകുന്നത്. 4n+2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി this is aromatic. ഫിഫ്ത്ത് വണ്ണിൽ ഇതേപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ആണ് ഇവിടെ ഉള്ളത്. 6 ഇലക്ട്രോൺസ് ഉണ്ട്. 6 pi ഇലക്ട്രോൺസ്. 2 4 6. നേരത്തെ കാണിച്ച പോലെ ഇവിടെയും ഫുൾ കോൺജുഗേഷൻ ആണ്. അപ്പോൾ ഇതും അറോമാറ്റിക് ആണ് വരിക. ഇത് നോൺ അറോമാറ്റിക്. കാര്യം sp3 കാർബൺ sp3 നോൺ പ്ലെയിനാർ ആണ്. അല്ല, ഇത് sp3 ആണല്ലോ, ഇതും sp3 ആണ്. നോൺ പ്ലെയിനാർ, നോൺ അറോമാറ്റിക്. ഇവനോ നോൺ അറോമാറ്റിക്. കാര്യം ദേ ഇവിടെ sp3 കാർബൺ ഉണ്ട്. 8th വന്ന് നോക്കാം. ദേ ഇവിടെ sp3 കാർബൺ ഉണ്ട്, നോൺ അറോമാറ്റിക്. 9th വന്ന് നോക്കാം. ഇവിടെ നെഗറ്റീവ് ചാർജ് ആണുള്ളത്. സോ 2 4 6. 2 4 6. 4n+2 സാറ്റിസ്ഫൈ ചെയ്യും. n = 1 കൊടുത്താൽ മതി. sp2 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 sp2. അപ്പോൾ ചിലർ ചോദിക്കും, സർ പക്ഷേ ഈ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ sp3 അല്ലേ? നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ sp3 അല്ലേ? മക്കളെ, ഇഫ് ദ നെഗറ്റീവ് ചാർജ് ക്യാൻ ബ്രിങ് ഇൻ അറോമാറ്റിസിറ്റി, പ്ലീസ് ഇൻക്ലൂഡ് ദാറ്റ്. നെഗറ്റീവ് ചാർജ് അറോമാറ്റിസിറ്റി കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് sp3 ആ നോക്കണ്ട, അത് കാർബൺ തന്നെ sp2 ആക്കി മാറ്റും. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ആ എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കാർബൺ ഒരു കളി കളിക്കും. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ, സാർ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ sp3 അല്ലേ, നോൺ പ്ലെയിനാർ അല്ല, അപ്പോൾ അറോമാറ്റിക് എങ്ങനെയാണ്? അത് കാർബൺ തന്നെ ഒരു കളി കളിക്കും. കാര്യം കാർബൺ നോക്കുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നാൽ അറോമാറ്റിക് ആവും. കാർബൺ ആ കളി കളിക്കും. സോ ഇഫ് യു നോ ദാറ്റ് ദ നെഗറ്റീവ് ചാർജ് ക്യാൻ ബ്രിങ് അറോമാറ്റിസിറ്റി, അവനെ ഇൻക്ലൂഡ് ചെയ്യണം. സോ ബേസിക്കലി അറോമാറ്റിക് ആണ്. ഇവിടെ നോക്കിയേ, 2 4 സൈക്ലിക് ആണ്, പ്ലെയിനാർ ആണ്, ഫുൾ കോൺജുഗേഷൻ ഉണ്ട് അല്ലേ? പൈ സിഗ്മ പൈ സിഗ്മ പൈ സിഗ്മ ഫുൾ കോൺജുഗേഷൻ ഉണ്ട്. സൈക്ലിക് പ്ലെയിനാർ ഒക്കെയാണ്, പക്ഷേ ആൻറ്റി അറോമാറ്റിക് ആണ്. കാര്യം എന്താണ്? 4n ഇലക്ട്രോൺസ് ആണ്, 4 ഇലക്ട്രോൺസ് ഉള്ളൂ. ഇനി 11th വന്ന് നോക്കുക. 2 4 വേക്കൻ്റ് ഓർബിറ്റൽ. മക്കളെ, പോസിറ്റീവ് ചാർജ് വേണമെന്നില്ല, വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ടെങ്കിലും കോൺജുഗേഷൻ ആണല്ലോ. സോ എല്ലാവരും നോക്കിക്കേ, പൈ ബോണ്ട് സിഗ്മ ബോണ്ട് വേക്കൻ്റ് ഓർബിറ്റൽ, സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട്, ഫുൾ കോൺജുഗേഷൻ ഉണ്ട്. സൈക്ലിക് ആണ്, പ്ലെയിനാർ ആണ്, ബോറോൺ sp2 ആണ്. അപ്പോൾ ഇവിടെ ആൻറ്റി അറോമാറ്റിക് അല്ലേ വരിക? കാര്യം എന്താണ്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. 12th വൺ നോക്കാം. 2 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ ഇവിടെ, 2 ഇലക്ട്രോൺ ഇവിടെ. സോ 2 4 6 ആൻഡ് പോസിറ്റീവ് ചാർജ്. ഫുൾ കോൺജുഗേഷൻ ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ മക്കളെ, നിങ്ങൾ നോക്കൂ. പൈ ബോണ്ട് സിഗ്മ ബോണ്ട് ലോൺ പെയർ, സിഗ്മ ബോണ്ട് പോസിറ്റീവ് ചാർജ്, സിഗ്മ ബോണ്ട് ലോൺ പെയർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെ 2 ലോൺ പെയർ ഇല്ലേ ഓരോന്നിനും? അതിൽ ഒരെണ്ണത്തിന് എടുത്താൽ മതി, 2 എണ്ണം എടുക്കേണ്ട ആവശ്യമില്ല. ഏതവനെ എടുത്താലാണോ, എത്ര എണ്ണം എടുത്താലാണോ അറോമാറ്റിക് കിട്ടുക, അതിൽ ഒരുത്തനെ മാത്രം എടുത്താൽ മതി. കാര്യം ഒരുത്തനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറോമാറ്റിസിറ്റി കിട്ടും. മറ്റവൻ ഇല്ല, മറ്റവൻ കോൺജുഗേഷൻ ഇല്ല. ആകെ ഒരുത്തൻ മാത്രമേ, ഈ 2 എണ്ണത്തിലാകെ ഒരുത്തൻ മാത്രമേ കോൺജുഗേഷൻ ഉള്ളൂ. ഈ 2 എണ്ണത്തിലും ഒരുത്തൻ മാത്രമേ കോൺജുഗേഷൻ ഉള്ളൂ. മനസ്സിലായോ മക്കളെ? നെക്സ്റ്റ് വൺ ഇവിടെ നോക്കിക്കേ മക്കളെ. ലോൺ പെയർ വേക്കൻ്റ് ഓർബിറ്റൽ, ലോൺ പെയർ 2 4 6 വേക്കൻ്റ് ഓർബിറ്റൽ, അറോമാറ്റിക്. മറ്റേതും അറോമാറ്റിക് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഇത് കണ്ടാൽ തന്നെ അറിയാം, ആൻറ്റി അറോമാറ്റിക്, 4n ഇലക്ട്രോൺസ്. ഇവിടെ നോക്കിക്കേ, ലോൺ പെയർ പൈ 6 ഇലക്ട്രോൺസ്, അറോമാറ്റിക്. ഇവിടെയോ ലോൺ പെയർ പൈ 6 ഇലക്ട്രോൺസ്, അറോമാറ്റിക്. നെക്സ്റ്റ് വൺ അഗെയിൻ ലോൺ പെയർ പൈ അറോമാറ്റിക്, 6 ഇലക്ട്രോൺസ്. ഇവിടെ sp3 ഹൈബ്രിഡൈസ് കാർബൺ ഉണ്ട്, വിട്ടേക്കൂ, നോൺ അറോമാറ്റിക്. ഇവിടെ ലോൺ പെയർ പൈ ബോണ്ട് പോസിറ്റീവ് ചാർജ്, പൈ ബോണ്ട് ലോൺ പെയർ, 6 ഇലക്ട്രോൺസ്, ഫുൾ കോൺജുഗേഷൻ. കണ്ടാൽ തോന്നൂല, പക്ഷെ 6 ഇലക്ട്രോൺസ് ഫുൾ കോൺജുഗേഷൻ.
sp2 ഹൈബ്രിഡൈസ്ഡ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ പക്ഷേ ഈ ഓക്സിജൻ sp2 ഹൈബ്രിഡൈസ്ഡ് ആണോ? സാറ് പറഞ്ഞു ആ ലോൺ പെയറിനെ കൊണ്ടുവന്നിട്ട് അരോമാറ്റിസിറ്റി ഗെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട, അവനെ കൂട്ടണം. ഈ ലോൺ പെയറിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അരോമാറ്റിസിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? യെസ്. അപ്പോൾ ദാറ്റ് ഇസ് അരോമാറ്റിക്. പിന്നെ 20th വൺ നോൺ അരോമാറ്റിക്. കാര്യം sp3 കാർബൺസ് ഒക്കെയാണ്. ഇവിടെ 2, 4, 6, 8 അതായത് ആൻറ്റി അരോമാറ്റിക്. ഇവിടെ 2, 4, 6 ആൻഡ് പോസിറ്റീവ് ചാർജ് അരോമാറ്റിക്. ഇവിടെ sp3 ഹൈബ്രിഡൈസ് കാർബൺ നോൺ അരോമാറ്റിക്. ലാസ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. ലാസ്റ്റ് വൺ നോക്കുമ്പോൾ ലോൺ പെയർ 2 ഇലക്ട്രോൺസ്. പക്ഷെ ഇവിടെ വെച്ചിട്ട് ഇവിടെ നോക്കുമ്പോൾ sp2 ഹൈബ്രിഡൈസ് കാർബൺ തന്നെ, പക്ഷേ ഈ കംപ്ലീറ്റ് കോൺജുഗേഷൻ കാണുന്നില്ല. എല്ലാവരും നോക്കിക്കേ മക്കളെ, ഇവിടെ കംപ്ലീറ്റ് കോൺജുഗേഷൻ കാണുന്നില്ല. ഇപ്പം നോക്കിയേ, ലോൺ പെയർ സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട്, പിന്നെ ഇവിടേക്ക് സിഗ്മ ബോണ്ടാണ് വരുന്നത്. കംപ്ലീറ്റ് കോൺജുഗേഷൻ കാണുന്നില്ല. പക്ഷെ ആക്ച്വലി സത്യാവസ്ഥയിൽ അവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യാവസ്ഥയിൽ അവിടെ നടക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതൊരു സ്പെഷ്യൽ സിറ്റുവേഷനാണ്. ഈ ഓക്സിജൻ്റെ ഈ പൈ ബോണ്ട് ഈ ഓക്സിജനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വരും, ലോൺ പെയർ വരും, പൈ ബോണ്ട് ആൻഡ് നൗ ദിസ് മേക്സ് ഇറ്റ് അരോമാറ്റിക്. ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മോളിക്യൂൾ എന്തും ചെയ്യും. ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മോളിക്യൂൾ എന്തും ചെയ്യും. സോ ലുക്ക് അറ്റ് ദിസ് 2, 4, 6 ആൻഡ് പോസിറ്റീവ് ചാർജ്. ഫുൾ കോൺജുഗേഷൻ ഉണ്ട്. ലോൺ പെയർ സിഗ്മ ബോണ്ട് പോസിറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് സിഗ്മ ബോണ്ട്. ഫുൾ കോൺജുഗേഷൻ 4n+2 electrons. That means it is aromatic. മനസ്സിലായല്ലോ? എല്ലാ വെറൈറ്റീസും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആകെ 4 ക്വസ്റ്റ്യൻ കൂടിയേ ബാക്കിയുള്ളൂ. ടക്കെന്ന് തീർത്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. എല്ലാവരും നോക്കുക. Decreasing order of acidic strength of the following compounds. Decreasing order of acidic strength. ആസിഡിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? H+ പെട്ടെന്ന് കൊടുക്കാൻ പറ്റണം. ഈ ഫസ്റ്റ് കോമ്പൗണ്ടിൽ എല്ലാവരും നോക്കിക്കേ, ഞാൻ H+, ഇവിടുത്തെ H+ കൊടുത്താൽ എനിക്കിവിടെ നെഗറ്റീവ് ചാർജ് കിട്ടും, മേക്കിംഗ് ദ കോൺജുഗേറ്റ് ബേസ് അരോമാറ്റിക്. സെക്കൻഡ് കോമ്പൗണ്ടിൽ ഞാനിപ്പോൾ ഇവിടുത്തെ H+ കൊടുത്തു എന്ന് വിചാരിക്കുക. അവിടുത്തെ H+ കൊടുക്കുമ്പോൾ എനിക്കിവിടെ ഒരു നെഗറ്റീവ് ചാർജ് പൈ ബോണ്ട് 2, 4, 6, 8 4n ഇറ്റ് ബിക്കംസ് ആൻറ്റി അരോമാറ്റിക്. അതായത് ഇതൊട്ടും അസിഡിക് അല്ല. ആ ഹൈഡ്രജൻ പോകാൻ തോന്നില്ല, കാര്യം കോൺജുഗേറ്റ് ബേസ് അത്രയും ലീ സ്റ്റേബിളാണ്. ഇവിടെ കോൺജുഗേറ്റ് ബേസ് അരോമാറ്റിക് ആണ്. ദിസ് ഈസ് അരോമാറ്റിക് കോൺജുഗേറ്റ് ബേസ്, ദിസ് ഈസ് ആൻറ്റി അരോമാറ്റിക്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിലോ നെക്സ്റ്റ് വണ്ണിൽ ഈ ഹൈഡ്രജൻ കളയാണെന്ന് വിചാരിക്കുക, നെഗറ്റീവ് ചാർജ് കിട്ടും, മേക്കിംഗ് ഇറ്റ് അരോമാറ്റിക്. ഓൾസോ Cn ഒരു -I ഗ്രൂപ്പാണ്. കാർബാനയോണെ ഒന്നും കൂടി സ്റ്റെബിലൈസ് ചെയ്യും. അരോമാറ്റിക് ആണ് ഫസ്റ്റ് കോമ്പൗണ്ട് പോലെ തന്നെ, അതേപോലെ Cn -I ഗ്രൂപ്പാണ്. കാർബാനയോണെ ഒന്നും കൂടി സ്റ്റെബിലൈസ് ചെയ്യും. അതായത് കോൺജുഗേറ്റ് ബേസ് ഇസ് ഈവൻ മോർ സ്റ്റെബിലൈസ്ഡ്. സോ ബേസിക്കലി Z ആണ് ഏറ്റവും സ്റ്റേബിൾ കോൺജുഗേറ്റ് ബേസ് തരാൻ പോകുന്നത്, ഏറ്റവും അസിഡിക്. അത് കഴിഞ്ഞിട്ട് X, അത് കഴിഞ്ഞിട്ട് Y. Z greater than X greater than Y. D will be the answer. മനസ്സിലായോ മക്കളെ? Got it. Next one നോക്കുക. Stability order of the following carbocations. ഇതിൽ കണ്ടാൽ തന്നെ അറിയാം 4th വൺ ലീ സ്റ്റേബിൾ ആണ്. കാര്യം ഇത് ആൻറ്റി അരോമാറ്റിക് അല്ലേ? നോക്കിയ മക്കളെ, ഇത്രയും ഭാഗം നോക്കൂ. ദിസ് ഇസ് ആൻറ്റി അരോമാറ്റിക് അല്ലേ? 2 + 2 4 ഇലക്ട്രോൺസ്, കോൺജുഗേഷൻ മൊത്തം ഉണ്ട്. സോ 4 ഇസ് എ ലീ സ്റ്റേബിൾ. നെക്സ്റ്റ് വണ്ണിൽ ഏറ്റവും സ്റ്റേബിൾ ആരായിരിക്കും? ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് നോക്കിയേ, പോസിറ്റീവ് ചാർജ് സിഗ്മ ബോണ്ട് പൈ ബോണ്ട് കോൺജുഗേഷൻ ഉണ്ട്. ഇവിടുത്തെ പോസിറ്റീവ് ചാർജോ, ഈ സെക്കൻഡ് വണ്ണിൻ്റെ പോസിറ്റീവ് ചാർജ് ഇസ് ഇൻ കോൺജുഗേഷൻ ഓവർ ഹിയർ ആൻഡ് ഹിയർ. രണ്ട് സ്ഥലത്തും കോൺജുഗേഷനാണ് അല്ലേ? കോൺജുഗേഷൻ കൂടുതലാണ്. അപ്പോൾ 2 ആണ് ഏറ്റവും സ്റ്റേബിൾ. അത് കഴിഞ്ഞിട്ട് 3, കാര്യം ഒരു കോൺജുഗേഷൻ ഉണ്ട്, ഇവിടെ ഒരു കോൺജുഗേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 1, 1ൽ കോൺജുഗേഷനേ ഇല്ല.
അത് കഴിഞ്ഞിട്ട് 4. കാര്യം 4 ആൻറ്റി അരോമാറ്റിക്. ആൻറ്റി അരോമാറ്റിക് ആണ് ലീസ്റ്റ് സ്റ്റേബിൾ. ഇവിടെ ബാക്കി ആരും അരോമാറ്റിക്കോ ആൻറ്റി അരോമാറ്റിക്കോ അല്ല. ബാക്കി 3 നോൺ അരോമാറ്റിക് ആണ്. കാര്യം സൈക്ലിക്കേ അല്ല അവന്മാർ. ബാക്കി 3 നോൺ അരോമാറ്റിക്, സൈക്ലിക്കേ അല്ല. പക്ഷേ 2 ഏറ്റവും കൂടുതൽ കോൺജുഗേഷൻ ഉണ്ട്. സോ മോസ്റ്റ് സ്റ്റേബിൾ 2, അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് 1, അത് കഴിഞ്ഞ് 4. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, which statement is incorrect in respect of the above reaction? With respect to this above reaction, which statement is incorrect? ശ്രദ്ധിച്ചു നോക്കിയേ മക്കളെ. AgNO3 എന്താ തരിക? Ag+. Ag+ loves X-. Ag+ന് F- നെയും Br- നെയും Cl- നെയും I- നെയും വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. സിൽവർ ഇസ് വെരി മച്ച് ഇൻ ലവ് വിത്ത് ഹാലൈഡ് അയോൺസ്. അപ്പോൾ ഈ Br- നെ വലിച്ചെടുക്കുകയാണെങ്കിൽ അത് ഏത് കോമ്പൗണ്ടിൽ നിന്ന് ആയിക്കോട്ടെ, Ag+ അങ്ങനെ ഒരു കഴിവുണ്ട്. നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പിന്നെ പഠിക്കും. അപ്പം Br- നെ വലിച്ചെടുത്താൽ എനിക്ക് അവിടെ ബാക്കി കിട്ടാൻ പോകുന്നത് എന്താണ്? എനിക്ക് അവിടെ ബാക്കി കിട്ടാൻ പോകുന്നത് ഐ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇതായിരിക്കും പ്രോഡക്റ്റ്. ആൻഡ് ദിസ് ഇസ് അരോമാറ്റിക്. സോ എല്ലാവരും നോക്കിയേ, പ്രോഡക്റ്റ് ഇസ് അരോമാറ്റിക്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. പ്രോഡക്റ്റ് ഹാസ് ഹൈ ഡൈപോൾ മൊമെൻറ്റ്. മക്കളെ ചാർജ് ഉണ്ട് പ്രോഡക്റ്റിന്. നിങ്ങൾ നോക്കിയേ, ദർ ഇസ് എ ചാർജ്. ചാർജ് ഉണ്ടെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ് ഇസ് ഹൈ, റൈറ്റ്? ഡൈപോൾ മൊമെൻറ്റ് ഇസ് ചാർജ് ഇൻ ടു ഡിസ്റ്റൻസ്. സോ പ്രോഡക്റ്റ് ഹാസ് ഹൈ ഡൈപോൾ മൊമെൻറ്റ്. പ്രോഡക്റ്റ് ഹാസ് ലെസ് റെസണൻസ് എനർജി. അല്ല, റെസണൻസ് എനർജി കൂടുതലാണെങ്കിൽ ദാറ്റ് മീൻസ് സ്റ്റെബിലിറ്റി ഈസ് ഹയർ. അത് മനസ്സിലാക്കുക. റെസണൻസ് എനർജി അറിയുന്നവർക്ക് നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിലൊക്കെ പഠിച്ചു കാണും. റെസണൻസ് എനർജി ഇസ് ദ സ്റ്റെബിലൈസേഷൻ എനർജി. ഇപ്പം റെസണൻസ് എനർജി 80 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നോർമൽ കോമ്പൗണ്ടിലും 80 ജൂൾസ് താഴ്ത്തായിരിക്കും ആക്ച്വൽ ഹൈബ്രിഡ് സ്ട്രക്ചർ. അതായത് റെസണൻസ് എനർജി കൂടുതലാണെങ്കിൽ സ്റ്റെബിലിറ്റി ഈസ് മോർ. അത് മനസ്സിലാക്കുക. റെസണൻസ് എനർജി ഈസ് നോട്ട് ദി ആക്ച്വൽ എനർജി. റെസണൻസ് എനർജി ഈസ് ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ കനോണിക്കൽ സ്ട്രക്ചർ ആൻഡ് ഹൈബ്രിഡ് സ്ട്രക്ചർ. അപ്പോൾ റെസണൻസ് എനർജി കൂടുതലാണെങ്കിൽ ഹൈബ്രിഡ് അത്രയും താഴ്ത്താ കിടക്കുന്നത് എനർജിയിൽ. അതായത് സ്റ്റെബിലിറ്റി കൂടുതലാണ്. സോ റെസണൻസ് എനർജി ഈസ് മോർ, സ്റ്റെബിലിറ്റി ഈസ് മോർ. ഇവിടെ ദിസ് ഇസ് അരോമാറ്റിക്. അരോമാറ്റിക് മീൻസ് സ്റ്റെബിലിറ്റി ഈസ് മോർ. ദാറ്റ് മീൻസ് റെസണൻസ് എനർജി ഈസ് മോർ, നോട്ട് ലെസ്. സോ ദിസ് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. Product is soluble in polar solvent, obviously, because it has charged. This is right. So basically answer വരുന്നത് C ആണ്. പോളാർ സോൾവെന്റിൽ എന്തായാലും സോല്യബിൾ അല്ലേ? കാര്യം ചാർജ് ഉണ്ട്. ചാർജ് ഉണ്ടെങ്കിൽ പോളാർ സോൾവെന്റ് വെള്ളത്തിലിട്ടാൽ സോല്യബിൾ ആണ് അല്ലേ? നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡൈപോൾ മൊമെന്റ് ഓഫ് വിച്ച് കീറ്റോൺ ഇസ് മാക്സിമം? ഡൈപോൾ മൊമെന്റ് ഓഫ് വിച്ച് കീറ്റോൺ. ഇത് ടിപ്പിക്കൽ JEE ക്വസ്റ്റ്യൻ ആണ്. JEE ഒരു പ്രാവശ്യം, അഡ്വാൻസിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡൈപോൾ മൊമെന്റ് ഓഫ് വിച്ച് കീറ്റോൺ ഇസ് മാക്സിമം. മക്കളെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ പൈ ബോണ്ട് ഉണ്ടല്ലോ, കാർബൺ ഓക്സിജൻ പൈ ബോണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കുക. അതായത് കാർബണും ആ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റവും ഉള്ള പൈ ബോണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഓപ്ഷൻ സിയിൽ നമ്മൾ ആ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പോസിറ്റീവ് ചാർജാണ് ഇവിടെ. ഇറ്റ് ബിക്കംസ് അരോമാറ്റിക്. അതായത് ഇവിടെ ഒരു ചാർജ്, ഈ മോളിക്യൂള്, കാര്യം ഈ മോളിക്യൂളിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ മോളിക്യൂൾ വിൽ എക്സിസ്റ്റ് ലൈക്ക് ദിസ്. ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ എക്സിസ്റ്റ്. ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ എക്സിസ്റ്റ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ഡൈപോൾ മൊമെന്റ് അത്രയും ഹയസ്റ്റ് ആണ്. ബാക്കി ഒറ്റ ഒരെണ്ണത്തിലും അരോമാറ്റിസിറ്റി അച്ചീവ് ചെയ്യില്ല. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് വൺ നോക്കുക. ഫസ്റ്റ് വണ്ണിൽ ഞാനങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. നമുക്കിവിടെ കോൺജുഗേഷനൊക്കെ ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജസിന് കോൺജുഗേഷൻ, ബട്ട് ഇറ്റ്സ് നോട്ട് അരോമാറ്റിക്. ഇവിടെയും നമുക്ക് ആ അരോമാറ്റിസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ആ പൈ ബോണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. O- പോസിറ്റീവ് ചാർജ്, നത്തിങ്, ജസ്റ്റ് യൂഷ്വൽ. അതിനും നല്ലത് അത് ഇങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും, ഇങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഓപ്ഷൻ സിയിൽ ദ മോളിക്യൂൾ എക്സിസ്റ്റ് ലൈക്ക് ദിസ്. ഇതായിരിക്കും സ്റ്റേബിൾ, കാര്യം ഇറ്റ് ഇസ് അരോമാറ്റിക്. അപ്പോൾ ഇവിടെ ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ഡൈപോൾ മൊമെന്റ് അത്രയും കൂടുതലാണ്. മനസ്സിലായ മക്കളെ? ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മക്കളെ, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇന്നിവിടെ ക്ലാസ് നിർത്തുകയാണ്. നമ്മൾ 4 ടോപ്പിക്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, റെസണൻസ്, ഹൈപ്പർ കോൺജുഗേഷൻ, അരോമാറ്റിസിറ്റി, ഇൻ ഡെപ്ത്
വിത്ത് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്, ട്രിക്സ് ആൻഡ് ടെക്നിക്സ് എല്ലാം പഠിച്ചു എന്ന് വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞിട്ടില്ല. നിങ്ങളൊന്നും കൂടി ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം. ഇനിയും ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്തു നോക്കാം. ആ ഫ്ലോയിലെത്തുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ അടിത്തട്ടാണിത്. ഈ ബേസ് സ്ട്രോങ് ആയാൽ എവറിത്തിങ് എൽസ് ബിക്കംസ് ഈസിയർ ഫോർ യു. ഓക്കെ, പിന്നെ ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഇതൊക്കെ ചെയ്യുന്നത് സാർ ഈ രാത്രി വരെ ഇരുന്ന് പഠിപ്പിച്ചത്, ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ സാക്രിഫൈസ്, ടേക്ക് ഇറ്റ് ആസ് എ പ്രോസസ് ടുവേർഡ്സ് സക്സസ്. സക്സസ്സിലേക്ക് എത്താനുള്ളൊരു പ്രോസസ്സ്. ബിക്കോസ് ടു ഗെറ്റ് ഇൻ ടു ഇന്ത്യാസ് ഫൈനസ്റ്റ് കോളേജ് ഇസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് യു ക്യാൻ ഗിവ് യുവർ സെൽഫ്. ഏറ്റവും നല്ല സമ്മാനമായിരിക്കും. അതിനു വേണ്ടി 1-2 കൊല്ലം ഒന്ന് കളഞ്ഞാൽ കുഴപ്പമില്ല, ബാക്കിയുള്ള ലൈഫ് ലോങ് നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലവോ ഒരു ഹാർട്ടോ ഒരു തംസപ്പോ ഇട്ടേ മക്കളെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, love you guys a lot. See you guys. Bye bye.